തുടങ്ങാം. ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ JEE എക്സ്പ്രസിൻ്റെ ടാർഗറ്റ് 100% വളരെ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ ഒട്ടുമിക്ക ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ടുണ്ട്. അടച്ചോളൂ സാർ. ഓക്കെ, ഒട്ടുമിക്ക ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു. അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയാണ്. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റിയെ ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് ചിരൺമയ്, മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നു. സോ പ്രോബബിലിറ്റി, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ഈ രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം, ഒരു JEE പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ പലരും പഠിക്കാൻ മടിക്കുന്ന അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ ഉപേക്ഷിക്കുന്ന രണ്ട് ചാപ്റ്റേഴ്സാണ് പെർമ്യൂട്ടേഷൻസ്, കോമ്പിനേഷൻ ആൻഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഈ രണ്ട് ചാപ്റ്റേഴ്സ്. കാരണം പലപ്പോഴും എല്ലാവർക്കും ഒരു ധാരണയുള്ളത് ഈ രണ്ട് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ ഇടയ്ക്കൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇവിടുന്ന് വരാറുള്ളത് എന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷേ ഈ രണ്ട് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഈ രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ രണ്ട് ചാപ്റ്റേഴ്സിലും തിയറി എന്ന് പറയുന്നത് വളരെ ചുരുക്കം കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ആ ചുരുക്കം കാര്യം തിയറി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മാത്സിലെ മറ്റ് ചാപ്റ്റേഴ്സ് പോലെ തന്നെ ഈ ചാപ്റ്ററിൽ തിയറി പഠിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഈ ചാപ്റ്ററിലെ വ്യത്യസ്ത സ്വഭാവമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ചുരുക്കം സമയത്തിൽ ഈ രണ്ട് ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് എക്സാമിന് ചെയ്ത് നോക്കാം. അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ചിലപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. നിങ്ങൾ ചെയ്ത് ശീലിച്ച ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുക എന്നുള്ള ഐഡിയ എന്ന് പറയുന്ന ഒരു മണ്ടത്തരാണ്. അതിന് നിൽക്കരുത്. മറിച്ച് ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും പഠിക്കുക. നിങ്ങൾ ചെയ്ത് ശീലിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതർവൈസ് നിങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് സ്കിപ്പ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും നമ്മൾ കൂടുതൽ തിയറി പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, തിയറി വളരെ കുറച്ചേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. നമ്മൾ കൂടുതൽ തിയറി സംസാരിക്കില്ല. മറിച്ച് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. തിയറി ഓടിച്ച് നമ്മളൊന്ന് പറയും. ജസ്റ്റ് ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ മാക്സിമം പ്രോബ്ലംസ് ചെയ്യും. എല്ലാ സെഷനിൽ നിന്നും മാക്സിമം പ്രോബ്ലംസ് ചെയ്യും. ഓക്കെ, നമുക്ക് തുടങ്ങാം. സാറേ തുടങ്ങട്ടെ? ഓക്കെ, സോ നമ്മൾ തുടങ്ങുന്നു. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നടക്കാനുള്ള ചാൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഒരു കാര്യം നടക്കാനുള്ള സാധ്യത, അത് മാത്തമാറ്റിക്കലി അതിൻ്റെ ചാൻസ് നമ്മൾ പറയുന്നു. ഇത് ഇത്ര സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരു ന്യൂമറിക്കൽ മെഷറായി പറയുന്നു. സോ പോസിബിലിറ്റി, ചാൻസസ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നടക്കാനുള്ള ചാൻസ്, പോസിബിലിറ്റി എന്ന് പറയണമെങ്കിൽ അത് നടക്കോ ഇല്ലയോ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്കാണ് നമ്മളത് പറയുന്നത്. നടക്കുന്ന ഉറപ്പാണെങ്കിൽ പിന്നെ അതിൻ്റെ ചാൻസിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നടക്കില്ല എന്ന് ഉറപ്പാണെങ്കിലും അതിൻ്റെ ചാൻസിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യം. അപ്പം നടക്കുമോ ഇല്ലയോ എന്ന് സംശയമുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിന് റെലവൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് പറയും? റാൻഡം എക്സ്പെരിമെൻറ്റ് എന്നുള്ള കാര്യം, റാൻഡം എക്സ്പെരിമെൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ പറയുന്നത്. റാൻഡം എക്സ്പെരിമെൻറ്റ്സ്, രണ്ട് ടൈപ്സ് എക്സ്പെരിമെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അതിലൊന്നാമത്തെ ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻ്റ് ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ഔട്ട്കം എന്താണെന്നുള്ളത് നമുക്ക് ഡെഫിനിറ്റ് ആയിട്ട് അറിയുന്നതിനാണ് ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. മറിച്ച് റാൻഡം എക്സ്പെരിമെൻ്റ് പ്രത്യേകത എന്താ? അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് ഒന്നിൽ കൂടുതൽ ചാൻസസ് ഉണ്ട് ഔട്ട്കമിന്. ഔട്ട്കം, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഔട്ട്കംസ്, മോർ ദാൻ വൺ ഔട്ട്കംസ്, മോർ ദാൻ വൺ ഔട്ട്കംസ്. ഒന്നാമത്തെ പ്രത്യേകത റാൻഡം എക്സ്പീരിയൻസിന് മോർ ദാൻ വൺ ഔട്ട്കംസ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഔട്ട്കം കനോട്ട് ബി പ്രഡിക്റ്റഡ്. ഔട്ട്കം കനോട്ട് ബി പ്രഡിക്റ്റഡ്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇതാണ് ഔട്ട്കം എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്നതാണ് ഔട്ട്കം എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഔട്ട്കം കനോട്ട് ബി പ്രഡിക്റ്റഡ്. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ്സിനാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ റാൻഡം എക്സ്പെരിമെൻറ്റ്സിലാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ പോസിബിലിറ്റി, ചാൻസ് എന്നുള്ള കൺസെപ്റ്റിന് റെലവൻസ് ഉണ്ടാകുന്നത്. റാൻഡം എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾക്കറിയാം, സാധാരണ നമ്മളൊരു കോയിൻ, ഡൈ, കാർഡ്സ് എന്നൊക്കെ വെച്ചിട്ടാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്സ് പറയാനുള്ളത്. കാരണം ഈ കാര്യങ്ങൾ, ഈ കോയിനും ഡൈയും
കാർഡുമൊക്കെ ഉള്ള കാര്യങ്ങൾ ഇത് വെച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് പഠിക്കാൻ കൂടുതൽ എളുപ്പം ഈ എക്സ്പെരിമെൻറ്റ്സ് വെച്ച് കാര്യങ്ങൾ പറയുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഭംഗിയായി അറിഞ്ഞിരിക്കണം. കാരണം മിക്ക ക്വസ്റ്റ്യൻസിലും ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഈ എക്സ്പെരിമെൻറ്റുമായി കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് മിക്ക ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നോക്കാം. ടോസിങ് എ കോയിൻ. നിങ്ങൾക്കറിയാം ടോസിങ് എ കോയിൻ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ്. ടോസിങ് 2 കോയിൻസ്, 2 കോയിൻ എറിയുന്നു. ടോസിങ് 2 കോയിൻസ്. അല്ലെങ്കിൽ റോളിങ് എ ഡൈ. ഇതൊക്കെ റാൻഡം എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഈ റാൻഡം എക്സ്പെരിമെൻ്റ് ഒക്കെ നടക്കുമ്പോൾ ഒരുപാട് ഔട്ട്കംസിന് പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഔട്ട്കംസിൻ്റെ എല്ലാ പോസിബിലിറ്റി നമ്മൾ ഒരു സെറ്റായി എഴുതുന്നു. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ്. അതിന് നമ്മൾ എന്താ വിളിക്കുക? സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കും. നിങ്ങൾക്കറിയാം സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കും. ആ സെറ്റിനെ സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കും. എസ്, സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. ഒരു സെറ്റ്, ആ സെറ്റിനെയാണ് നമ്മൾ എസ് എന്ന ലെറ്റർ കൊണ്ടാണ് സാധാരണ ഡിനോട്ട് ചെയ്യുക. സാമ്പിൾ സ്പേസിനെ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നടക്കുന്നു, അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്കമിനെയും നമ്മളൊരു സെറ്റിൽ എടുത്തിടുന്നു. ആ സെറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കും. ആ സെറ്റിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ടോസിങ് എ കോയിൻ എന്ന് പറയുമ്പോൾ അവിടെ സാമ്പിൾ സ്പേസ് എന്ത് വരും? എസ് ഇസ് ഈക്വൽ ടു ഒന്നുകിൽ അത് ഹെഡ് ആവാം അല്ലെങ്കിൽ ടെയിൽ ആവാം. ഈ രണ്ട് ഔട്ട്കമിനെ പോസിബിലിറ്റി ഉണ്ട്. ടോസിങ് 2 കോയിൻസ് എന്ന് പറയുമ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ആദ്യത്തത് ഹെഡ്, രണ്ടാമത്തത് ടെയില്, ഹെഡ് ടെയില്, പിന്നെ രണ്ടും ടെയിൽസ്. ഇങ്ങനെ 4 പോസിബിലിറ്റി ഉണ്ടാവും. ഇനി ഒരു ഡൈ റോൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ത് വരും? എസ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. ഇങ്ങനെ 6 ഫേസിൽ ഏത് വേണമെങ്കിലും കാണിക്കാം. ഇതാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് സാമ്പിൾ സ്പേസ്. ഇനി ഈ സാമ്പിൾ സ്പേസിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ എന്ത് പറയും? സാമ്പിൾ പോയിന്റ് എന്ന് പറയും. ഒരു സാമ്പിൾ സ്പേസിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ പറയുന്നത് സാമ്പിൾ പോയിന്റ് എന്ന് പറയും. ഓക്കെ, സോ റാൻഡം എക്സ്പെരിമെൻറ്റ്, സാമ്പിൾ സ്പേസ് ആൻഡ് സാമ്പിൾ പോയിന്റ്. ഇനി ഈ സാമ്പിൾ സ്പേസ് എപ്പോഴും ഫൈനൈറ്റ് ആയിക്കൊള്ളാൻ നിർബന്ധമില്ല. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഞാൻ 2 കോയിൻ ടോസ് ചെയ്യുന്ന സാമ്പിൾ സ്പേസിൻ്റെ എക്സ്പെരിമെൻ്റ് പറഞ്ഞു. 2 കോയിൻ ടോസിങ് 2 കോയിൻസ്. ടോസിങ് 2 കോയിൻസ്. എസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി. എൻ ഓഫ് എസ് എന്തായിരുന്നു? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 4 ആയിരുന്നു. കാരണം അവിടെ 2 കോയിന് 2 പോസിബിലിറ്റീസ് ഉണ്ട്. 2 കോയിന് പോസിബിലിറ്റീസ് ഉണ്ട്. ആദ്യത്തെ കോയിനിൽ എന്തൊക്കെ കാണിക്കാം? ഹെഡ് കാണിക്കാം, ടെയിൽ കാണിക്കാം, 2 പോസിബിലിറ്റീസ്. രണ്ടാമത്തെ കോയിനിൽ എന്തൊക്കെ കാണിക്കാം? ഹെഡ് കാണിക്കാം, ടെയിൽ കാണിക്കാം, അവിടെയും 2 പോസിബിലിറ്റീസ് ഉണ്ട്. സോ 2 × 2 ടോട്ടൽ 4 പോസിബിലിറ്റീസ്. ഇനി ഞാൻ ടോസിങ് 3 കോയിൻസ് ആണെങ്കിൽ അവിടെ ഞാൻ 3 കോയിൻ ടോസ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അവിടെ സാമ്പിൾ സ്പേസിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? സാമ്പിൾ സ്പേസിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി 2 ക്യൂബ്. കാരണം എന്താ? അവിടെ ഓരോ കോയിൻ്റെയും പോസിബിലിറ്റീസ് നമുക്ക് നോക്കാം. ആദ്യത്തെ കോയിനിൽ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? 2 പോസിബിലിറ്റീസ് ഉണ്ട്. രണ്ടാമത്തേതിലും 2 ഉണ്ട്, മൂന്നാമത്തേതിലും 2 ഉണ്ട്. സോ ടോട്ടൽ 2 × 2 × 2 2 ക്യൂബ്. ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാം? സപ്പോസ് വി ആർ ടോസിങ് n coins. സാമ്പിൾ സ്പേസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി 2⁻n ആയിരിക്കും. 2⁻n ആയിരിക്കും. ഇതേ കാര്യം നമുക്ക് എന്തിലും പറയാം? ഒരു ഡൈ റോൾ ചെയ്യുന്ന കാര്യത്തിലും പറയാം. റോളിങ് എ ഡൈ എന്ന് പറയുമ്പോൾ അവിടെ 6 ഔട്ട്കംസ് ആണ് ഉണ്ടാവുക. ഇനി റോളിങ് 2 ഡൈസ്, 2 ഡൈസ് റോൾ ചെയ്യാണ്. അങ്ങനെയെങ്കിൽ സാമ്പിൾ സ്പേസിൽ എത്ര ആളുണ്ടാവും? n ഓഫ് എലമെൻറ്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 6² ആയിരിക്കും. കാരണം എന്താ? ആദ്യത്തെ ഡൈയിൽ 6 ഫേസസിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, രണ്ടാമത്തെ ഡൈയിലും 6 ഫേസസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ടോട്ടൽ 6 × 6 36 ഔട്ട്കംസിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെയും എന്താണ്? നമ്മൾ n ഡൈസ് ആണ് റോൾ ചെയ്യുന്നതെങ്കിൽ റോളിങ് n ഡൈസ്. അങ്ങനെയെങ്കിൽ n ഓഫ് s എന്ന് പറയുന്നത് 6⁻n ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം. നമുക്ക് പ്രോബബിലിറ്റി ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇത്ര ഡൈ റോൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത്, സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളതാണ്. സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്?
മനു രവീന്ദ്രൻ സാറേ. ശ്രീലത പിള്ളൈ, ഗുഡ് മോർണിംഗ് ശ്രീലത പിള്ളൈ. ആദിൽ, ഗുഡ് മോർണിംഗ്. PH രാമകൃഷ്ണൻ, ഹലോ. ഓക്കെ, യെസ്. ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി നമ്മൾക്കൊരു കാര്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയണം. നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പർ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. എല്ലായ്പ്പോഴും സാമ്പിൾ സ്പേസ് ഫൈനൈറ്റ് ആയിക്കൊള്ളണം നിർബന്ധമില്ല. അത് നമ്മളുടെ എക്സ്പെരിമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ചൂസിങ് എ നാച്ചുറൽ നമ്പർ. എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ചൂസിങ് എ നാച്ചുറൽ നമ്പർ എന്നുള്ളതാണെങ്കിൽ, ഒരു നാച്ചുറൽ നമ്പർ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ എക്സ്പെരിമെൻറ്റ്. ചൂസിങ് എ നാച്ചുറൽ നമ്പർ എന്നുള്ളതാണ് എക്സ്പെരിമെൻറ്റ്. സാമ്പിൾ സ്പേസ് എന്ത് വരും? അത് 1 ആകാം, അത് 2 ആകാം, 3 ആകാം, എക്സെട്ര, അങ്ങനെ പോകും അല്ലേ. അതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും ഫൈനൈറ്റ് ആയിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല. ഫൈനൈറ്റ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല, അത് ഇൻഫൈനൈറ്റ് ആവാം. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുന്നു. ടോസിങ് എ കോയിൻ till head appears. ഇതിൻ്റെ സാമ്പിൾ സ്പേസ് എങ്ങനെ വരും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതിൻ്റെ സാമ്പിൾ സ്പേസ് എങ്ങനെ വരും? ടോസിങ് എ കോയിൻ ടിൽ ഹെഡ് അപ്പിയേഴ്സ്. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡ് കിട്ടുന്നത് വരെ ആ കോയിൻ ടോസ് ചെയ്യുന്നു. ചിലപ്പോൾ ആദ്യത്തെ ടോസിൽ തന്നെ ഹെഡ് വരാം, ഒരു പോസിബിലിറ്റിയാണ് സാമ്പിൾ സ്പേസ്. ആദ്യം തന്നെ ഹെഡ് വന്നു, ഓക്കെ, പ്രശ്നം കഴിഞ്ഞു. ഇനി ആദ്യത്തെ ഹെഡ് വരാതിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും കോയിൻ ടോസ് ചെയ്യും, വീണ്ടും കോയിൻ ടോസ് ചെയ്യും. അപ്പോൾ രണ്ടാമത് ഹെഡ് വരും. അപ്പോൾ ആദ്യത്തെ ടെയിൽ വന്നു, രണ്ടാമത് ഹെഡ് വരും. ഇനി ആദ്യത്തെ രണ്ടും ടെയിൽ വന്നു, പിന്നെ മൂന്നാമത് ഹെഡ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ടെയിൽ ഹെഡ്, ഇതങ്ങനെ പോകും അല്ലേ? ഇതങ്ങനെ പോകും. നമുക്ക് ഏത് ടോസിലാണ് ഹെഡ് വരിക, നമ്മൾ സക്സസ് ആവുക, നമുക്ക് ഹെഡ് കിട്ടുക എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ ഈ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ദിസ് ഇസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. സോ ഇൻഫൈനൈറ്റ് സാമ്പിൾ സ്പേസിനുള്ള പോസിബിലിറ്റി കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് അനുസരിച്ച് സാമ്പിൾ സ്പേസ് ഫൈനൈറ്റും ഇൻഫൈനൈറ്റും ഒക്കെ ആകാം. നെക്സ്റ്റ്, സാമ്പിൾ സ്പേസ് എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ്, ഇവൻറ്റ്. എനി സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഇവൻ്റ് എന്ന് പറയുന്നത്. എനി സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്, അതിനെ നമ്മൾ ഇവൻ്റ് എന്ന് പറയും. ഒരു സാമ്പിൾ സ്പേസ് എടുക്കുന്നു, അതിൻ്റെ ഏതൊരു സബ്സെറ്റിനെയും, എല്ലാ സെറ്റിൻ്റെ സബ്സെറ്റാണ് ഫൈ എന്ന് പറയുന്നത്. ആ സെറ്റ് ഇറ്റ് സെൽഫ് അതിൻ്റെ സബ്സെറ്റാണ്. അതല്ലാതെ പ്രോപ്പറായിട്ടുള്ള മറ്റ് സബ്സെറ്റ്സ് ഉണ്ടാവും. അതൊക്കെ തന്നെ നമ്മൾ എന്ത് പറയും? ഇവൻ്റ് എന്ന് പറയും. ഈ ഇവൻറ്റ്സിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓരോ ഇവൻറ്റ്സ് എടുക്കുന്നു, അതിൻ്റെ പ്രോബബിലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എനി സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ദാറ്റ് ഈസ് കോൾഡ് ഇവൻറ്റ്. ഈ ഇവൻറ്റിനെ നമുക്ക് പലതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റാർട്ടിങ് വിത്ത് എ സിമ്പിൾ ഇവൻറ്റ്. എന്താണ് ഒരു സിമ്പിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ എലമെൻറ്റ്. സിംഗിൾട്ടൺ സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ഇവൻ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സിമ്പിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ആ സബ്സെറ്റിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഇവൻറ്റിനെയാണ്, അങ്ങനെയുള്ള സബ്സെറ്റ്സിനെയാണ് നമ്മളെന്ന് പറയുന്നത് സിമ്പിൾ ഇവൻ്റ് എന്ന് പറയുന്നത്. അല്ലാത്തതിനെ മോർ ദാൻ വൺ ഇവൻ്റ് ഉണ്ടെങ്കിൽ, മോർ ദാൻ വൺ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? കോമ്പൗണ്ട് ഇവൻ്റ് എന്ന് പറയും. കോമ്പൗണ്ട് ഇവൻ്റ്. മോർ ദാൻ വൺ എലമെൻറ്റ്. അതിനെ നമ്മൾ എന്ത് പറയും? കോമ്പൗണ്ട് ഇവൻ്റ് എന്ന് പറയും. മോർ ദാൻ വൺ എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കോമ്പൗണ്ട് ഇവൻ്റ് എന്ന് പറയും. നെക്സ്റ്റ് വൺ ഈസ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്. രണ്ട് ഇവൻറ്റ്സിനെ നമ്മൾ ഈക്വലി ലൈക്ലി ആണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് രണ്ടും നടക്കാനുള്ള ചാൻസ് സെയിം ആണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കുറൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. ഇനി പറയാൻ പോകുന്ന രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇവൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ്.
മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. എ ബി എന്ന് പറയുന്ന രണ്ട് ഇവൻറ്റ്സ് ഇവർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് നമ്മൾ പറയണമെങ്കിൽ അവർ ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എം ടി സെറ്റ് ആയിരിക്കണം. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എം ടി സെറ്റ് ആയിരിക്കണം. അപ്പോൾ രണ്ട് ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അവരുടെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എം ടി കിട്ടണം. ഇനി മൂന്ന് ഇവൻറ്റ്സ് എ ബി സി എന്ന് പറയുന്ന മൂന്ന് ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണമെങ്കിൽ അവരുടെ പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആയിരിക്കണം, മ്യൂച്വലി ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. എ ഇൻ്റർസെക്ഷൻ ബി എം ടി ആയിരിക്കണം, ബി ഇൻ്റർസെക്ഷൻ സി എം ടി ആയിരിക്കണം, എ ഇൻ്റർസെക്ഷൻ സി എം ടി ആയിരിക്കണം. ഇതെല്ലാം എം ടി ആണെങ്കിൽ പിന്നെ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്തായിരിക്കും? ഡെഫിനറ്റ്ലി അത് എം ടി സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എ ബി സി എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. രണ്ട് ഈവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അവർ ഡിസ്ജോയിൻ്റ് ആയിരിക്കും. അടുത്ത കാര്യം എന്താണ്? മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ്. മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഈ കമൻ്റ് ഇടുന്ന നവീൻ ജയകുമാർ സാറ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സാറാണ്. സാറ് പൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറും പൊളിയാണ്. സാർ ഇവിടെ ഇല്ല. സാർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. ക്രിക്കറ്റ് മാനിയാക്ക്, താങ്ക് യു ക്രിക്കറ്റ് മാനിയാക്ക്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാം. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഫോൺ. നമ്മൾ അപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, നൗ മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് A1 A2 എറ്റ്സെട്ര AN എന്ന് പറഞ്ഞിട്ടുള്ള n ഇവൻറ്റ്സ് നമ്മൾ ഇതിന് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് എന്നെപ്പോഴാണ് പറയാം? മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ്. ഇതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? സാമ്പിൾ സ്പേസ് കിട്ടണം. യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടണം. A1 യൂണിയൻ A2 യൂണിയൻ എറ്റ്സെട്ര യൂണിയൻ AN എന്ന് പറയുന്നത് എന്തായിരിക്കണം? ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഒരു n ഇവൻറ്റ്സ് അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടുന്നതാണെങ്കിൽ നമുക്കെന്ത് പറയാം? ആ n ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ രണ്ട് ഇവൻറ്റ്സ് അതിന് യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്കെന്ത് പറയാം? അത് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് ആണെന്ന് പറയും. അടുത്തത് എന്താണ്? ഇനി ഏതെങ്കിലും ഇവൻറ്റ് പറയാൻ ബാക്കിയുണ്ടോ? ഇനി പറയാനുള്ള കോംപ്ലിമെൻ്ററി ഇവൻറ്റ്. എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് സാമ്പിൾ സ്പേസിൽ നിന്നും എ ഒഴിവാക്കിയാൽ, വിച്ച് മീൻസ് എ കോംപ്ലിമെൻറ്റ്. ഈ എ കോംപ്ലിമെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലിമെൻ്ററി ഇവൻറ്റ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി ഇവൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് അതാണ് കോംപ്ലിമെൻ്ററി ഇവൻറ്റ്. എ എന്ന് പറയുന്ന സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് അതാണ് കോംപ്ലിമെൻ്ററി ഇവൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഇവൻറ്റ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കി എല്ലാ ഇവൻറ്റ്സിൻ്റെയും ഒരു എക്സാമ്പിൾ ഒറ്റ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് പറയാം. സപ്പോസ് ഇതാണ് എൻ്റെ എക്സ്പെരിമെൻറ്റ് ഇതാണ് ടോസിങ് റോളിംഗ് 2 dice. ഇതാണ് എൻ്റെ എക്സ്പെരിമെൻറ്റ്. നിങ്ങൾക്കറിയാം എന്താണ് ഇതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? 2 ഡൈസ് റോൾ ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? 36 ഔട്ട്കംസ് ഉണ്ടാവും. 1 1 തുടങ്ങി ആദ്യത്തേൽ 1, രണ്ടാമത്തേൽ 6, 2 1 സ്റ്റാർട്ട് ചെയ്തു, 2 6 എറ്റ്സെട്ര 6 1 അപ് ടു 6 6. ഇതാണെന്ത്? 36 ഔട്ട്കംസ്. ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. Now I defined the even EI as sum of both phases is I. ഈ I എന്നതിനെ ഞാൻ ഡിഫൈൻ ചെയ്ത് എങ്ങനെ അറിയോ? സം ഓഫ് ബോത്ത് ഫേസസ് ഈസ് I. നമ്മൾ രണ്ട് ഡൈസ് റോൾ ചെയ്യുന്നു. 2 ഡൈസ് റോൾ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 2 ഡൈസിലും കാണിക്കുന്ന ഫേസിൻ്റെ സം എടുക്കുമ്പോൾ അത് I ആണ്. അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഒക്കെ EIയിൽ മെമ്പറാവും. ഉദാഹരണത്തിന് E1 എന്നെടുത്തു. E1 എന്ന് പറയുന്നത് സമ്മ് 2 ഡൈസിലും ഫേസിൻ്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ടു 1 എന്ന് കിട്ടണം. ഇസ് ഇറ്റ് പോസിബിൾ? നോക്കൂ, ഏറ്റവും ചെറിയ സം എന്ന് പറയുന്നത് തന്നെ എന്താണ്? 2 ആണ്. അപ്പോൾ 1 ഒരിക്കലും കിട്ടില്ല. EI അല്ലെങ്കിൽ E1 എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് E1 വിൽ ബി ആൻ എംപ്റ്റി സെറ്റ്.
E1 will be an empty set. ഓക്കെ, ഈ 2 എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും? സം എന്ന് പറയുന്നത് 2 കിട്ടണം, അതിലാരുണ്ടാവും? 1 1 ഉണ്ടാവും. ഈ 3 എന്തായിരിക്കും? സം 3 കിട്ടണം, അതിൽ 1 2 ഉണ്ടാവും. പിന്നെ ആരാ ഉണ്ടാവുക? 2 1 ഉണ്ടാവും. 1 2ഉം 2 1 ഉണ്ടാവും. ഓക്കെ, 1 2 ആൻഡ് 2 1, അതാണ് ഈ 3 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 12 എന്തായിരിക്കും? ഈ 12 എന്ന് പറഞ്ഞാൽ സമ്മ് 12 കിട്ടണം, അതിലാരുണ്ടാവും? 6 6 ഉണ്ടാവും. 6 6 ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താ? ഞാൻ E3 ആൻഡ് E6 എടുത്തു, അവരുടെ ഇൻ്റർസെക്ഷൻ എടുത്തു. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എം ടി. സമ്മ് ഒരേ സമയം 12 ഒരേ സമയം സമ്മ് ഒരേ സമയം 3ഉം ഒരേ സമയം 6ഉം ആവാൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരാളും ഉണ്ടാവില്ല. ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റ് ആയിരിക്കും. ദാറ്റ് വിൽ ബി ആൻ എം ടി സെറ്റ്. സോ ദീസ് ടു E3 ആൻഡ് E6 ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാം. E3 E6ഉം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണെന്ന് പറയാം. ഇനി ഞാനിതാ E1 മുതൽ അല്ലെങ്കിൽ E2 മുതൽ E12 വരെ എടുത്തു. E2 മുതൽ E3 എക്സെട്ര E12 വരെ എടുത്തു. ഇതിൻ്റെ എല്ലാം യൂണിയൻ എടുത്തു. യൂണിയൻ എക്സെട്ര യൂണിയൻ E12 എന്ന് എടുത്തു. ദാറ്റ് വിൽ ബി സാമ്പിൾ സ്പേസ് അല്ലേ? ഏറ്റവും ചെറിയ സം എന്ന് പറയുന്നത് 2, ഏറ്റവും വലിയ സം എന്ന് പറയുന്നത് 12 ആണ്. അതിൻ്റെ എല്ലാം യൂണിയൻ എടുക്കുമ്പോൾ എൻറ്റയർ സാമ്പിൾ സ്പേസ് കിട്ടും. സോ ഈവൻ E2 മുതൽ E12 വരെയുള്ള ഈ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടുമെങ്കിൽ നമ്മളതിന് എന്താണ് വിളിച്ചത്? മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഈവൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ E2 മുതൽ E12 വരെയുള്ള എല്ലാവരും എക്സ്ഹോസ്റ്റീവ് ഈവൻറ്റ്സ് ആണ്. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം പറഞ്ഞുതരാം. 2 ഈവൻറ്റ്സ് നമ്മൾ വിട്ടുപോയിരുന്നു. ഏതാണ്? നിങ്ങൾക്കറിയാവുന്നതാണ് ഇമ്പോസിബിൾ ഈവൻറ്റ്. ഇമ്പോസിബിൾ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? എം ടി സെറ്റിനെയാണ് നമ്മൾ ഇമ്പോസിബിൾ ഇവൻറ്റ് എന്ന് പറയുന്നത്. ഷുവർ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷുവർ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിനെ ഷുവർ ഇവൻറ്റ് എന്ന്, ഇമ്പോസിബിൾ എം ടി സെറ്റിനെ ഇമ്പോസിബിൾ ഇവൻറ്റ് എന്ന് പറയും. ഇവിടെ എന്താ E1 എന്നെടുത്താൽ നമുക്കെന്താണ് E1 എടുത്തപ്പോൾ നമുക്ക് എം ടി സെറ്റ് കിട്ടി, അതൊരു ഇമ്പോസിബിൾ ഇവൻ്റ് ആണ്. ഇനി നമുക്കെന്ത് കിട്ടും? എസ് തന്നെ എടുത്താൽ അതൊരു ഷുവർ ഇവൻ്റ് ആണ്. ഇവിടെ അല്ലാതെ ഒരു കേസിൽ നമുക്കിതിനെ പറയാൻ പറ്റില്ല. നമ്മൾ ഡിഫൈൻ ചെയ്തതനുസരിച്ച് നമുക്ക് ഷുവർ ഇവൻറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല, കാരണം എല്ലാം ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ അത് പറയാൻ പറ്റില്ല. സോ E1 എന്ന് പറയുന്നത് എം ടി സെറ്റാണ്. ഇനി E13 എടുത്താലോ? അതും എം ടി സെറ്റാണ്. 13 സമ്മ് കിട്ടുമോ എപ്പോഴെങ്കിലും? ഇല്ല, അതും എം ടി സെറ്റാണ്. സോ അത് രണ്ടും ഇമ്പോസിബിൾ ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവൻറ്റ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഏത് രണ്ട് ഡിഫറെൻറ്റ് EJ എടുത്താൽ I not equal to J എന്ന രീതിയിൽ EJ എടുത്താൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എം ടി സെറ്റ് ആയിരിക്കും. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. പിന്നെ ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വരുന്ന സെറ്റ് എടുത്താൽ അത് ഈക്വലി ലൈക്ലി ആയിരിക്കും. അങ്ങനെയുള്ള കാര്യം, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അടുത്ത കാര്യം പറയാം. ആൾജിബ്ര ഓഫ് ഇവൻറ്റ്സ് നോക്കിക്കോളൂ. ആൾജിബ്ര ഓഫ് ഇവൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 ഇവൻറ്റ്സ്, ഇവൻറ്റ് എ ഓർ ബി, അതിനെ നമ്മൾ എ യൂണിയൻ ബി എന്ന് എഴുതും. ഒരു ഇവൻറ്റ് എ ഓർ ബി എന്നതിനെ എ യൂണിയൻ ബി എന്ന് എഴുതും. ഇവൻറ്റ് എ ആൻഡ് ബി, അതിനെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതും. നോട്ട് എ എന്ന ഇവൻറ്റ്, അതിനെ നമ്മൾ എന്തെഴുതും? എ കോംപ്ലിമെൻ്റ് എന്ന് എഴുതും. ഓക്കെ, എ യൂണിയൻ ബി, ഇവൻറ്റ് എ ഓർ ബി എന്നതിന് എ യൂണിയൻ ബി, എ ആൻഡ് ബി എന്നതിന് എ ഇൻ്റർസെക്ഷൻ ബി, നോട്ട് എ എന്നതിന് എ കോംപ്ലിമെൻ്റ് എന്ന് എഴുതും. എ ബട്ട് നോട്ട് ബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോളൂ. എ ബട്ട് നോട്ട് ബി എന്നതിനെ എ ആൻഡ് ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതും. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതും. എ ബട്ട് നോട്ട് ബി എന്നതിനെ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതും. അടുത്തത് either one of the events A or B, ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി, ഒന്നുകിൽ എ മാത്രം അല്ലെങ്കിൽ ബി മാത്രം. എ ബട്ട് നോട്ട് ബി ഓർ
ബി ബട്ട് നോട്ട് എ. അപ്പം അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ബട്ട് നോട്ട് ബി, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഒന്നുകിൽ ഇങ്ങനെ എ മാത്രം, ഓർ വരുമ്പോൾ എപ്പോഴും നമ്മൾ യൂണിയനാണ് എഴുതാറ്. ബി ബട്ട് നോട്ട് എ, അല്ലെങ്കിൽ ബി മാത്രം. ഇതും ഓർത്ത് വെച്ചൂല. either one of A or B എന്നതിനെ നമ്മൾ A ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, ഇതിന് നമ്മൾ സിമെട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയും. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഇതിന് ഓർത്ത് നോക്കേണ്ട മറ്റൊരു കാര്യം, ദിസ് ഈസ് ആക്ച്വലി എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. ദിസ് ഇസ് ആക്ച്വലി എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. എ ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സെറ്റ്സ് നമുക്ക് വേണ്ടത് ഒന്നുകിൽ എ മാത്രമായിട്ടുള്ള ഈ പാർട്ട്, അല്ലെങ്കിൽ ബി മാത്രമായിട്ടുള്ള ഈ പാർട്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടണമെങ്കിൽ മൊത്തത്തിൽ നിന്നും എ യൂണിയൻ ബിയിൽ നിന്നും ഇൻ്റർസെക്ഷൻ പാർട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഫോമും ഓർത്ത് വെക്കുക. എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. സിമെട്രിക് ഡിഫറൻസിനെ അങ്ങനെ കൂടെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനിഷനിലേക്ക് പോകുന്ന ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ഇത്രയേ ഉള്ളൂ. സപ്പോസ് എ എന്ന് പറയുന്നത് ആൻ ഇവൻറ്റ്, എസ് ആണ് സാമ്പിൾ സ്പേസ്. എ എന്ന് പറയുന്നത് ഒരു ഇവൻറ്റ്, എസ് എന്ന സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ്. സോ പ്രോബബിലിറ്റി ഓഫ് എ is equal to P of A. This is equal to number of favorable outcomes divided by total number of outcomes. Number of favorable outcomes divided by total number of outcomes. Number of favorable outcomes divided by total number of outcomes. ഇതാണ് പ്രോബബിലിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. നമ്മൾ ഈ ഡെഫിനിഷനാണ് ത്രൂ ഔട്ട് യൂസ് ചെയ്യുക. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ്. ഇനി മറ്റൊരു രീതിയിൽ എഴുതിയാൽ എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് എ, പി ഓഫ് എ എന്ന് പറയുന്നത് എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണ്. പി എഫ് എ എന്ന് പറയുന്നത് എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണ്. പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടുതലൊന്നുമില്ല. റിമാർക്സ് ആയി നമുക്ക് പറയാം. പ്രോബബിലിറ്റി വാല്യൂ 0 ലൈസ് ഇൻ പി ഓഫ് എ ലൈസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1. അത് 1 ആകുമ്പോൾ നമ്മൾ അതിനെ ഷുവർ ഇവൻ്റ് എന്ന് വിളിക്കും. 0 ആകുമ്പോൾ ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് വിളിക്കും. 1 ആകുമ്പോൾ ഷുവർ ഇവൻറ്റ്, 0 ആകുമ്പോൾ ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് വിളിക്കും. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ P of A plus P of A complement is equal to 1. ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി, അതിൻ്റെ കോംപ്ലിമെൻ്ററി ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 1 കിട്ടും. ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി, കോംപ്ലിമെൻ്ററി ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി രണ്ടും കൂടി ആഡ് ചെയ്താൽ 1 കിട്ടും. ഇത് നമ്മൾക്ക് എൻ ഓഫ് പി ഓഫ് എ കോംപ്ലിമെൻറ്റിനെ എൻ ഓഫ് എസ് മൈനസ് എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് എന്നൊക്കെ എഴുതി വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ, എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഇതൊക്കെ വളരെ എലിമെൻ്ററി ആയിട്ടുള്ള കാര്യമാണ്. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്. ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എ, ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എ എന്ന് പറയുന്നത് എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എ കോംപ്ലിമെൻറ്റ്. ഓർത്ത് വെച്ചോളാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ P of A divided by P of A complement. Odds in favor of A എന്ന് പറയുന്നത് N of A divided by N of A complement, P of A divided by P of A complement. Odds against A. A എന്ന് പറയുന്നത് എന്തായിരുന്നു? N of A complement divided by N of A ആണ്. Same as P of A complement divided by P of A. അപ്പോൾ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എ ഒരു ഇവൻറ്റിൻ്റെ ചാൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവിടെ സാമ്പിൾ സ്പേസ്
സാമ്പിൾ സ്പേസുമായി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എന്ന രീതിയിലല്ല കണക്ട് ചെയ്യുന്നത്. എൻ ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ്. ഫേവറബിൾ അൺഫേവറബിൾ നമ്പേഴ്സ് അതിൻ്റെ റേഷ്യോ ആയിട്ടാണ് പറയുന്നത്. ഫേവറബിൾ ടു അൺഫേവറബിൾ ആ റേഷ്യോനാണ് ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എ. ഓഡ്സ് എഗെയിൻസ്റ്റ് എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് വരും? എൻ ഓഫ് എ കോംപ്ലിമെൻറ്റ് വരും. അതായിരിക്കും ഓഡ്സ് എഗെയിൻസ്റ്റ് എന്ന് പറയുമ്പോൾ അൺഫേവറബിളിന് ഇമ്പോർട്ടൻസ് കിട്ടുന്ന ആലോചിക്കുക. അതായത് ന്യൂമറേറ്ററിൽ എൻ ഓഫ് എ കോംപ്ലിമെൻറ്റ് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ, എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, addition theorem. Addition theorem എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താ? എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഈ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് നമ്മൾ എൻ ഓഫ് എസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. എന്ത് സംഭവിക്കും? ഈ റിസൾട്ട് നിങ്ങൾക്കറിയാം, സെറ്റ് തിയറിയിൽ നിങ്ങൾ പഠിച്ച റിസൾട്ടാണ് നമ്പർ ഓഫ് എലമെൻസിൻ്റെ റിസൾട്ട്സ് എന്ന്. ത്രൂ ഔട്ട് ഞാൻ എൻ ഓഫ് എസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. വാട്ട് ഹാപ്പൻസ്? ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്, ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്, ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. അപ്പോൾ നമുക്ക് വേണ്ട പ്രോബബിലിറ്റിയിലെ ടേംസിലുള്ള അഡീഷൻ തിയറം കിട്ടും. എന്താണ് അഡീഷൻ തിയറം? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ, പ്രോബബിലിറ്റി ഓഫ് ബി അല്ലേ, പ്രോബബിലിറ്റി ഓഫ് എ അല്ലേ, അത് കിട്ടും. ആൻഡ് ദിസ് റിസൾട്ട് ഈസ് നോൺ ആസ് അഡീഷൻ തിയറം. അഡീഷൻ തിയറം. ഈ അഡീഷൻ തിയറം തന്നെ നമുക്ക് 3 സെറ്റിൻ്റെ കേസിലും പറയാം. ഏതാണ്? സെറ്റ് തിയറി പഠിച്ച അതേ കാര്യം തന്നെ. എൻ ഓഫ് മാറി അത് പി ഓഫ് ആവുന്നുള്ള ഒറ്റ വ്യത്യാസമുള്ളൂ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പി ഓഫ് എ ബി മൈനസ് പി ഓഫ് ബി സി മൈനസ് പി ഓഫ് എ സി പ്ലസ് പി ഓഫ് എ ബി സി പ്ലസ് പി ഓഫ് എ ബി സി. ഇതാണ് അഡീഷൻ തിയറം ഫോർ 3 ഇവൻറ്റ്സ്. അഡീഷൻ തിയറം ഫോർ 3 ഇവൻറ്റ്സ്. ഇപ്പോൾ എ ബി എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബീനെയാണ് നമ്മൾ എ ബി എന്ന് എഴുതുക. ബി ഇൻ്റർസെക്ഷൻ സീനെ ചുരുക്കി ബി സി എന്നും എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സീനെ ചുരുക്കി എ ബി സി എന്ന് എഴുതും. ഓക്കെ, ദിസ് ഈസ് അഡീഷൻ തിയറം ഫോർ 3 ഇവൻറ്റ്സ്. Suppose A and B are mutually exclusive, which means A intersection B എന്ന് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പഠിച്ചു. A intersection B എന്ന് പറയുന്നത് empty set ആണ്. A intersection B എന്ന് പറയുന്നത് empty set ആണ്. In that case P of A union B എന്താ? P of A union B എന്താ? P of A plus P of B minus P of A intersection B ആണ്. ബട്ട് ഹിയർ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുന്ന സമയത്ത് എ ഇൻ്റർസെക്ഷൻ ബി എംറ്റി സെറ്റാണ്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എംറ്റി സെറ്റ്. ദിസ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പി ഓഫ് എംറ്റി സെറ്റ് എന്താ? 0. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് കിട്ടും. സോ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. അത് ഓർത്ത് വെക്കാം. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. എപ്പോഴാണ് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുന്ന സമയത്ത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇവൻ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ബേസിക് ഡെഫിനേഷൻ പറഞ്ഞു, പ്രോബബിലിറ്റി എന്താണ് ഡിഫൈൻ ചെയ്തു, അഡിഷൻ തിയറം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റിയുമായി കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. കൂടുതൽ പ്രോബ്ലംസും ആ സെഷനിലാണ് ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുക കണ്ടീഷണൽ പ്രോബബിലിറ്റി, ബേസ് തിയറം, റാൻഡം വേരിയബിൾ. ഇങ്ങനെ 4 സെക്ഷനായിട്ടാണ് പ്രോബ്ലംസ് വരിക. 4 സെഷനിലാണ് പ്രോബ്ലം വരിക. ഇതിൽ ഈ സെഷനിലെ പ്രോബ്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ പഠിച്ചാണ്. നിങ്ങൾ 10ാം ക്ലാസ് തൊട്ടേ കേൾക്കുന്ന കാര്യങ്ങളും മ്യൂച്വലി എക്സ്ക്ലൂസീവ് കാര്യങ്ങളും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ ആപ്ലിക്കേഷനായി വരുന്ന പ്രോബബിലിറ്റി പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ അങ്ങനെയുള്ള ഒരു 5-6 പ്രോബ്ലംസ് ചെയ്യും. അതോടുകൂടെ ഒരുവിധം എല്ലാ ടൈപ്പ് പ്രോബ്ലംസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള 5-6 പ്രോബ്ലംസ് ചെയ്ത് തീർത്താൽ ആ ടെൻഷൻ പറയും. ഒരു മിനിറ്റ്, കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ ഒരുങ്ങിയിരുന്നു.
ഒരുങ്ങിയിരുന്നോളൂ. നമ്മൾ ഷടപടെ പ്രോബ്ലം ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ പറയാം. സോ എല്ലാവരും പേപ്പറും പെന്നുമായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. ആദ്യം ഉത്തരം പറയുന്നവർക്ക് ക്യാഷ് പ്രൈസ് ബ്രില്യൻ പോലെ നൽകുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മെസ്സേജ് ക്യാഷ് പ്രൈസ് മെസ്സേജ് നമ്മൾ കുതിരപ്പാവം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നവീൻ സാറിൻ്റെ ക്ലാസ് കണ്ടവർക്ക് അറിയാം, കുതിരപ്പാവം കൊടുത്തിരുന്നു ഓരോ ആൻസറിനും. അതുപോലെ ആൻസർ പറയാൻ റെഡി ആയിരുന്നോളൂ. ഇത്രയും കണ്ടൻറ്റ് മാത്രം മതി. അത്യാവശ്യം പെർമിറ്റേഷൻ കോമ്പിനേഷൻ നോളജും മതി നിങ്ങൾക്ക് ആദ്യത്തെ 6-7 പ്രോബ്ലം ചെയ്യാൻ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ കാണാം. ഒരു മിനിറ്റ്. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു പ്രോബ്ലംസ്. ഫസ്റ്റ് പ്രോബ്ലം വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. എല്ലാവരും നോക്കിക്കോളൂ, പ്രോബ്ലം കൃത്യമായി വായിച്ചോളൂ, ആൻസർ കമൻറ്റ് ചെയ്തോളൂ. നോക്കാം ആദ്യം ആരാണ് പറയുന്നത് നോക്കാം. We have probability of B equal to 3/4, probability of A intersection B intersection C complement തന്നിട്ടുണ്ട്, probability of A complement intersection B intersection C complement ഇത് തന്നിട്ടുണ്ട് 1/3. അങ്ങനെയെങ്കിൽ probability of B intersection C എന്താണെന്നാണ് ചോദ്യം. ക്രിക്കറ്റ് മാനിയാക്ക് 1/9 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വളരെ ക്വിക്കാണ്. ഒരാൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തുടങ്ങാം. പ്രോബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് ABC എന്ന് പറയുന്ന 3 സെറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്നതിൽ നല്ലത് വെൻ ഡയഗ്രാം അല്ലെങ്കിൽ ഈ 3 സെറ്റിനെ സർക്കിൾസായി വരച്ച് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം. ഇതാ ABC. A ഇതാണ്, B ഇതാണ്, C ഇതാണ്. ഓക്കെ, തന്നിട്ടുള്ളത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി 3/4 ആണ് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്, അത് 3/4 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് തന്നിട്ടുണ്ട്. അതേതാ പാർട്ട് ഇവിടെ? എ ഇൻ്റർസെക്ഷൻ ബി, അതായത് ഈ പാർട്ട് മുഴുവൻ വരും അല്ലേ. ആൻഡ് സി കോംപ്ലിമെൻറ്റ് എ ഇൻ്റർസെക്ഷൻ ബിയിലുള്ളതും സിയിലില്ലാത്തതുമായിട്ടുള്ള ഭാഗം, വിച്ച് മീൻസ് ദിസ് പാർട്ട് ആണോ? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഈ പാർട്ടായിരിക്കും, റൈറ്റ്? ആ പാർട്ടായിരിക്കും. ഇനി അതെന്ന് എത്രയാണ് തന്നിട്ടുണ്ട്? 1/3 ആണെന്ന് തന്നിട്ടുണ്ട്. ദിസ് ഈസ് 1/3. ഇനി പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്. സിയിലില്ല, എയിലില്ല, ബിയിൽ മാത്രമുള്ള ഭാഗം. അങ്ങനെയുള്ള ഭാഗം ഏതാ? ദിസ് പാർട്ട്, ഈ ഗ്രീൻ ഷെയ്ഡഡ് റീജിയൻ ആണ് അങ്ങനെയുള്ളത്. അതും തന്നിട്ടുണ്ട്. എത്രയാണ്? 1/3. പിന്നെ തന്നൊരു കാര്യം എന്താണ്? മൊത്തം ബിയുടെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ബിയുടെ പ്രോബബിലിറ്റി അത് 3/4 ആണ്. അപ്പോൾ ഈ പാർട്ടിൻ്റെ പ്രോബബിലിറ്റി പ്ലസ് ഈ യെല്ലോ ഷെയ്ഡഡ് റീജിയൻ്റെ പ്രോബബിലിറ്റി പ്ലസ് ഈ പാർട്ടിൻ്റെ ബാക്കിയുള്ളതിൻ്റെ പ്രോബബിലിറ്റി അല്ലേ 3/4. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു probability of B equal to probability of green shaded region നമുക്ക് എങ്ങനെ എഴുതാം? A complement intersection B intersection C complement plus probability of yellow shaded region എങ്ങനെ എഴുതാം? A intersection B intersection C complement plus പിന്നെ ബാക്കിയുള്ള എന്താ? ഷെയ്ഡ് ചെയ്യാത്ത ഈ റീജിയൻ ആണല്ലേ ബിയിലുള്ളത്. ആ റീജിയൻ ഏതാണ് ആക്ച്വലി? C intersection B ആണ്. C intersection B ആണ്. സോ പ്രോബബിലിറ്റി ഓഫ്
B intersection C. So this is equal to, ഇത് തന്നിട്ടുണ്ട് എത്രയാ 1/3 പ്ലസ് ലെഫ്റ്റ് പ്രോബിലിറ്റി ഓഫ് ബിയും തന്നിട്ടുണ്ട് 3/4 1/3 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് തന്നിട്ടുണ്ട് 1/3 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതാണ്. സോ 1/3 പ്ലസ് 1/3 2/3 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി is equal to probability of B intersection C equal to 3/4 എന്ന് കിട്ടും. Probability of B intersection C എന്ന് പറയുന്നത് എന്താ 2/3 minus 2/3 sorry 3/4 minus 2/3 വരും. So 1/12 എന്ന് വരും. 1/12 9 minus 8 1/12 എന്ന് വരും. 1/12 ഓപ്ഷനിലുണ്ടോ? 1/12 ഓപ്ഷനിലുണ്ടോ? ശ്രീലതാ പിള്ളൈ 1/12 എന്ന് പറഞ്ഞു. ഓക്കെ, ശ്രീലതാ പിള്ളൈ അമാൻസായി 1/9 യെസ് ഓപ്ഷൻ 4. ഓക്കെ, ക്രിക്കറ്റ് മാനിയാക്ക് 1/9 പറഞ്ഞ സ്ഥിതിക്ക് അത് തെറ്റാണ്. ക്രിക്കറ്റ് മാനിയാക്ക് കാൽക്കുലേഷൻ ഒന്നുകൂടെ ഉറപ്പിക്കുക. സോറി ഒന്നും പറയണ്ട, തെറ്റുന്നതിന് ഒരു വിഷയമില്ല, ഇവിടെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ശ്രീലതാ പിള്ള യുവർ റൈറ്റ്. ഓപ്ഷൻ നമ്പർ 1/12 ആണ് റൈറ്റ് ആൻസർ. ശ്രീലതാ പിള്ള ആമാൻസായി റൈറ്റ്. ക്ലിയർ ആയി? ഓക്കെ, ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ലൈവിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു കാര്യം ഞാൻ പൊളിക്കും. ലൈവിൻ്റെ അവസാനം അതുവരെ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. ലൈവിൻ്റെ അവസാനം ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം. ലൈവിൻ്റെ അവസാനം വരെ ഇരുന്നാലേ ആ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ബ്രില്യൻറ്റ്, വളരെ രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ അവസാനം പൊളിക്കും. അവസാനം വരെ അതോടെ ഉണ്ടായാൽ മതി. 1/12 അജു കെ ജോസ് ആരോ അറിയോ? ഇപ്പോൾ കമൻറ്റ് ചെയ്ത് അജു കെ ജോസ് ആരാണെന്നറിയോ? നമ്മുടെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ മുത്തുപോലത്തെ ഒരു സാറാണ്. അജു കെ ജോസ് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ വെൽക്കം ടു ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാല. സാറ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് കമൻറ്റ് ചെയ്താണ് 1/12. ശരിയാണ് സാറേ, 1/12 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, നോക്കിക്കോളൂ, ചെയ്തോ, തുടങ്ങിക്കോ. അപ്പോൾ നേരത്തെ കുറച്ച് ശ്രീലതി അമാന് ശരിയാക്കിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒമേഗ ബി complex cube root of unity with omega not equal to 1. A fair die is thrown 3 times. R1, R2 and R3 are the numbers obtained on the die. Then the probability that omega raised to R1 plus omega raised to R2 plus omega raised to R3 equal to 0. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് ചെയ്യുക. ഒരു ഡൈ റോൾ ചെയ്തിട്ടാണ് നമ്മൾ R1, R2, R3 സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഡൈ റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് എന്താ? 1, 2, 3, 4, 5, 6 ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും ആവാം അല്ലേ? ഡൈ റോൾ ചെയ്യുമ്പോൾ ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും ആവാം അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ്. ഇനി അപ്പം നമ്മുടെ R1, R2, R3 സെലക്ട് ചെയ്യണം. R1, R2, R3 ഇത് മൂന്നും സെലക്ട് ചെയ്യണം. അത് ഈ സെറ്റിൽ നിന്നാണ് വരുന്നത്. R1, R2, R3 ഈ സെറ്റിൽ നിന്നാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ഒമേഗ റേസ് ടു R1 പ്ലസ് ഒമേഗ റേസ് ടു R2 പ്ലസ് ഒമേഗ റേസ് ടു R3 ഈക്വൽ ടു 0 ആകുന്ന തരത്തിൽ. അങ്ങനെയെങ്കിൽ ഒമേഗ റേസ് ടു R1 പ്ലസ് ഒമേഗ റേസ് ടു R2 പ്ലസ് ഒമേഗ റേസ് ടു R3 0 ആവണമെങ്കിൽ എത്ര രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം? അല്ലെങ്കിൽ ദെൻ പ്രോബബിലിറ്റി ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ചോദ്യം. എനി ആൻസേഴ്സ്? എനി ആൻസേഴ്സ്? ക്രിക്കറ്റ് മാനിയ കം ഓൺ. പ്രോബബിലിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എ എന്ന് പറയുന്നത് ഈവൻറ്റ് സച്ച് ദാറ്റ് ഒമേഗ റേസ് ടു R1 പ്ലസ് ഒമേഗ റേസ് ടു R2 പ്ലസ് ഒമേഗ റേസ് ടു R3 ഈക്വൽ ടു 0 ആകുന്ന ഈവൻറ്റിനാണ് നമ്മൾ എ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എൻ ഓഫ് എ, നമ്മളുടെ ഡെഫിനിഷൻ എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണ് അല്ലേ? എത്ര രീതിയിൽ നിങ്ങൾക്ക് R1, R2, R3 സെലക്ട് ചെയ്യാം? R1, R2, R3 എത്ര രീതിയിൽ, ടോട്ടൽ എത്ര രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം? നോക്കൂ, ഇവിടെ 6 നമ്പേഴ്സ് ഉണ്ട്. R1 എത്ര പോസിബിലിറ്റി ഉണ്ട്?
R1 എത്ര പോസിബിലിറ്റി ഉണ്ട്? 6 പോസിബിലിറ്റി ഉണ്ട്. ഇതേപോലെ തന്നെ R2 എത്ര പോസിബിലിറ്റി ഉണ്ട്? 6 പോസിബിലിറ്റി ഉണ്ട്. R3ക്കും 6 പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ടോട്ടൽ നമ്പർ N of S നമ്മൾക്കറിയാം എന്താ? 6 × 6 × 6 ആണ്, 6 ക്യൂബാണ് N of S എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ഫേവറബിൾ കേസസ്? ഫേവറബിൾ കേസസ് എന്ന് പറഞ്ഞാൽ ഈ സിലക്ഷനിൽ നമ്മളുടെ R1 R2 R3 എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? ω⁻R1 + ω⁻R2 + ω⁻R3 എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ആൻഡ് ഒമേഗ ഈസ് ദ ക്യൂബ് കോംപ്ലക്സ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആൻഡ് വി ഹാവ് ദ റിസൾട്ട് എന്താ? നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, എന്താ? 1 + ω + ω² = 0. റൈറ്റ്? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ω⁻0 + ω⁻1 + ω² = 0. നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ ഒരു കാര്യം മനസ്സിലാവും. ω⁻3k + ω⁻3k + 1 + ω⁻3k + 2 = 0. റൈറ്റ്? നിങ്ങൾ കേക്ക് ഏത് വാല്യൂ വേണമെങ്കിൽ കൊടുത്തോളൂ. ω⁻3k + ω⁻3k + 1 + ω⁻3k + 2 എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി 0. ഈ ഫോമിൽ വരുമ്പോൾ മാത്രമേ ഇത് 0 ആവുകയുള്ളൂ. R1 R2 R3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുത്താൽ ഇത് 0 ആവില്ല. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഈ സം 0 കിട്ടണമെങ്കിൽ നിങ്ങളുടെ R1 അല്ലെങ്കിൽ R2 R3 ഇതിൽ ആരെങ്കിലും ഒരാൾ ഏത് ഫോമിലായിരിക്കണം എന്നറിയോ? 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. രണ്ടാമത്തെ ആൾ ഏത് ഫോമിലായിരിക്കണം? 3യുടെ മൾട്ടിപ്പിൾ +1 എന്ന് പറയുന്ന ഫോമിലായിരിക്കണം. മൂന്നാമത്തെ ആൾ 3യുടെ മൾട്ടിപ്പിൾ +2 എന്ന് പറയുന്ന ഫോമിലായിരിക്കണം. അത് R1 ആവാം, R2 ആവാം, R3 ആവാം. അത് എത്ര രീതിയിൽ എടുക്കാൻ പറ്റും? എത്ര 3യുടെ മൾട്ടിപ്പിൾസ് ഉണ്ട് ഇവിടെ? 3യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കാം? 3k ഫോമിലുള്ള ആളുകളായിരിക്കാം 3 and 6. 3k + 1 ഫോമിലുള്ള ആളുകളായിരിക്കാം 1 and 4. 3k + 2 ഫോമിലുള്ള ആളുകൾ ആയിരിക്കാം 2 and 5. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു R1 3k ഫോമിലുള്ള ആളായിട്ട് എടുക്കുന്നു. R1 എത്ര രീതിയിലെടുക്കാം? 2C1 രീതിയിലെടുക്കാം. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം, അല്ലെങ്കിൽ 2 രീതിയിലെടുക്കാം. R2 എത്ര രീതിയിലെടുക്കാം? 2 രീതിയിലെടുക്കാം. R3 എത്ര രീതിയിലെടുക്കാം? 2 രീതിയിലെടുക്കാം. സോ 2 × 2 × 2. ദിസ് ഈസ് ദ ഫേവറബിൾ ഔട്ട്കം. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? 2/9 എന്ന് ശ്രീലത 32/9 എന്ന് പറയുന്നു. റൈറ്റ്? ഓക്കെ, നമുക്ക് നോക്കാം. ആദിൽ B എന്ന് പറയുന്നു. ജോസ് തോമസ് 2/9 എന്ന് പറയുന്നു. യെസ്, ജോസ് തോമസ് വളരെ പരിചയമുള്ളൊരു പേരാണ് ജോസ് തോമസ്. യെസ്, അമാൻ ഓപ്ഷൻ 2 എന്ന് പറഞ്ഞു. നോക്കാം, ഇതായ ഫേവറബിൾ ഔട്ട്കം. ഞാനിത് R1 3യുടെ മൾട്ടിപ്പിളും R2 3k + 1 R3 3k + 2 ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല, കാരണം എല്ലാം ഒമേഗയാണ്. R1 R2 R3 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. അതായത് R2 3യുടെ മൾട്ടിപ്പിളും R1 3k + 1 ഫോമിലും R3 3k + 2 ഫോമിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇത്രയും രീതിയിൽ ഇവരെ സെലക്ട് ചെയ്യാം. 3kയുടെ മൾട്ടിപ്പിൾ 2 രീതി സെലക്ട് ചെയ്യാം. 3k + 1 3യുടെ മൾട്ടിപ്പിൾ 2 രീതിയിൽ, 3k + 1 ഫോമിലുള്ളത് 2 രീതിയിൽ, 3k + 2 ഫോമിലുള്ളത് 2 രീതിയിൽ, ഇത്ര രീതി സെലക്ട് ചെയ്യാം. ഇനി സെലക്ട് ചെയ്തപ്പോൾ ഞാൻ R1 ഇത്ര രീതി സെലക്ട് ചെയ്യാം, R2 R3 ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇനി സെലക്ട് ചെയ്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര രീതിയിൽ മാറ്റാം? × 3 ഫാക്ടോറിയൽ രീതിയിൽ മാറ്റാം. × 3 ഫാക്ടോറിയൽ രീതിയിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? 3 ഫാക്ടോറിയലും 6ഉം ക്യാൻസലായി. എന്ത് വരും? 2ഉം 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 ക്യാൻസലായി. 6ഉം 6ഉം ക്യാൻസലായി. താഴെ 3 × 9 ഓക്കെ, 3 × 3 9 2/9 എന്ന് വരും അല്ലേ? ഈ 6 ഓൾറെഡി ക്യാൻസൽ ആയതാണ്. ഒരു 2 ഇവിടെ ബാക്കി ഉണ്ടാവും. ഓക്കെ, താഴെ 3 × 3 സോ 2/9. 2/9 is the final answer. 2/9. Option number 3. 2/9. 2/9. 3. Option number 3. Yes, 3 they are right. 2/9. Option 3. 2/9. Yes, Josh Thomas. Adil. Aman. Option 2. Aman ഒന്നുകൂടി ചെക്ക് ചെയ്യൂ. Cricket Maniac. 2/9. ഫൈനലി ക്രിക്കറ്റ് മാനിയാക്ക് ഒരു ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. ക്രിക്കറ്റ് മാനിയാക്ക് ഒരുപാട് കഷ്ടപ്പെട്ടൊരു ആദ്യ ഉത്തരം ക്രിക്കറ്റ് മാനിയാക്ക് തെറ്റിച്ചിട്ടുണ്ട്.
രഹസ്യം മറക്കരുത്, രഹസ്യത്തിനായി കാത്തിരുന്നു. ക്രിക്കറ്റ് മാനിയൊക്കെ ഒരു ഉത്തരം തെറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈനലി കഷ്ടപ്പെട്ട് ക്രിക്കറ്റ് മാനിയൊക്കെ ഒരു ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം അവസാനമാണ് ക്രിക്കറ്റ് മാനിയൊക്കെ 2/9 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓർത്ത് വെച്ചോ. പിന്നെ അടുത്ത കാര്യം, ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഫേവറബിൾ കേസ് വന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, അത് റിപ്പീറ്റ് ചെയ്യാം. ഈ ഫേവറബിൾ കേസ് വന്നതിൽ 2/9 ഫൈനൽ ആൻസർ വരിക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ പറയാം, നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ റെഡിയാണോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ആരെങ്കിലും റെഡി പറയൂ. ശ്രീലത, അമാൻ, ജോസ്, ആദിൽ, ക്രിക്കറ്റ് മാനിയാക്ക്, ആരെങ്കിലും ഒരാൾ റെഡി പറയൂ പ്ലീസ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ ഇനി ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. റെഡി? A and B are randomly chosen from the set 1, 2, 3, etc. 9. Find the probability that the expression ax raised to 4 plus bx cube plus a plus 1 x square plus bx plus 1, വലിയൊരു എക്സ്പ്രഷനാണ്, ഹാസ് പോസിറ്റീവ് വാല്യൂസ് ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ്. ഹാസ് പോസിറ്റീവ് വാല്യൂസ് ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ്. ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. എന്താണ്? എ എക്സ് റൈസ് ടു 4 പ്ലസ് ബി എക്സ് ക്യൂബ് പ്ലസ് എ എക്സ് സ്ക്വയർ, ഞാൻ ഈ എക്സ് സ്ക്വയറിനുള്ളിലേക്ക് എടുത്തു, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്തു, പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 1. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആകുന്ന തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യണം? എയും ബിയും ചൂസ് ചെയ്യണം. എവിടെ നിന്ന് ചൂസ് ചെയ്യണം? ഈ സെറ്റിൽ നിന്ന് ചൂസ് ചെയ്യണം. 1 മുതൽ 1, 2, etc. ഈ സെറ്റിൽ നിന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആകുന്ന തരത്തിൽ എയും ബിയും ഈ സെറ്റിൽ നിന്ന് ചൂസ് ചെയ്യണം. അങ്ങനെയെങ്കിൽ എയും ബിയും അവിടെ നിന്നാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അത് പോസിറ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര ഫേവറബിൾ കേസ് ഉണ്ട് നോക്കണം, ടോട്ടൽ നമ്പർ കേസ് എത്ര എന്ന് നോക്കണം. എയും ബി ടോട്ടൽ നമ്പർ കേസ് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ടോട്ടൽ സിലക്ഷൻസ്. എയും ബിയും ടോട്ടൽ എത്ര രീതി സെലക്ട് ചെയ്യാം? എ എത്ര രീതി സെലക്ട് ചെയ്യാം? 9 രീതി സെലക്ട് ചെയ്യാം. എക്ക് ഇതിലുള്ള 9 വാല്യൂസിൽ ഏത് വേണമെങ്കിൽ കൊടുക്കാം. ബി എത്ര രീതി സെലക്ട് ചെയ്യാം? 9 രീതി സെലക്ട് ചെയ്യാം. സോ ടോട്ടൽ 81 ways, 81 cases. ടോട്ടൽ 81 കേസസ് ഉണ്ട് അല്ലേ, 81 ഔട്ട്കംസ് ഉണ്ട്. ഇനി നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഏതാ? എയും ബിയും വി ക്യാൻ സിലക്ട് എ ആൻഡ് ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് പോസിറ്റീവ്. നമ്മൾ എയും ബി സെലക്ട് ചെയ്യണം സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് പോസിറ്റീവ്. എങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സിനെ, ദിസ് ഈസ് എ 4th ഡിഗ്രി പോളിനോമിയൽ. ഈ പോളിനോമിയൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് റൈസ് ടു 4 പ്ലസ് ബി എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ. ഇനി ഇവരെ അങ്ങ് മാറ്റി എഴുതുന്നു. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 1. ഓക്കെ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 1. സി എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ഇവിടെ എ എക്സ് റൈസ് ടു 4 ബി എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ഈ രണ്ടാൾക്കാരെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രണ്ടാളിലും നമുക്ക് ഇവിടെ നിന്ന് എക്സ് സ്ക്വയറിന് ഔട്ട് സൈഡ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. ഇവിടെ വീണ്ടും എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 1. റൈറ്റ്, അങ്ങനെ കിട്ടും. ആൻസർ വരാനുള്ള സമയമായിട്ടില്ല. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ്. ക്വസ്റ്റ്യൻ അല്ല, ആൻസർ കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ട് സമയമെടുക്കും. ഇനി നമുക്ക് എന്താ ചെയ്യാം? ഇത് രണ്ടും കോമൺ ആണ്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 1 അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 1 ഔട്ട് സൈഡ് എടുത്തു. അങ്ങനെ ഉള്ളിൽ എന്തുണ്ടാവും? എക്സ് സ്ക്വയർ പ്ലസ് 1. നമ്മളതിനെ ഫാക്ടറൈസ് ചെയ്തിരിക്കുന്നു. നമുക്ക് വേണ്ടത് എന്താ? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. ദിസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. ഇതിൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 1
ഗ്രേറ്റർ ദാൻ 0 ആവണം. AX² പ്ലസ് BX പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 ആവണം. ഓക്കെ, അത് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? AB ചൂസ് ചെയ്യാം. അത് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന തരത്തിൽ AB എത്ര രീതിയിൽ ചൂസ് ചെയ്യാൻ നോക്കാം. AX² പ്ലസ് BX പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0, അതായത് ഡിസ്ക്രിമിനൻറ്റ് D ഗ്രേറ്റർ ദാൻ 0. തെറ്റിപ്പോയി, ഡിസ്ക്രിമിനൻറ്റ് D അല്ല, AX² പ്ലസ് BX. നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ അത് ഗ്രേറ്റർ ദാൻ 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കണം? കംപ്ലീറ്റ്ലി എക്സ് ആക്സിന് മുകളിലായിരിക്കണം. കംപ്ലീറ്റ്ലി എക്സ് ആക്സിന് മുകളിലായിരിക്കണം. അത് ഓപ്പൺ ടുവേർഡ്സ് അപ്വേർഡും ആയിരിക്കണം, മുകളിലേക്ക് ഓപ്പൺ ആയിട്ടുള്ളതായിരിക്കണം. അല്ലാതെ തിരിഞ്ഞുള്ള സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പാരബോളയാണ്. ഒന്നുകിൽ അത് മേലേക്കായിരിക്കും അല്ലെങ്കിൽ താഴേക്ക് ഓപ്പൺ ആയിട്ടായിരിക്കും. താഴേക്ക് ഓപ്പൺ ആയിട്ടാണെങ്കിൽ എന്തായാലും അതെന്താവും? എക്സ് ആക്സിൻ്റെ താഴേക്ക് കുറച്ച് പാർട്ട് ഉണ്ടാവും അല്ലേ? അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ അത് താഴേക്ക് വരും. നമുക്ക് വേണ്ടത് f(x) ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. AX² പ്ലസ് BX പ്ലസ് 1 എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് y എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. നിങ്ങൾ എന്ത് എക്സ് വാല്യൂ കൊടുത്താലും ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി എക്സ് ആക്സിന് മുകളിലായിരിക്കണം. കംപ്ലീറ്റ്ലി എക്സ് ആക്സിന് മുകളിലായിരിക്കണം എന്നാണെങ്കിൽ ആ കർവ് എന്ന് പറയുന്നത് ഓപ്പൺ ടുവേർഡ്സ് അപ്വേർഡ് ആയിരിക്കണം. എപ്പോഴാണ് അപ്വേർഡ് ഓപ്പൺ ആയിട്ടുള്ള പാരബോള കിട്ടുക? വെൻ A ഈസ് ഗ്രേറ്റർ ദാൻ 0. A പോസിറ്റീവ് ആവുന്ന സമയത്താണ് അപ്വേർഡ് ടുവേർഡ്സ് മുകളിലേക്ക് തുറന്നിട്ടുള്ള കർവ് കിട്ടുക, മുകളിൽ തുറന്നിട്ടുള്ള പാരബോള കിട്ടുക. അപ്പോൾ A ഗ്രേറ്റർ ദാൻ 0 ആവണം. ഓക്കെ, അതൊന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇത് കംപ്ലീറ്റ്ലി എക്സ് ആക്സിന് മുകളിലാണെന്ന് പറഞ്ഞാൽ ഈ AX² പ്ലസ് BX പ്ലസ് 1 എന്ന് പറയുന്ന ഈ ഫംഗ്ഷന് സീറോസ് ഒന്നും ഉണ്ടാവരുത്. അതായത് അത് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല. എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ f(x) നോട്ട് ഈക്വൽ ടു 0 എന്നാണ് അർത്ഥം. അതായത് AX² പ്ലസ് BX പ്ലസ് 1 നോട്ട് ഈക്വൽ ടു 0. എപ്പോഴാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 0 ഇല്ലാതിരിക്കുന്നത്? റൂട്ട് ഇല്ലാതെ ഉണ്ടാകുന്നത് എപ്പോഴാണ്? റൂട്ട് ഇല്ലാതാവുന്നത് എപ്പോഴാണ്? വെൻ ദ ഡിസ്ക്രിമിനൻറ്റ് ഈസ് ലെസ് ദാൻ 0. ഡിസ്ക്രിമിനൻറ്റ് ലെസ് ദാൻ 0 ആകുമ്പോൾ, D ലെസ് ദാൻ 0 ആകുമ്പോൾ അതിന് റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല. റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ AX² പ്ലസ് BX പ്ലസ് 1 എന്ന് പറയുന്ന ഈ ഇക്വേഷന് ഡിസ്ക്രിമിനൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? D എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഡിസ്ക്രിമിനൻറ്റ് ലെസ് ദാൻ 0 എന്ന് കിട്ടണം. D എന്ന് പറഞ്ഞാൽ എന്താ? B² മൈനസ് 4A. C എന്താ? C ഇവിടെ 1 ആണ്, 4A. ദിസ് മസ്റ്റ് ബി ലെസ് ദാൻ 0. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ B² ലെസ് ദാൻ 4A എന്ന് കിട്ടും. റെഡി? B² ലെസ് ദാൻ 4A എന്ന് കിട്ടും. ഓക്കെ ഓക്കെ B² ലെസ് ദാൻ 4A എന്ന രീതിയിൽ എയും ബിയും ചൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആണ്. ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്കിതാ ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ബിയും എയും എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളത് 1 2 3 etc 9 ആണ് നമ്മുടെ സെറ്റ്. ബിയും എയും എയിൽ നിന്നാണ് വരുന്നത് നോക്കാം. ആദ്യം നമ്മൾ ബി, സപ്പോസ് ബി ഈസ് 1, ദെൻ B² ലെസ് ദാൻ 4A. അപ്പോൾ നമ്മൾ എ എന്തൊക്കെ ചൂസ് ചെയ്യാൻ നോക്കാം. B² എന്ന് പറയുന്നത് 1 ആണ്. 1 ലെസ് ദാൻ 4A എന്ന് കിട്ടണം അല്ലേ? 1 ലെസ് ദാൻ 4A എന്ന് കിട്ടണം. B 1 ആകുമ്പോൾ എ എന്ന് പറയുന്നത് ഏതൊക്കെ ചൂസ് ചെയ്യാം? 1 മുതൽ 9 വരെയുള്ള ഏത് ചൂസ് ചെയ്താലും ഇതാ 1 ചൂസ് ചെയ്താൽ 4 കിട്ടും, 2 ചൂസ് ചെയ്താൽ 8 കിട്ടും. എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു, അവിടെ മുതൽ അങ്ങോട്ടുള്ള എല്ലാവരും സാറ്റിസ്ഫൈ. സോ A ക്യാൻ ബി 1 to 9. അപ്പോൾ ഇവിടെ 9 ആളെ കിട്ടി, 9 കളക്ഷൻ കിട്ടി. ഓക്കെ, ഇനി B2 ആവുന്ന കേസിലോ? B2 ആവുന്ന കേസിൽ B² എന്ന് പറയുന്നത് 4 ആണ്. 4 ലെസ് ദാൻ 4A എന്ന് പറഞ്ഞാൽ 4A എന്ന് കിട്ടണം. 4 ലെസ് ദാൻ 4A എന്ന് കിട്ടണം. A 1 ചൂസ് ചെയ്യാൻ കഴിയുമോ? 1 ചൂസ് ചെയ്യാൽ 4 ലെസ് ദാൻ 4 എന്ന് കിട്ടും. പക്ഷേ 2 മുതൽ അങ്ങോട്ട് എല്ലാവരും ചൂസ് ചെയ്യാം. A എന്ന് പറയുന്നത് 2 to 9 എല്ലാവരെയും ചൂസ് ചെയ്യാം. അവിടെ എത്ര ആളായി? 8 പേരായി. ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. D ലെസ് ദാൻ 0 ആണോ? ഓക്കെ 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 8 പേരെ. ഇനി B3 ആകുമ്പോൾ എന്ത് സംഭവിക്കും? B² എന്ന് പറയുന്നത് 9 ആണ്. 9 ലെസ് ദാൻ 4A എന്ന് വരും. A 1 കൊടുക്കാൻ പറ്റില്ല, A 2 കൊടുത്താൽ പറ്റില്ല, A 3 മുതൽ അങ്ങോട്ട് എല്ലാവരും കൊടുക്കാം. കാരണം 3 കിട്ടുമ്പോൾ 12 ആണ്. 3 മുതൽ അങ്ങോട്ട് എല്ലാം കൊടുക്കാം. A എന്ന് പറയുന്നത് 3 to 9 എത്രയാണ്? 7. ഇനി B4 ആകുമ്പോഴോ? B equal to 4 എന്ന് വരുമ്പോൾ B² is 16 and
16 is less than 4a എന്ന് പറയും. അപ്പോൾ a എന്ന് പറയുന്നത് 4 കൊടുക്കാൻ പറ്റില്ല, 5 മുതൽ അങ്ങോട്ടെല്ലാം കൊടുക്കാം. 5 to 9 എന്ന് പറയുമ്പോൾ എത്ര ആൾ വരുന്നു? 5 ആൾ. B5 ആകുമ്പോൾ ബി സ്ക്വയർ എന്ന് പറയുന്നത് 25 ലെസ് ദാൻ 4a എന്ന് പറയുമ്പോൾ 6 കൊടുക്കാൻ പറ്റില്ല, 7 മുതൽ അങ്ങോട്ട് കൊടുക്കാം അല്ലേ? 7 4 28. ഓക്കെ. എ എന്ന് പറയുന്നത് 7 to 9, 7 8 9, 3 ആൾ കൊടുക്കാം. ഇനി ബി 6 ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ബി ഈക്വൽ ടു 6 ആവുന്ന സമയത്ത് ബി സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. 36 ലെസ് ദാൻ 4a എന്ന രീതിയിൽ ഒരു എ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുമോ? ലെസ് ദാൻ 4a എന്ന് പറയുന്നത് എ 9 ചൂസ് ചെയ്താൽ പോലും ഇത് ശരിയല്ല, 9നെക്കാട്ടും വലുതാണ്. സോ ദിസ് ഇസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ബി 6 വരെയാണ് മാക്സിമം വരെ പോവുക. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് നോ വാല്യൂസ്, എക്ക് നോ വാല്യൂസ്. നമുക്ക് കിട്ടിയത് മൊത്തം എത്ര വാല്യൂസ് ആവുന്ന ആഡ് ചെയ്തോ? 9 + 8 + 7 + 5 + 3. അതാണ് നമ്മളുടെ ഫേവറബിൾ ഔട്ട്കംസ്. വാല്യൂസ്, ടോട്ടൽ വാല്യൂസ് എത്രയായിരുന്നു? 9 × 9 81. ഫേവറബിൾ AB pairs. നമ്പർ ഓഫ് ഫേവറബിൾ AB pairs എത്രയായിരുന്നു? 9 + 8 + 7 + 5 + 3. That is equal to 17, 24, 29, 32. So probability is equal to n of a divided by n of s ആണ്. This is equal to 32 divided by 81. Yes, 32 by 81. Vikash, yes, you're right. 32 by 81. D less than 0.8. 32 by 81. Srilada, good. Vikash. ഇവിടെ ആദിൽ അമാൻ പറയൂ, എന്താണ് ആൻസർ? കിട്ടിയോ? ആദിൽ അമാൻ, ക്രിക്കറ്റ് മാനിയാക്ക്, എല്ലാവരും പറഞ്ഞോളൂ. ഇതിലേതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? നമ്മൾ പാരബോളയുടെ കാര്യം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ കാര്യം എല്ലാവരും ഓർക്കണം. ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് അതിന് റിയൽ റൂട്ട്സ് ഉണ്ടാവുന്നത്. ലെസ് ദാൻ 0 ആകുമ്പോൾ റിയൽ റൂട്ട്സ് ഇല്ല. അതായത് കേർവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എക്സ് ആക്സിന് മുകളിലായിരിക്കും. ആ കാര്യമാണ് ഇവിടെ യൂസ് ചെയ്തത്. ആ കാര്യം അപ്ലൈ ചെയ്താൽ നമ്മൾ 2 ചാപ്റ്ററിലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലേതെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനത് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അവിടെ കുറച്ച് സ്ലോ ആയിട്ടാണ് അവിടെ വരുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാലോ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് സെറ്റ് ഉണ്ട്. ഓഫ് ഓൾ മാപ്പിംഗ് that can be defined from A, B എന്ന് പറയുന്ന 2 സെറ്റ്. A എന്ന് പറയുന്ന സെറ്റ് എന്താ? 1 2 3 4. B എന്ന് പറയുന്ന സെറ്റ് 5 6 7 8 9. അങ്ങനെയെങ്കിൽ a mapping is randomly selected, the chance that the selected mapping is strictly monotonic. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ സെലക്ട് ചെയ്യണം. ഫംഗ്ഷൻ ഫ്രം എ ടു ബി. ഇ എന്ന് പറയുന്നത് എഫ് ഈസ് മോണോട്ടോണിക്. നമ്മുടെ ഇവൻറ്റ് സ്ട്രിക്ട്ലി. പ്രോബബിലിറ്റി ഓഫ് ഇ ആണ് കാണേണ്ടത്. ദിസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. എന്ത് എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി.
ഒരു സെറ്റിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്, അടുത്ത സെറ്റിൽ 5 എലമെൻറ്റ്സ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് നിങ്ങൾക്കറിയാം എത്രയാ? ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി. ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി. ഒരു സെറ്റിൽ m എലമെൻറ്റ്സ് ഉണ്ട്, വേറെ സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ട്. m എലമെൻറ്റ്സ് ഉള്ള സെറ്റിൽ നിന്നും n എലമെൻറ്റ്സ് ഉള്ള സെറ്റിലേക്ക് എത്ര ഫങ്ഷൻസ് ഉണ്ടാവും? n⁻m ഫങ്ഷൻസ് ഉണ്ടാവും എന്നുള്ള ഫോർമുല ഉണ്ട്. അപ്പോൾ ഇവിടെ കോഡൊമൈനിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 5 എലമെൻറ്റ്സ് ഉണ്ട്. ഡൊമൈനിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി പവർ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ്. ഈ ഫോർമുല ഓർത്ത് വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി പവർ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ. രണ്ടാമത്തെ സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം പവർ ആദ്യത്തെ സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം. എയിൽ നിന്നും ബിയിലേക്കാണെങ്കിൽ ഇവിടെ എത്രയാണ്? 5⁴. 5⁴. ഇനി 5⁴ ആണ് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ്. നമുക്ക് വേണ്ട ഫങ്ഷൻസിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് വേണ്ട ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി മോണോട്ടോണിക് ആയിരിക്കണം. സ്ട്രിക്ട്ലി മോണോട്ടോണിക് എന്ന് പറഞ്ഞാൽ അതിന് 2 പോസിബിലിറ്റി ഉണ്ട്. എന്താ സ്ട്രിക്ട്ലി മോണോട്ടോണിക് എന്ന് പറഞ്ഞാൽ? സ്ട്രിക്ട്ലി മോണോട്ടോണിക് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ഇൻക്രീസിങ് ഫങ്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഡിക്രീസിങ് ഫങ്ഷൻ ആയിരിക്കണം. ഇൻക്രീസിങ്ങോ ഡിക്രീസിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഞാനൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്? 1 2 3 4 എന്ന് പറഞ്ഞാൽ 4 ആളുണ്ട്. ഈ 4 ആൾക്കും എന്ത് വേണം? 4 ഇമേജ് വേണം. 4 ആൾക്കും 4 ഇമേജ് വേണം. അപ്പോൾ ഈ 4 ആൾക്കും 4 ഇമേജ് വേണം സച്ച് ദാറ്റ് അത് സ്ട്രിക്ട്ലി മോണോട്ടോണിക് ഫങ്ഷൻ ആയിരിക്കണം. ഒന്നുകിൽ അത് ഇൻക്രീസിങ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കണം. ഒന്നുകിൽ ഇൻക്രീസിങ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കണം. അപ്പോൾ ഇതാ ഈ 4 ആളെടുത്തോ. 1 2 3 4. ഇനി ഇവർക്ക് എന്ത് വേണം? 4 ഇമേജ് വേണം. ഇവർ 4 ആളിലേക്ക് മാപ്പ് ചെയ്യണം. എത്ര രീതിയിൽ എനിക്ക് ഈ 4 ആളെ എടുക്കാം? ഞാൻ ഇവിടുന്ന് ഒരു 4 ആളെ എടുത്തു വെച്ചോ. 5 6 7 8 9 ആണോ എൻ്റെ സെറ്റ്? യെസ്, 5 6 7 8 9. യെസ്, അവിടുന്ന് ഒരു 4 ആളെ എടുത്തു. 5 6 7 8 5 6 7 8 എന്ന് പറഞ്ഞാൽ 4 ആളെ എടുത്തു. 6 ഞാൻ 4 ആളെടുത്തു. 6 7 5 9 4 ആളെ എടുത്തു. ഓക്കെ, ഞാൻ 4 ആളെ സെലക്ട് ചെയ്തു. ഈ 4 ആളെ സെലക്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു? ഇതിനെ അസെൻഡിങ് ഓർഡറിൽ അങ്ങ് നിർത്തി. എന്ത് ചെയ്തു? 5 6 7 9 നിർത്തി. എന്നിട്ട് ആദ്യത്തെ ആളെ 5ലേക്ക് മാപ്പ് ചെയ്തു, രണ്ടാമത്തെ ആളെ 6ലേക്ക് മാപ്പ് ചെയ്തു, മൂന്നാമത്തെ ആളെ 7ലേക്കും നാലാമത്തെ ആളെ 9ലേക്ക് മാപ്പ് ചെയ്തു. ഇതൊരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ ഞാനൊരു 4 ആളെ ഇങ്ങ് എടുത്തു, അവരെ അസെൻഡിങ് ഓർഡറിൽ നിർത്തി, എന്നിട്ട് ഓർഡറിൽ അങ്ങ് മാപ്പ് ചെയ്ത് കൊടുത്തു. അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ കിട്ടി. ഇനി ഞാൻ ഡിസെൻഡിങ് ഓർഡറിൽ നിർത്തി. 9 7 6 5 ഡിസെൻഡിങ് ഓർഡറിൽ നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അവരെ അങ്ങനെ അങ്ങ് മാപ്പ് ചെയ്തു. 9 7 6 5 1നെ 9ലേക്ക്, 2നെ 7ലേക്ക്, 3നെ 6ലേക്ക്, 4നെ 5ലേക്ക്. ഇതൊരു സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ അല്ലേ? എന്താണ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ വേണം, എന്നാലേ ഇത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് 4 എലമെൻറ്റ്സിനെ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയി നിങ്ങൾക്കൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ കിട്ടും, അതിന് കറസ്പോണ്ടിങ് ആയി നിങ്ങൾക്കൊരു ഡിക്രീസിങ് ഫംഗ്ഷനും കിട്ടും. ഏറ്റവും വലിയ എലമെൻറ്റിലേക്ക് 1 മാപ്പ് ചെയ്തു, തൊട്ട് ചെറുതിലേക്ക് 2 മാപ്പ് ചെയ്തു, പിന്നെ ചെറുതിലേക്ക് 3, അങ്ങനെ ചെയ്താൽ ഒരു ഡിക്രീസിങ് ഫംഗ്ഷനായി. ഏറ്റവും ചെറുതിലേക്ക് 1 ചെയ്തു, പിന്നെ അതിനിങ്ങനെ ഇൻക്രീസ് ചെയ്ത് 1 2 3 എന്ന് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെയും ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോയാൽ അതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ ഒരു ഡിക്രീസിങ് ഇൻക്രീസിങ് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. ഓരോ 4 എലമെൻറ്റ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതനുസരിച്ച് ഒരു ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ കിട്ടും. ഓരോ 4 എലമെൻറ്റ്സ് ചൂസ് ചെയ്യുന്നതനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഫംഗ്ഷൻസ് കിട്ടും. മോണോട്ടോണിക് ആയാൽ മതി. സ്ട്രിക്ട്ലി മോണോട്ടോണിക് ആണെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ഇൻക്രീസിങ് അല്ലെങ്കിൽ അത് ഡിക്രീസിങ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ ഇത് ചെയ്താൽ ഇതെങ്ങനെ രീതിയിൽ ചെയ്യാം? അപ്പോൾ ഓരോ 4 എലമെൻറ്റ്സ് നിങ്ങൾ ഇങ്ങനെ 4 എലമെൻറ്റ്സ് ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 2 ഫംഗ്ഷൻ കിട്ടുന്നു. എത്ര രീതിയിൽ 4 എലമെൻറ്റ്സ് ചൂസ് ചെയ്യാം? ബിയിൽ നിന്നും എത്ര രീതിയിൽ 4 എലമെൻറ്റ്സ് ചൂസ് ചെയ്യാം? N(E) ആണ് നമ്മൾ പറയാൻ പോകുന്നത്. 5 എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിൽ നിന്നും 4 എലമെൻറ്റ്സ് ചൂസ് ചെയ്യുന്ന 5C4 രീതിയിൽ ചൂസ് ചെയ്യാം. ഓരോ 4 എലമെൻറ്റ്സ് ചൂസ് ചെയ്യുമ്പോഴും അതിനൊരു ഇൻക്രീസിങ് ഫംഗ്ഷനുണ്ട്, ഒരു ഡിക്രീസിങ് ഫംഗ്ഷനുണ്ട്. അപ്പോൾ ഓരോ 4 എലമെൻറ്റ്സ് ചൂസ് ചെയ്യുമ്പോഴും അതിന് ഒരു 2 സ്ട്രിക്ട്ലി മോണോട്ടോണിക് ഫംഗ്ഷൻ കിട്ടും. സോ 2 times 5C4, അതാണിത് N(E) എന്ന് പറയുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് E എന്ന് പറയുന്നത് ദിസ് ഇസ് 2 times 5C4
divided by total എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത് 5 power 4. This is equal to 10 divided by, right, 5 raised to 4. This is equal to 2 divided by 5 cube. Aman, ഞാൻ ഡൗട്ട് കണ്ടില്ല. ക്രിക്കറ്റ് മാനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്പ്രഷൻ ഈസ് സെഡ് ടു ഹാവ് ഓൺലി റിയൽ റൂട്ട്, സോ എക്സ് കനോട്ട് അസ്യൂം കോംപ്ലക്സ് വാല്യൂസ്. ഓക്കെ, വൈ ഡസ് നോട്ട് ഹാവ് റിയൽ റൂട്ട് എന്നായിരുന്നു? ഓക്കെ, 2 by 125. 2 by 125, യെസ്. $625 എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ടോട്ടൽ പോസിബിലിറ്റി. ഓക്കെ, 2 by 120. ശരിയാണ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? This is 2 by 125. 2 by 125. ഇത് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം ക്രിക്കറ്റ് മാനെയൊക്കെയാണ് ശരിയാക്കിയിരിക്കുന്നത്. ക്രിക്കറ്റ് മാനെയൊക്കെ വളരെ നന്നായി പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ആദ്യം ഒന്ന് തെറ്റിച്ചെങ്കിലും പിന്നെ എല്ലാം ക്രിക്കറ്റ് മാനെയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, 2 by 125 is the right answer. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ. ദ പ്രോബിലിറ്റി ദാറ്റ് റാൻഡംലി സെലക്ടഡ് 2 digit നമ്പേഴ്സ് ബിലോങ്സ് ടു ദ സെറ്റ്. ഈ സെറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യത. 2 digit നമ്പേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 2 digit നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് 10, 11 അങ്ങനെ 99 വരെയാണ് 2 digit നമ്പേഴ്സ് ഉള്ളത്. 10, 11, 99 വരെ 2 digit നമ്പേഴ്സ്. അതായത് ടോട്ടൽ 2 digit നമ്പേഴ്സ് എത്രയാണ്? 92 digit നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 2 digit നമ്പേഴ്സ് 90 ഉണ്ട്, ശരിയല്ലേ? 92 digit നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് വേണ്ട എന്താ? ഇ എന്ന് പറയുന്നത് ഇ ആണ് ഈ സെറ്റ്. n belongs to n such that 2 raised to n minus 2 is a multiple of 3. n എന്ന് പറയുന്നത് 2 digit നമ്പേഴ്സ് ആണ്. ഓക്കെ, 2 raised to n minus 2 is a multiple of 3. 2 raised to n minus 2 is a multiple of 3. ഇത് 3യുടെ ഒരു മൾട്ടിപ്പിളാണ് എന്നാണ് പറഞ്ഞത്. എങ്ങനെ ചെയ്യും? 2 raised to n minus 2 3യുടെ മൾട്ടിപ്പിൾ ആവുന്ന തരത്തിൽ എത്ര രീതിയിൽ നിങ്ങൾക്ക് n ചൂസ് ചെയ്യാം? ഈ 2 digit നമ്പേഴ്സിൽ നിന്നും എത്ര നമ്പേഴ്സ് ചൂസ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. ആരെങ്കിലും ഓപ്ഷൻ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ സാറേ. ശരിയായി പറയുന്നു. ഓക്കെ, ഞാൻ മെല്ലെ ചെയ്ത് തുടങ്ങാണ്. നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്ത ഓപ്ഷൻ പറയാം, ആൻസർ പറയാം. നമുക്ക് നോക്കാം ആരെ ശരിയാക്കുന്നത് നോക്കാം. 2 raised to n minus 2 is a multiple of 3. 2 raised to n minus 2 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to n-നെ 3 minus 1 all power n minus 2 എന്ന് എഴുതാം. റൈറ്റ്, 3 minus 1 all power n minus 2. നിങ്ങൾ ബൈനോമിയൽ എക്സ്പാൻഷനിൽ റിമൈൻഡർ കണ്ടുപിടിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഏത് നമ്പറിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിൻ്റെ ടേംസിലേക്ക് നിങ്ങൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റണം, എന്നാലായിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. റിമൈൻഡർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നമ്പറിലേക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ 3ൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 raised to n-നെ സ്പ്ലിറ്റ് ചെയ്ത് 3 minus 1 എന്ന രീതിയിലാക്കുന്നു. 3 minus 1 all power n ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ സ്റ്റാർട്ടിങ് വിത്ത് 3 raised to n മൈനസ് nc1 3 raised to n minus 1 പ്ലസ്, ഇവിടെ മൈനസ് ആയതുകൊണ്ട് അൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും ഉണ്ടാവും. ബൈനോമിയൽ എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചതാണ്. എറ്റ്സെട്ര പ്ലസ് മൈനസ് 1 raised to n. ലാസ്റ്റ് ടേം എന്ത് വരും? അവിടെ 3 ഉണ്ടാവോ? ഇല്ല, ലാസ്റ്റ് ടേമിൽ 3 ഉണ്ടാവില്ല. തൊട്ട് മുന്നത്തെ ടേം കൂടെ നമുക്ക് എഴുതാം. തൊട്ട് മുന്നത്തെ ടേം എന്ത് വരും? nc n minus 1
കോഎഫിഷ്യൻ്റ് NC(n-1) വരും. 3 n നിന്ന് തുടങ്ങി 3 1 അവസാനിക്കും. പ്ലസ് ലാസ്റ്റ് ടേമിൽ 3 ആണ്, NC(n) ആണ്, അത് 1 ആണ്. അപ്പോൾ ലാസ്റ്റ് ടേമിൽ -1 വരും. പിന്നെ എന്താണ് -2, നമ്മുടെ ഈ -2. ഓക്കെ, നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ ഒരു കാര്യം മനസ്സിലാവും, എല്ലാ ടേംസിലും 3 ഉണ്ട്. ഇവിടെ വരെയുള്ള എല്ലാ ടേംസിലും 3 ഉണ്ട്. സോ 3 ഇൻറ്റു കുറേ ടേംസ്, അതിന് നമ്മൾ k എന്ന് കൊടുത്തു അല്ലേ. 3 ഇൻറ്റു ഇതൊരു മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്, 3k പ്ലസ് -1n-2 എന്ന് വരും. ഇനി നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടില്ലേ? ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കയ്യിൽ 90 നമ്പേഴ്സ് ഉണ്ട്. ഇത് ഏതൊക്കെ നമ്പേഴ്സ് കൊടുക്കുമ്പോഴാണ് ഇത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആവുന്നതെന്നുള്ളതാണ് ചോദ്യം. ഇതിലിതാ ഓൾറെഡി ഈ പാർട്ട് എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. മൊത്തത്തിൽ 3യുടെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ ഈ പാർട്ട് കൂടെ 3യുടെ മൾട്ടിപ്പിൾ ആയേ മതിയാവുള്ളൂ. 3യുടെ മൾട്ടിപ്പിൾ ആയേ മതിയാവുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യും? ഈ പാർട്ട് കൂടെ 3യുടെ മൾട്ടിപ്പിൾ ആയേ മതിയാവുള്ളൂ. അപ്പോൾ ഈ പാർട്ട് കൂടെ 3യുടെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ -1n-ന്റെ 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ അത് 1 ആവും, അല്ലെങ്കിൽ അത് -1 ആവും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് n ഓഡ് ആണോ ഈവൻ ആണോ എന്നതിനനുസരിച്ച് -1n 1 ആകാം, -1 ആകാം. സപ്പോസ് ദിസ് ഇസ് 1 -2 എന്ന് പറയുന്നത് -1 ആയി. ദിസ് ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് -1 -2 എന്ന് പറയുന്നത് -3 ആയി, ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? -1n എന്ന് പറയുന്നത് -1 ആകണം, -1n -1 ആകണം. -1n-2 ഈസ് a multiple of 3 if n is odd. n odd ആകുമ്പോൾ മാത്രമേ അത് മൾട്ടിപ്പിൾ ആവുള്ളൂ. n odd ആവുന്ന രീതിയിൽ എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം? 90 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. അതിൽ എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സിന് n odd ആവുന്ന രീതിയിൽ ചൂസ് ചെയ്യാം? 45 ഓഡ് നമ്പേഴ്സും 45 ഈവൻ നമ്പേഴ്സും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എത്ര രീതിയിൽ ചൂസ് ചെയ്യാം? പ്രോബബിലിറ്റി എന്ന് പറയുന്നത് രീതിയിൽ നിങ്ങൾക്ക് n-നെ ചൂസ് ചെയ്യാം. ടോട്ടൽ എന്ന് പറയുന്നത് 90 ആണ്. 45 ഡിവൈഡഡ് ബൈ 90, ദാറ്റ് ഈസ് 1/2. അല്ലെങ്കിൽ തന്നെ പകുതി ഓടും പകുതി ഈവൻ എന്നുള്ള ഐഡിയ മാത്രം യൂസ് ചെയ്താൽ നിങ്ങൾ എഴുതൊന്നും വേണ്ട. 1/2. 1/2 ഇസ് ദ ആൻസർ. ആർക്കെങ്കിലും ആൻസർ? യെസ്, 1/2. വികാഷ്, യെസ് യു ആർ റൈറ്റ്. ഓപ്ഷൻ ബി 1/2. ക്രിക്കറ്റ് മാനിയാക്ക്, യെസ്. ശ്രീലത പിള്ളൈ, യെസ്. ആദിൽ, ശരിയാണ് ആദിൽ. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ? യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 12 balls are distributed among 3 boxes. 12 balls. B1, B2, etc. B12. ഇങ്ങനെ 12 ബോൾസ് ഉണ്ട്. അതിനെ 3 ബോക്സസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ദ പ്രോബിലിറ്റി ദാറ്റ് ഫസ്റ്റ് ബോക്സ് കണ്ടെയ്ൻസ് 3 balls ഈസ് 3 ബോക്സ് ഉണ്ട്. 1 2 3 ബോക്സ്. 12 ബോൾസ് ഈ 3 ബോക്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ബോക്സിൽ 3 ബോൾ വരാനുള്ള പ്രോബബിലിറ്റി വെച്ച് എത്ര രീതിയിൽ നമുക്കിത് ചെയ്യാം? എത്ര രീതിയിൽ? ടോട്ടൽ നമ്പർ ഓഫ് വേസ്. ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് വേസ് 12 ബോൾ ഉണ്ട്. ഈ 12 ബോളിനെ 3 ബാഗിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എത്ര രീതിയിൽ ചെയ്യാം? ആദ്യത്തെ ബോളിന് എത്ര പോസിബിലിറ്റി ഉണ്ട്? 3 ബാഗിൽ ഏത് വേണമെങ്കിൽ പോവാം. ആദ്യത്തെ ബോളിന് 3 പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ ബോളിന് എത്ര പോസിബിലിറ്റി ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അതുപോലെ ഈ 12 ബോൾസിനും 3 പോസിബിലിറ്റീസ് ഉണ്ട് ഇല്ലേ? ഒന്നുകിൽ അത് ആദ്യത്തെ ബാഗ് പോവാം, രണ്ടാമത്തെ ബാഗ് പോവാം, മൂന്നാമത്തെ ബാഗ് പോവാം. ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാം. 3 × 3 × etc. × 3 12 times. 12 times. This is equal to 3 raised to 12. So this is the
ടോട്ടൽ നമ്പർ ഓഫ് വേസ് ടോട്ടൽ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഫസ്റ്റ് ബാഗിൽ 3 ബോളുള്ള കേസാണ്. ഫസ്റ്റ് ബാഗിൽ 3 ബോൾ. അപ്പോൾ നമ്മൾ ഈ 12 ബോൾ നമ്മുടെ കയ്യിലുണ്ട്. ഫസ്റ്റ് ബാഗിൽ 3 ബോൾ വേണം. അതിന് ആദ്യം നമ്മൾ ഫസ്റ്റ് ബാഗിൽ 3 ബോൾ, ബാക്കിയുള്ളവരെ 2-ലും 3-ലും ആയിട്ട് എന്നാണ് നമുക്ക് വേണ്ടത്. ഇനി ഫസ്റ്റ് ബാഗിൽ 3 ബോൾ ആകാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു 3 ബോൾസിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, 3 ബോൾ സെലക്ട് ചെയ്യും. എന്നിട്ടത് ഫസ്റ്റ് ബാഗ് കൊണ്ടുവരണം. റൈറ്റ്, നമ്മൾ ഇ എന്ന് പറയുന്ന ഇവൻ്റെ എടുത്തു. ഫസ്റ്റ് ബാഗ് contains 3 balls. First bag contains 3 balls. അങ്ങനെയെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ എന്താണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എന്ത് വേണം? എൻ ഓഫ് ഇ വേണം. ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 3/12. എൻ ഓഫ് ഇ എങ്ങനെ വേണം? അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ബാഗിൽ 3 ബോൾ ആവുന്നത് ആദ്യം നമ്മൾ 3 ബോൾ ചൂസ് ചെയ്യണം. വി നീഡ് ടു ചൂസ് 3 balls. 12 ബോൾസ് ഉണ്ട്. അതിൽ നിന്ന് 3 ബോൾസ് എങ്ങനെ ചൂസ് ചെയ്യാം? 12 ബോൾസ് ഉണ്ട്. അതിൽ 3 ബോൾസ് എങ്ങനെ സെലക്ട് ചെയ്യാം? സിലക്ഷൻ, കോമ്പിനേഷൻ 12C3 രീതിയിൽ ചൂസ് ചെയ്യാം. 12C3 രീതിയിൽ നമുക്ക് 3 ബോൾസ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 ബോൾസ് യൂസ് ചെയ്തു. അതിന് ഇവിടെ കൊണ്ടിട്ടു. ഇവരുമായിട്ടുള്ള പരിപാടി കഴിഞ്ഞു. ആ 3 ബോൾസിൻ്റെ പരിപാടി കഴിഞ്ഞു. ബാക്കി എന്തുണ്ട്? 12 ബോൾസ് ഉണ്ട്. ആ 12 ബോൾസിൽ 9 ബോൾസ് ഉണ്ട്. ആ 9 ബോൾസ് ഉറങ്ങല്ല സാർ, ഇവിടെ ഒരു സാറ് ഇരിക്കുന്നുണ്ട്. അത് വേറൊരു രഹസ്യമാണ്. അത് നമുക്ക് അവസാനം പറയാം. സാറ് ഉറങ്ങുന്നു. സാറേ ഉറങ്ങുന്നത് ഇതാ. പിന്നെ 12C3 രീതിയിൽ നമുക്ക് ബോൾ ചൂസ് ചെയ്യാം. ആ ബോളിനെടുത്ത് ആദ്യത്തെ ബാഗിലിട്ട്. പിന്നെയുള്ള 2 പേര് നിങ്ങൾ ആരും ഉറങ്ങരുതിട്ടാ. ഉറങ്ങാണ്ട് കമൻറ്റ് ചെയ്യണം. 1/2 ഇതാ നിങ്ങളെ ആൻസർ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യട്ടോ. ഇതാ ആൻസറായി. ഇതിന് കൂടുതലൊന്നും ചെയ്യാനില്ല. 12C3 3 ബോൾ ചൂസ് ചെയ്ത് വിട്ടു. ബാക്കിയുള്ള 9 ബോളിൻ്റെ കാര്യം തീരുമാനമാക്കണം. ബാക്കിയുള്ള 9 ബോളിൽ ഓരോ ബോളിനും എത്ര പോസിബിലിറ്റി ഉണ്ട്? ബാക്കിയുള്ള 9 ബോളിൽ ഓരോ ബോളിനും 3 പോസിബിലിറ്റി ഇല്ല. കാരണം ഇവിടെ 3 ആളെ പാടുള്ളൂ. അവരെ നമ്മൾ എടുത്തിട്ടു. ഓരോ ബോളിനും എന്ത് പോസിബിലിറ്റി ഉണ്ട്? 2 പോസിബിലിറ്റി വീതമുണ്ട്. അപ്പോൾ 2 അങ്ങനെ എത്ര ബോൾസാ? 9 ബോൾസ്. സോ 12C3 into 2/9. 12C3 into 2/9 പോസിബിലിറ്റീസ്. അത്രയും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ബാഗിൽ 3 ബോൾ കിട്ടുന്ന വിധത്തിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയായിരുന്നു? 3/12. സോ ദിസ് ഈസ് ഈക്വൽ ടു 12C3 എന്താണ്? എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? 12C3 എന്ന് പറഞ്ഞാൽ 12 into 11 into 10 divided by 6 into 2/9 all divided by 3/12. ശരിയാണോ? ഓക്കെ, 12 into 11 into 10 divided by 6 into 3 cube into 2/3 all raised to 9 ഇങ്ങനെ എഴുതാം. ഇസ് ഇറ്റ് റൈറ്റ്? താഴത്തെ 3/9 3 ക്യൂബിനെയും ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താ? ഈ 6ഉം 12ഉം ക്യാൻസലായി. 2/10 3/9. ഓക്കെ, 11 into 10 into 2. താഴത്തെ 6ഉം ഈ 12ഉം ക്യാൻസലായി. മേലുള്ളൊരു 2, ആ 2 ഇവിടെ വന്നു. ഓക്കെ, divided by 3 cube into 2/3 all raised to 9. ഓക്കെ, ഓപ്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, 12C3 into 2/9 12 3 yes. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. യെസ്. സോ ദിസ് ഈസ് 110 ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ. നമ്മൾ എന്ത് ചെയ്തു? ഈ 2നെയും ഈ ഇവിടെ നിന്ന് ഒരു 3നെയും കൂടി അങ്ങോട്ട് എടുത്തിട്ടു. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഓപ്ഷനിലുള്ള ഫോമിലേക്ക് വരും. സോ 2/3 all raised to 10. സിക്സിൻ്റെ 3 മിസ്സിംഗ് ഉണ്ട്. ഓക്കെ.
6 into 3 മിസ്സിങ് ഇല്ല ഓക്കെ ശരിയല്ലേ 6 into 3 ഇവിടെ കട്ടായില്ലേ 110 divided by 3 square into 2 by 3 all raised to 10. 110 divided by 3 square into 2 by 3 all raised to 10. Option 1. നിയ കുര്യൻ പുതിയ ആളുകൾ വരുന്നുണ്ടല്ലോ നവീൻ ജയകുമാർ ഇപ്പോൾ കമൻറ്റ് വരും 11 രാത്രി പോലും ഉറങ്ങില്ല സാർ ഈ കമൻറ്റിൽ വന്ന് ചാറ്റ് ചെയ്യാനാണെങ്കിൽ മിസ്റ്റർ മനു രവീന്ദ്രൻ നവീൻ ജയകുമാർ നിങ്ങൾ കമൻറ്റിൽ ചാറ്റ് ചെയ്ത് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ കളയരുത് ഇതാരാണെന്ന് എനിക്കറിയില്ല ഈ മനു രവീന്ദ്രൻ ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് പോവും ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞങ്ങൾ പഠിക്കാനാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഇവിടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു പണിയില്ലാത്തവർ വേറെ എന്തെങ്കിലും പണിക്ക് പോവുക അല്ലെങ്കിൽ ആക്റ്റീവായി പ്രോബ്ലത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ബാക്കി നമുക്ക് നേരിട്ട് പറയാം പ്രൊഫസർ മനു രവീന്ദ്രൻ സോ ഇതാണ് ഇതിൻ്റെ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം A and B are two events such that P of A equal to 3/4, P of B equal to 5/8, X and Y are the possible minimum and maximum value of P of A intersection B. A, B എന്ന് പറയുന്ന രണ്ട് ഈവൻസിൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 3/4 പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 5/8 അങ്ങനെയെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ മിനിമവും വേണം മാക്സിമവും വേണം ഒരു കാര്യം ഓർത്തോ എ സബ്സെറ്റ് ഓഫ് അല്ലെങ്കിൽ എക്സ് സബ്സെറ്റ് ഓഫ് വൈ ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സും പ്രോബബിലിറ്റി ഓഫ് വൈയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും എക്സ് സബ്സെറ്റ് ഓഫ് വൈ ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സും പ്രോബബിലിറ്റി ഓഫ് വൈയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും പ്രോബബിലിറ്റി ഓഫ് എക്സ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് വൈ കാരണം കൂടുതൽ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് വൈയിലാണ് അപ്പോൾ ഇതേ കാര്യം നമുക്ക് ഇവിടെ പറയാം എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ് സബ്സെറ്റ് ഓഫ് എ ആണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ് സബ്സെറ്റ് ഓഫ് ബി ആണ് അങ്ങനെയെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും ഓൾസോ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും അപ്പം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയെ കുറിച്ച് ഈ രണ്ട് കാര്യം പറയാം എന്താ അത് 3/4 ചെറുതായിരിക്കും 3/4 ചെറുതായിരിക്കും പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയെ കുറിച്ച് ഇത് പറയാം പ്രോബബിലിറ്റി ഓഫ് ബി അതായത് 5/8 ചെറുതായിരിക്കും ഓക്കെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 3/4 5/8 ചെറുതായിരിക്കും എന്ന് നമുക്ക് പറയാം പ്രോബബിലിറ്റി ഓഫ് ഓക്കെ 3/4 5/8 ചെറുതായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഓക്കെ ഇതിലേതാ ചെറുത് 3/4 ആണോ 5/8 ആണ് ചെറുത് 3/4 5/8 5/8 is less than 3/4 right 5/8 is less than 3/4 അപ്പോൾ നമുക്കെന്ത് പറയാം പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/8 എന്ന് പറയാം ഫസ്റ്റ് കൺക്ലൂഷൻ നമ്മളതിൻ്റെ മാക്സിമം കണ്ടുപിടിച്ചിരിക്കുന്നു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/8 എന്ന് പറയാം ഫസ്റ്റ് പോയിന്റ് ഇനി നമുക്ക് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സംതിങ് എന്ന രീതിയിൽ കിട്ടണം പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സംതിങ് എന്ന രീതിയിൽ കിട്ടണം പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സംതിങ് എന്ന രീതിയിൽ കിട്ടണം സോ 5/8 is the maximum അതിന് നമ്മൾ എന്ത് വിളിച്ചു അതിനെന്തായിരുന്നു വിളിച്ചിട്ടുള്ളത് എക്സ് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ദ പോസിബിൾ മിനിമം ആൻഡ് മാക്സിമം വൈ നമുക്ക് കിട്ടി മാക്സിമം വൈ നമുക്ക് കിട്ടി ഇനി മിനിമം ആണ് കിട്ടേണ്ടത് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സംതിങ് എന്ന രീതിയിൽ കിട്ടണം പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സംതിങ് എന്ന രീതിയിൽ കിട്ടണം അപ്പോൾ നമുക്ക് അഡീഷൻ തിയറം യൂസ് ചെയ്യാം പ്രോബബിലിറ്റി ഓഫ് എ ഉണ്ട് പ്രോബബിലിറ്റി ഓഫ് ബി ഉണ്ട് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിൻ്റെ കാര്യം നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു വി ഹാവ് ദ ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ബി ഓക്കെ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ബി ഇത് തിരിച്ചെടുത്താൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്താ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 3/4 ആണ്
പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 5/8 ആണ്. മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ബി, എ ഇൻ്റർസെക്ഷൻ ബിനെയാണ് നമ്മൾ എ ബി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ. പ്രോബബിലിറ്റി എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ആ സൈഡിലേക്ക് എടുത്താൽ നമുക്കിതിനെ മാറ്റി എങ്ങനെ എഴുതാം. ദിസ് പ്രോബബിലിറ്റി 44/32 റൈറ്റ് ആണോ? 8 3 24 4 5 20. 44/32 minus 1 is less than or equal to probability of A intersection B എന്ന് എഴുതാം. 44 minus 32 എന്താ? 12/32 is less than or equal to probability of A intersection B എന്ന് എഴുതാം. Is it right? എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യും? 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 3/8 എന്ന് വരില്ലേ. 3/8 is less than or equal to probability of A intersection B. അപ്പോൾ ഇതിൻ്റെ മിനിമം കിട്ടി. മിനിമം എന്ന് പറയുന്നത് 3/8 ആണ് മിനിമം. ദാറ്റ് ഈസ് എക്സ്. എക്സും വൈയും കിട്ടി. മിനിമം എന്ന് പറയുന്നത് 3/2 ആണ്. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ സംതിങ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ മിനിമം. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ മാക്സിമം. എന്തുകൊണ്ടാണ് 3/4 എടുക്കുന്നതിന് പകരം 5/2 എടുത്തതെന്ന് വെച്ചാൽ 5/8 ആണ് 3/4 ചെറുത്. അപ്പോൾ ഏറ്റവും ചെറുതായിട്ടാണ് നമ്മൾ മാക്സിമത്തിന് എടുക്കുക. അപ്പോൾ ഇതാണ് മാക്സിമം വാല്യൂ. എക്സും വൈയും കിട്ടി. 3/4 5/8. അങ്ങനെയെങ്കിൽ എക്സ് പ്ലസ് വൈ ആണ് ചോദിച്ചിട്ടുള്ളത്. 3/8 plus 5/8 right equal to 1. 1 is the value of x plus y. 1 is the value of ഇത് ന്യൂമറിക്കൽ ആണ്. ആൻസർ 1 ആണ്. ആർക്കൊക്കെ ആൻസർ കിട്ടി? x plus y is equal to 1. നിയ ഗുഡ്. ഓപ്ഷൻ 1. നിയ ഗുഡ്. ഓപ്ഷൻ 1. ശ്രീലത 1. യെസ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഡിസ്കസ് ചെയ്തോളൂ. ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരാം. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തോളൂ, അറ്റംപ്റ്റ് ചെയ്തോളൂ. എന്നിട്ട് അതിൻ്റെ ആൻസർ കിട്ടുമോ നോക്കൂ. നമ്മൾ വന്നതിന് ശേഷം അടുത്ത കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന കാര്യം പറയും. അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യും. അതിനുശേഷം അവസാനം നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചോളൂ. അത് ശരിയാണോ തെറ്റാണോ നമുക്ക് അപ്പോൾ നോക്കാം. ഈ ഗ്യാപ്പിൽ നിങ്ങളത് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വരുമ്പോഴേക്കും ചോദിച്ചോളൂ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ചെയ്ത പ്രോബ്ലത്തിൽ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കാം.
അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യും. നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് പോകുന്നു. കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓക്കെ, സപ്പോസ് ഞാനൊരു ഡൈ റോൾ ചെയ്യുന്നു. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറയുന്നത് 1 2 3 4 5 6. ഇതാണ് എൻ്റെ സാമ്പിൾ സ്പേസ്. ഞാനൊരു ഡൈ റോൾ ചെയ്താൽ സാമ്പിൾ സ്പേസ് ഇതാണ്. ഇനി ഞാനൊരു ഇവൻറ്റ് ഡിഫൈൻ ചെയ്യുന്നു. ഗെറ്റിംഗ് എ പ്രൈം നമ്പർ. ഒരു പ്രൈം നമ്പർ കിട്ടുന്നതാണ് എൻ്റെ ഇവൻറ്റ്. ഗെറ്റിംഗ് എ പ്രൈം എന്നുള്ളതാണ് ഇവൻറ്റ്. വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ സാമ്പിൾ സ്പേസ് ഇതാണ്. എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ ഓഫ് ഇ എന്താ? എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? 2 3 and 5. 3 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ 6 എലമെൻറ്റ്സ് ഉണ്ട്. 1/2 നിങ്ങൾക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ വെൻ എ ഡൈ റോൾസ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, സപ്പോസ് ഞാൻ നിങ്ങളോട് പറയാണ് ഗിവൺ ആൻ ഈവൻ നമ്പർ കംസ്. ഒരു ഈവൻ നമ്പറാണ് വരുന്നത് എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു. ആൻ ഇവൻറ്റ് ഹാസ് ഓൾറെഡി ഒക്കേർഡ്. ആ ഇവൻ്റ് ഏതാണ്? ഈവൻ നമ്പർ. ഗിവൺ ഡൈ ഷോസ് ആൻ ഈവൻ നമ്പർ. ഒരു ഈവൻ നമ്പറാണ് തരുന്നതെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഈവൻ നമ്പറാണ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സാമ്പിൾ സ്പേസ് എന്തായി? റെസ്ട്രിക്റ്റഡ് ആയി അല്ലേ? നിങ്ങൾക്ക് ഉറപ്പിക്കാം 3 വരില്ല, 5 വരില്ല, 1 വരില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായി? നിങ്ങളുടെ സാമ്പിൾ സ്പേസ് എന്തായി? റെസ്ട്രിക്റ്റഡ് ആയി. പുതിയ സാമ്പിൾ സ്പേസ് എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഈവൻ നമ്പർ ആണ് എന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞു. ഷോസ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം പിന്നെയുള്ള സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ 2 4 6 ആണ്. 2 4 6 ആണ്. പിന്നെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഈവൻറ്റ് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഞാൻ ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗിവൺ ദാറ്റ് ആൻ ഈവൻ നമ്പർ ഒക്കേഴ്സ്, ഈവൻ നമ്പർ കംസ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി ചോദിക്കുന്നു. ചോദിക്കുമ്പോൾ എന്തായി? ഇവിടെ നിങ്ങളുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആയി. പിന്നെ ഇവിടെയുള്ള പ്രൈം നമ്പർ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ എത്ര പ്രൈം നമ്പർ ഉണ്ട്? ഒരു പ്രൈം നമ്പർ ഉണ്ട്. ടോട്ടൽ എത്ര ആളുണ്ട് ഇവിടെ? 3. 1/3 ആയി. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/3 ആയി. മനസ്സിലായോ? ഞാൻ ആദ്യം ഒരു ഡൈ റോൾ ചെയ്ത് നിങ്ങളോട് ചോദിക്കുന്നതും മറിച്ച് ഗിവൺ ദാറ്റ് അനദർ ഇവൻറ്റ് ഹാസ് ഓൾറെഡി ഒക്കേർഡ് എന്ന് പറഞ്ഞ് അതിനുശേഷം ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ സാമ്പിൾ സ്പേസ് മാറും. ഈവൻ നമ്പറാണ് ഒക്കേർ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പിന്നെ 1നെയും 3നെയും 5നെയും കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. 2 4 or 6 ഇതിലേതെങ്കിലും ഒന്നാ വരിക നിങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ പ്രൈം നമ്പർ ആവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് മാറി. പിന്നെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പ്ലാറ്റ്ഫോം മാറി. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടു. സാമ്പിൾ സ്പേസ് മാറി. ആ സാമ്പിൾ സ്പേസിൽ നിങ്ങളുടെ ഇവൻറ്റിന് എത്ര ഫേവറബിൾ ആയിട്ടുള്ള ആളുണ്ടെന്ന് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് 1/3. റൈറ്റ്? 1/3 എന്നായി മാറി. ഓക്കെ, ഇതിനെയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ഗിവൺ അനദർ ഇവൻറ്റ് ഹാസ് ഓൾറെഡി ഒക്കേർഡ്. ആ കണ്ടീഷൻ, ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു കേസ് നമ്മൾ തന്നു കഴിഞ്ഞു. ഒരു ഇവൻറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ മറ്റേ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി, അതിനാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓർത്ത് വെച്ചോളാം. ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി ഗിവൺ ബി ഹാസ് ഓൾറെഡി ഒക്കേർഡ്. A1 ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A intersection B divided by probability of B. Probability of A intersection B divided by probability of B. Probability of A intersection B divided by probability of B. Okay, this is the formula for conditional probability. നിങ്ങൾ ആലോചിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത്. നിങ്ങളുടെ സാമ്പിൾ സ്പേസ് റെസ്ട്രിക്റ്റഡ് ആയി അത് എൻ ഓഫ് ബി ആയി മാറി. സാമ്പിൾ സ്പേസ് ബി ആണ് സംഭവിച്ചത്. അപ്പോൾ എന്തായി? എൻ ഓഫ് ബി ആയി മാറി. എൻ ഓഫ് എസ് മാറി എൻ ഓഫ് ബി ആവും. സാമ്പിൾ സ്പേസ് ബി ആയി ചുരുങ്ങും. ഓക്കെ, ഇനി ആ ബിയിൽ നമുക്ക് വേണ്ട എയുടെ എത്ര ഫേവറബിൾ കേസ് ഉണ്ട്?
ബിയിൽ എയുടെ എത്ര ഫേവറബിൾ കേസ് ഉണ്ടെന്ന് അറിയാൻ അതെന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ രണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എൻ ഓഫ് എസ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ആണ് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഫോർമുല. അത് ഓർത്ത് വെക്കുക. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഒരാൾക്ക് അത് എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത്? ഒരാൾക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾ എ എന്ന് പറയുന്ന ഒരാൾ ഹാസ് 2 കിഡ്സ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ആർ ബോയ്സ്. രണ്ടും ബോയ്സ് ആവാനുള്ള ചാൻസ്. ഞാൻ ചോദിക്കുന്നു രണ്ടും ബോയ്സ് ആവാനുള്ള ചാൻസ്. ഇവിടെ സാമ്പിൾ സ്പേസ് എന്താ? ആദ്യത്തെ ആൾ ബോയ്, രണ്ടാമത്തതും ബോയ് എന്നുള്ളൊരു കേസുണ്ട്. ആദ്യത്തത് ബോയ്, രണ്ടാമത്തത് ഗേൾ എന്നുള്ളൊരു കേസുണ്ട്. ആദ്യത്തത് ഗേൾ, രണ്ടാമത്തത് ബോയ്, ആദ്യത്തതും രണ്ടാമത്തതും ഗേൾ എന്നുള്ളൊരു പോസിബിലിറ്റി. അപ്പോൾ ഇത്രയും പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. ഇത്രയും പോസിബിലിറ്റീസിൽ ബോത്ത് ആർ ബോയ്സ് എന്ന് പറയുന്ന ഒരു കേസേ ഉള്ളൂ. 4 പോസിബിലിറ്റീസ് ഉണ്ട്. 1/4 ആണ് ബോത്ത് ആർ ബോയ്സിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത്. ബോത്ത് ആർ ഗേൾസിൻ്റെ ആണെങ്കിലും ബോത്ത് ആർ ബോയ്സിൻ്റെ ആണെങ്കിലും പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/4 ആണ്. സപ്പോസ് ഞാൻ നിങ്ങളോട് പറയുകയാണ് ആദ്യത്തത് ബോയ് ആണ്. ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞു, ആദ്യത്തത് ബോയ് ആണ്. ജനിച്ചു കഴിഞ്ഞു അല്ല, രണ്ടും ജനിച്ചു കഴിഞ്ഞെങ്കിൽ ആദ്യത്തെ ബോയാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സാറിൻ്റെ കുട്ടി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ. ഞാൻ എൻ്റെ സന്തോഷ വാർത്ത നമുക്ക് പങ്കുവയ്ക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സാറെ കാര്യമായിട്ട് പറയാം. എ എന്ന് പറയുന്നത് മനസ്സാറിൻ്റെ 2 കുട്ടികളും ഇനി അപ്കമിങ് ബേബിയും ബോയ് ആവാനുള്ള പോസിബിലിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുക. അപ്പോൾ മനസ്സാറിന് 2 കുട്ടികളും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിത് പറയുന്നതെങ്കിൽ 1/4 ആണ് അതിൻ്റെ പോസിബിലിറ്റി. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ നവംബറിൽ മനസ്സാറിന് ഒരു ആൺകുട്ടിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആദ്യത്തത് ബോയ് ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ എന്തായി? സാമ്പിൾ സ്പേസ് റെസ്ട്രിക്റ്റ് ചെയ്തു. നിങ്ങൾ ഈ 2 കേസിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ആദ്യത്തെ കുട്ടി ഉണ്ടായി, പിന്നെ അത് ഗേൾ അല്ല നമുക്ക് ഉറപ്പിച്ചു, നമ്മളത് ബോയ് ആണെന്ന് ഉറപ്പിച്ചു. ബി ജി എന്നുള്ള കേസായി. സാമ്പിൾ സ്പേസ് റെസ്ട്രിക്റ്റഡ് ആയി. മനസ്സാറിൻ്റെ കുട്ടികൾ എന്ന് പറയുന്നത് ഇനിയുള്ള അപ്കമിങ് ബേബി അതിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ അടുത്തതും ബോയ് ആവാം, അല്ലെങ്കിൽ അടുത്തത് ഗേൾ ആവാം. കാരണം ഗിവൺ ഫസ്റ്റ് വൺ ഈസ് എ ബോയ്. ഫസ്റ്റ് വൺ ഈസ് എ ബോയ്. ആദ്യത്തെ ബോയ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സാറിൻ്റെ രണ്ടാമത്തെ കുട്ടി ഒന്നുകിൽ ബോയ് ആവാം അല്ലെങ്കിൽ ഗേൾ ആവാം. രണ്ടും ഗേൾ ആവാനുള്ള പ്രോബിലിറ്റിയാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. രണ്ടും ഗേൾ ആവാനുള്ള പ്രോബിലിറ്റി ഇപ്പോൾ എന്തായി? അത് 1/2 ആയി മാറി. അപ്പോൾ രണ്ടാമത്തതിന് ഒരു ഇവൻറ്റ് സംഭവിച്ചു എന്ന് തന്നാൽ അത് മറ്റേതിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യും. ദിസ് ഇസ് കണ്ടീഷണൽ പ്രോബിലിറ്റി. ഓക്കെ, ദിസ് ഇസ് കണ്ടീഷണൽ പ്രോബിലിറ്റി. ഈ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് വെച്ച് നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ തിയറം അതിൻ്റെ ഫോർമുലയിൽ ചെറിയൊരു മാറ്റം വരുന്നതാണ്. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ആണ്, അല്ലേ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ആണ്. ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എഴുതാം. നമുക്കെങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ ആൻഡ് ബി എ പി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. അതുപോലെ എ ഗിവൺ ബി എഴുതിയതിന് പകരം ഞാനിവിടെ സപ്പോസ് പി ഓഫ് ബി ഗിവൺ ബി എ ആണ് എഴുതുന്നതെങ്കിൽ ഇതെന്താണ്? അതും പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? പി ഓഫ് എ വരും, അല്ലേ? പി ഓഫ് എ വരും. ഗിവൺ എ ആസ് ഹാപ്പൻഡ് പി ഓഫ് എ വരും. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിക്ക് നമുക്ക് വേറൊരു ഫോർമുല കിട്ടും. എന്താ? പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു താഴെയുള്ളത് പി ഓഫ് എ. ഇത് നമുക്ക് ബേസ് തിയറത്തിലൊക്കെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇങ്ങനെ പറഞ്ഞത്. ഓർത്ത് വെച്ചോളാം. മൾട്ടിപ്ലിക്കേഷൻ തിയറം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എ ആൻഡ് ബി. ഒന്നുകിൽ ബി നടന്നു കഴിഞ്ഞിട്ട് ബി നടക്കാനുള്ള പ്രോബിലിറ്റി ബി നടന്നു കഴിഞ്ഞ് എ നടക്കുക. ആ രീതിയിൽ നമുക്ക് പറയാം. എയും ബിയും സംഭവിക്കാറ് ബി നടക്കാനുള്ള പ്രോബിലിറ്റി ബി നടന്നു കഴിഞ്ഞ് എ നടക്കുക, അതിനുള്ള പ്രോബിലിറ്റി എന്ന രീതിയിൽ നമുക്കിതിനെ മാറ്റി പറയാം. പി ഓഫ് എ ആൻഡ് ബി രണ്ടും സംഭവിക്കാം, റൈറ്റ്? അല്ലെങ്കിൽ തിരിച്ചും പറയാം, പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ. ഈ ഫോം ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. 2 ഇവൻറ്റ്സ് എ ബി എന്ന് പറയുന്ന 2 ഇവൻറ്റ്സ്. അതിന് നമ്മളെപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്? ഒരു ഇവൻറ്റ് നടക്കാനുള്ള
എ ബി എന്ന് പറയുന്ന രണ്ട് ഇവൻറ്റ്സ്. അതെപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് മറ്റേതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദ സെക്കൻഡ് വൺ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഒക്കറൻസ് ഓഫ് ദ ഫസ്റ്റ് വൺ. ഒരു ഇവൻറ്റ് നടക്കുന്നത് മറ്റേതിൻ്റെ പ്രോബബിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയും. ഒരു ഇവൻറ്റ് സംഭവിച്ചു, ഓക്കെ സംഭവിച്ചു എന്നതുകൊണ്ട് മറ്റേതിൻ്റെ പ്രോബബിലിറ്റിയിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, അത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവൻ്റാണ്. ഒരു ഇവൻറ്റ് സംഭവിച്ചു, ബി ഹാസ് ഒക്കേർഡ് എന്നതുകൊണ്ട് എ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റിയെ പി ഓഫ് എ അത് ബാധിക്കുന്നില്ല. മറ്റൊരു രീതിയിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റീൻ്റെ ടേംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി സംഭവിച്ചു എന്നിട്ട് എ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ കേസ് തന്നെയാണ്. അതായത് എ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി തന്നെയാണ്. ഇത് സംഭവിച്ചുകൊണ്ട് അതിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. പ്രോബബിലിറ്റി ഓഫ് എ തന്നെയാണ്. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആണ്. ഓക്കെ, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. എ ബി ടു ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. എ ബി two events said to be independent if probability of A given B equal to probability of A തന്നെയാണ്. ഇനി അല്ലെങ്കിൽ മറ്റൊരു രീതി പറയാം, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആണെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇത് ഓർത്ത് വെച്ചോ, എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യമാണ്. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. രണ്ട് കുട്ടികൾ, നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻസിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സാം. രണ്ട് കുട്ടികൾ എക്സാം എഴുതുന്നു. ഇവിടെ ഒരു കുട്ടി എക്സാം എഴുതുന്നു, ഇവിടെ ഒരു കുട്ടി എക്സാം എഴുതുന്നു. ഈ കുട്ടി പാസ്സാവുന്ന ഇവൻറ്റിനെ നമ്മൾ എ എന്ന് എടുത്തു. എ ബി an event that first student passes the exam. ബി എന്ന് പറയുന്നത് നമ്മൾ ഈ എടുക്കുന്നത് സെക്കൻഡ് സ്റ്റുഡൻറ്റ് പാസസ് എക്സാം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ ഇല്ല. എന്നാലോചിച്ച് നോക്കി, ഇയാൾ പാസ്സാവുന്നു അയാൾ പാസ്സാവുന്നു തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എ സംഭവിച്ചാൽ ബീനെ പ്രോബബിലിറ്റി അത് ബാധിക്കുന്നില്ല. ഇവൻ പാസ്സായില്ലെങ്കിലും അവൻ പാസ്സാവാനുള്ള പ്രോബബിലിറ്റിയെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി ഇവൻ പാസ്സായില്ലെങ്കിലും അത് മറ്റേ. അപ്പോൾ ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി ഒരേ സ്റ്റുഡൻറ്റ് തന്നെ രണ്ട് എക്സാം എഴുതുന്നു. ഇന്ന് ഫിസിക്സ് എഴുതുന്നു, നാളെ മാത്സ് എഴുതുന്നു. ഫിസിക്സ് പാസ്സായതുകൊണ്ട് മാത്സ് പാസ്സാവണമെന്നില്ല, അല്ലെങ്കിൽ ഫിസിക്സ് പാസ്സായി എന്നതുകൊണ്ട് മാത്സ് പാസ്സാവാനുള്ള പ്രോബബിലിറ്റി അത് ബാധിക്കുന്നില്ല. നിങ്ങൾ വല്ലാതെ പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ ചിലപ്പോൾ അത് ബാധിക്കും. കാരണം എന്താ വെച്ചാൽ ഇന്ന് മാത്സ് പാസ്സായി, മാത്സിന് കൂടുതൽ സമയം പഠിച്ചാൽ ഫിസിക്സ് പാസ്സാവില്ല എന്നൊക്കെ ചോദിക്കാം. അത് കോയിൻ ഇങ്ങനെ നിൽക്കുമോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. കോയിൻ ഹെഡുണ്ടെങ്കിലും മാത്രം ഞാനന്ന് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നാൽ. എന്നോട് ഒരാൾ ചോദിച്ചതാണ് ഒരു ക്ലാസ് എടുത്തപ്പോൾ, സാറേ ഞാൻ 25 പ്രാവശ്യം ചെയ്തു, അതിൽ 20 പ്രാവശ്യവും ടൈലാണ് വന്നത്. അപ്പോൾ പിന്നെ സാറെങ്ങനെയാണ് 1/2 പറയാം? അതൊരു ലിമിറ്റിംഗ് കേസാണ്. നമ്മൾ അത് പറഞ്ഞാൽ കുറച്ചധികം പറയും. അതായത് നമ്മൾ 2 പ്രാവശ്യം ചെയ്താൽ 1 ഹെഡും 1 ടെയിലും കിട്ടുമെന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ 2 പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇതൊരു ലിമിറ്റിംഗ് കേസാണ്. നമ്മൾ ഇൻഫൈനൈറ്റ് ടൈം അല്ലെങ്കിൽ 1000 പ്രാവശ്യം ചെയ്യുമ്പോൾ അതിൻ്റെ സാധ്യത കൂടും, എണ്ണം കൂടും. അതിൻ്റെ 1,00,000 പ്രാവശ്യം കൂടുമ്പോൾ ഇത് 1/2 അടുക്കും. ഇല്ലാതെ 10 പ്രാവശ്യം ചെയ്താൽ 5 ടൈലും 5 ഹെഡും കിട്ടിയിരിക്കും. നമുക്ക് അതല്ല സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ 2 കുട്ടികളും കോപ്പി അടിച്ചാൽ ഇവൻ്റെ വിജയസാധ്യതയും മറ്റവൻ്റെയും ഒരുപോലെയാണെന്ന് ഞാൻ ചോദിക്കരുത്. നമ്മൾ വല്ലാതെ അങ്ങോട്ട് പ്രാക്ടിക്കലായ തിയറി എല്ലാം പാടും. കാരണം നമ്മൾ അങ്ങനെയുള്ള കാര്യമല്ല, നമ്മൾ ഐഡിയൽ കേസാണ് ഫോളോ ചെയ്യുന്നത്. ഇതാലോചിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ കേസ് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അടുത്ത റിസൾട്ട് എ ആൻഡ് ബി ഇൻഡിപെൻഡൻറ്റ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം, എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇവൻ പാസ്സാവുന്നു, ഇവൻ പാസ്സാവുന്നു, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്.
ഇവൻ പാസ്സാവുന്നില്ല, ഇവൻ പാസ്സാവുന്നില്ല, അതും ഇൻഡിപെൻഡൻ്റ് അല്ലേ, അതാണ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്. ഇനി ആദ്യത്തവൻ പാസ്സാവുന്നു, രണ്ടാമത്തവൻ പാസ്സാവുന്നില്ല, അതും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ ആവശ്യം വരുന്ന കാര്യങ്ങളാണ്, ചുമ്മാ പറയുന്നതല്ല. ആദ്യത്തവൻ പാസ്സാവുന്നില്ല, രണ്ടാമത്തവൻ പാസ്സാവുന്നു, അതും ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതാ എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? പി ഓഫ് എ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. പി ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെയാണ്. ഇനി ഇതാ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, അതും എന്തായിരിക്കും? പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻ്റ് ആയിരിക്കും. മൂന്നാമത്തത് എന്താ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻ്റ് ആയിരിക്കും. കാരണം എയും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണ്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി എന്നായിരിക്കും. ഓക്കെ, ഈ 4 കാര്യം പഠിച്ചു വെക്കുക. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പി ഓഫ് എ, പി ഓഫ് ബി, ഇത് മനഃപ്പാടമാക്കിക്കോളാം, നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ 4 കാര്യവും നിങ്ങൾക്ക് പറയാം. എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഈ കാര്യങ്ങളും പറയാം, ഉപയോഗിക്കേണ്ടി വരും, ആവശ്യമായി വരും. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാം, നിങ്ങൾ ഒരു പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കേസാണ്. ആ എക്സാമിൻ്റെ കേസ് വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കിക്കണം അത് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. അത് പ്രത്യേകം തരുമൊന്നുമില്ല. ഓക്കെ, എത്ര കൊണ്ടു നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്താലോ? കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാം. റെഡിയാണോ? കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ തുടങ്ങാം. റെഡിയാണോ? അവിടെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് എത്തുന്നത് വിചാരിക്കുന്നു. ഓക്കെ, ഏതായാലും നമുക്ക് തുടങ്ങാം. 1 ticket is selected at random from 100 tickets numbered 0, 0, 01 etc. 0 100 tickets. അത് 09 അല്ല 99 ആണ് കേട്ടോ. 0, 0, 01 etc. 99 100 ടിക്കറ്റ്സ് അല്ലേ, അപ്പോൾ 99 ആണ്. അപ്പോൾ 0, 0, 01, 02 etc. 99 അത്രയും ടിക്കറ്റ്സ് ഉണ്ട്. സപ്പോസ് എ ആൻഡ് ബി ആർ സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് ഫൗണ്ട് ഓൺ ദ ടിക്കറ്റ്, ദെൻ പി ഓഫ് എ ഈക്വൽ ടു എസ് ഗിവൺ ബി ഈക്വൽ എ ഈക്വൽ ടു 7 ഗിവൺ ബി ഈക്വൽ ടു 0 ഇസ് ഗിവൺ ബൈ. എ എന്താണ്? ടിക്കറ്റ്സ് ഉണ്ട്, നമ്മുടെ കയ്യിൽ കുറേ ടിക്കറ്റ്സ് ഉണ്ട്. എ എന്ന് പറയുന്നത് സമ്മാണ്, ബി എന്ന് പറയുന്നത് പ്രൊഡക്റ്റാണ്. ഓക്കെ, പ്രൊഡക്റ്റാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 7, സമ്മ് 7 ആവണം, ഗിവൺ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ സമ്മ് 7 ആവാനുള്ള പ്രോബബിലിറ്റി. നമുക്ക് ഫോർമുല തന്നെ അപ്ലൈ ചെയ്യാം. എന്താ? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എന്താ എ ഇൻ്റർസെക്ഷൻ ബി? എ ഈക്വൽ ടു 7 ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0 ഓൾ ഡിവൈഡഡ് ബൈ താഴെയുള്ള അയാളുടെ പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 0. ക്ലിയർ ആണോ? ഓക്കെ, ഇനി എ ഈക്വൽ ടു 7ഉം ബി ഈക്വൽ ടു 0ഉം ആവുന്നതിൻ്റെ പ്രോബബിലിറ്റി ആവുന്ന കേസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ സാറേ? ഒന്ന് നോക്കൂ. അതിന് ഇല്ല. എവിടെ? ശ്രീലത, നിയ, ക്രിക്കറ്റ് മാനിയാക്ക്, ആദിൽ, വികാഷ്, എല്ലാവരും വരൂ. നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രോബ്ലം ചെയ്യാം. സാർ, ക്രിക്കറ്റ് മാനിയാക്ക്, നമ്മൾ കളി തുടങ്ങിയിരിക്കുന്നു. നോക്കാം. ക്ലിയറാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്താ? പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 7 ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു, അപ്പോൾ എ ഈക്വൽ ടു 7 ആകുന്ന ആ കേസ് നോക്കണം. എ ഈക്വൽ ടു 7 ആകുന്ന ആ കേസ്, എ ഈക്വൽ ടു 7 ആകുന്ന കേസ്, എ 7 ആവുക എന്ന് പറയുന്നത് സമ്മ് 7 ആവുക. സമ്മ് 7 ആവുന്ന കേസ് ടിക്കറ്റ്സ് ഏതൊക്കെയാണ്? സമ്മ് 7 ആവുന്ന കേസ് ഏതൊക്കെയാണ്? 0, 0 അതൊരു കേസാണ് അല്ലേ. സമ്മ് 7 ആവുന്ന കേസ് 0, 0
അല്ല സോറി 07 16 അല്ലേ 2 5 3 4 4 3 5 2 6 1 7 0 3 4 5 6 7 8 കേസസ് ഉണ്ട്. ഇനി ബി ഈക്വൽ ടു 0 ആവുന്ന കേസസ് ഏതൊക്കെയാണ്? ബി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റ് 0 ആണ്. പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ വൺ ഓഫ് ദം മസ്റ്റ് ബി 0. ഡിജിറ്റ്സിൽ വൺ ഓഫ് ദം മസ്റ്റ് ബി 0. അപ്പോൾ 0 0 ഡെഫിനറ്റ്ലി പ്രൊഡക്റ്റ് 0 ആണ്. 0 1 0 2 എക്സെട്ര, സോറി നോട്ട് എക്സെട്ര, 0 3 0 4 0 5 0 6 0 7 0 8 0 9. ഇതേപോലെ നമുക്ക് എന്ത് പറയാം? 1 0 2 0 3 0 4 0 5 0 6 0 7 0 8 0 9 0. ഓക്കെ, ഓക്കെ. ഓക്കെ, ഇത്രയും കേസാണ് ബി ഈക്വൽ ടു 0. ഇനി നമുക്ക് വേണ്ട എന്താ? നമുക്ക് രണ്ട് സെറ്റും കിട്ടിയിട്ടുണ്ട്. എ ഈക്വൽ ടു 7 ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0 എന്താണ്? എ ഈക്വൽ ടു 7 ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0. അതായത് ഈ രണ്ട് സെറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്താണ്? എ ഈക്വൽ ടു 7 ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു 7 ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0. ഈ സെറ്റിൽ എത്ര ആളുണ്ടാവും? ഒന്ന് നോക്കൂ. ഇതിൽ 0 ഡിജിറ്റ്സ് വരുന്ന എത്ര ആളുണ്ട് നോക്കിയാൽ പറയാം. 0 7 7 0 അല്ലേ? 0 7 7 0. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 7 ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ദിസ് ഇസ് നത്തിങ് ബട്ട് 2 ഡിവൈഡഡ് ബൈ എത്രയാ? എ ഈക്വൽ ടു 7 ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2 ബൈ ടോട്ടൽ എത്രയാ? 100. 2 by 100 ടിക്കറ്റ്സ്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് ഡിനോമിനേറ്റർ എന്താ? പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 0 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 0. പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 0 എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഇവിടെ ഉണ്ട്? 0 മുതൽ 9 വരെ 10, 1 മുതൽ 9 വരെ ഓക്കെ 19 എലമെൻറ്റ്സ് ഉണ്ട്. സോ 19 divided by 100. So the conditional probability എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് നമുക്ക് കിട്ടേണ്ട ഇതായിരുന്നു. പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 7 given ബി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് this is 2 by 100 by 19 divided by 100. 2 by 19. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? 2 by 19. 2 by 19 കിട്ടുന്നുണ്ടോ? 1 by 15 ഈ ഒന്നുകൂടി ചെയ്ത് നോക്കൂ. 1 by 50 ആണ്. വേറെ ആർക്കെങ്കിലും 2 by 19 കിട്ടുന്നുണ്ടോ? 2 by 19. 2 by 19. Option number 2. Option number 2 is the right answer. എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, കിട്ടി. 2 by 9 കിട്ടി. 2 by 19 കിട്ടി. ശ്രീലത, കിട്ടിയോ? എന്താ സ്ഥിതി? ഓക്കെ, ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാനുള്ള രണ്ട് സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. പിന്നെ പ്രോബബിലിറ്റി, കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്തു. വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല. 2 by 19 എന്നുള്ളതാണ് ആൻസർ.
ഒരാൾ 1/50 പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വെയിറ്റ് ചെയ്യുന്നത്. ഒരാൾ കൂടെ 2/19 പറഞ്ഞാൽ നീ ആ ചെയ്തിട്ട് കറക്റ്റ് ചെയ്തോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. This is the problem. E1 E2 be two events such that conditional probabilities, probability of E1 given E2 തന്നിട്ടുണ്ട്. Probability of E1 given E2 തന്നിട്ടുണ്ട്. എത്രയാ? 1/2. Probability of E2 given E1 തന്നിട്ടുണ്ട്. എത്രയാ? 3/4. Probability of E1 intersection E2 തന്നിട്ടുണ്ട് 1/8. E1 intersection E2 തന്നിട്ടുണ്ട് 1/8. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് E1 given E2ൽ നിന്നും പ്രോബബിലിറ്റി ഓഫ് E1 അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് E2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. എന്താണ് പ്രോബബിലിറ്റി ഓഫ് E1 given E2 എന്ന് പറയുന്നത്? നമുക്ക് ഫോർമുല അറിയാം. പ്രോബബിലിറ്റി ഓഫ് E1 intersection E2, probability of E1 intersection E2 divided by probability of E2. Probability of E2. Probability of E1 intersection E2 divided by, yes. അപ്പോൾ നമുക്ക് ഇത് രണ്ടും തന്നിട്ടുണ്ട്. എത്രയാണ്? Probability of E1 given E2 we have 1/2. Probability of E1 intersection E2 എന്താ? 1/8 divided by probability of E2. And now probability of E2 is equal to 1/8 divided by 1/2. This is equal to 1/4. Probability of E2. ഇനി ഇതിൻ്റെ കാര്യം നോക്കാം. Probability of E2 given E1 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് 3/4. Probability of probability of E2 intersection E1 divided by probability of E1. ഇത് തന്നിട്ടുണ്ട് എത്ര? E2 given E1 3/4 is equal to probability of E2 intersection E1 1/8 by probability of E1. Right? Probability of E1. So probability of E1 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/8 divided by 3/4 എന്ന് എഴുതാം. This is equal to 1/6. സാറേ 1/8 by 3/4 1/6 അല്ലേ? ഒന്ന് നോക്കിയാൽ സാറ് കാൽക്കുലേറ്റർ എടുത്തു. നമുക്ക് ഏതായാലും ചെയ്തു പോവാം. പ്രോബിലിറ്റി ഓഫ് E1 ഈക്വൽ ടു 1/6. പ്രോബിലിറ്റി ഓഫ് E2 കിട്ടിയിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് E1 ഇൻ്റർസെക്ഷൻ E2 കിട്ടിയിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. എല്ലാവരും പോയിന്നോ? ശ്രീലത നീയ നമ്മളെ ആദിലും അമ്മാനൊക്കെ ഇവിടെ, വികാഷ് ഇവരെല്ലാം പോയാ? ക്രിക്കറ്റ് മാനിയൊക്കെ മാത്രമുണ്ട്. ക്രിക്കറ്റ് മാനിയൊക്കെ അവസാനം വരെ അവിടെ ഉണ്ടാവണം. ഐ ട്രസ്റ്റ് യു. റെസ്പോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏത് ഓപ്ഷനാണ് ശരിയാണെന്ന് എന്നുള്ളതാണ് ചോദ്യം. പ്രോബിലിറ്റി ഓഫ് E1 ഇന്റർസെക്ഷൻ E2 എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് E2 എന്ന് വെച്ചാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ E1 E2 ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. നോക്കാം നമുക്ക്. പ്രോബിലിറ്റി ഓഫ് E1 ഇന്റർസെക്ഷൻ E2 എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്താ? പ്രോബിലിറ്റി ഓഫ് E1 ഇന്റർസെക്ഷൻ E2 എന്ന് പറഞ്ഞാൽ 1/8 ആണ്. പ്രോബിലിറ്റി ഓഫ് E1ഉം പ്രോബിലിറ്റി ഓഫ് E2 മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് E2, ഓപ്ഷൻ എ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എ. പ്രോബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് E2 മൾട്ടിപ്ലൈ ചെയ്ത് എന്താ? 1/4 ഇൻറ്റു 1/6 എന്ന് കിട്ടും. ദിസ് ഇസ് 1/24. നോട്ട് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് E1 ഇന്റർസെക്ഷൻ E2 അല്ലേ? കാരണം എന്താ? പ്രോബിലിറ്റി ഓഫ് E1 ഇന്റർസെക്ഷൻ E2 1/8. ഓപ്ഷൻ 1 ഈസ് റോങ്. ഓപ്ഷൻ 1 തെറ്റാണ്. കഴിഞ്ഞു. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് എന്താ? പ്രോബിലിറ്റി ഓഫ് E1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് E1 കോംപ്ലിമെൻറ്റ് പ്രോബിലിറ്റി ഓഫ് E2. ഓക്കെ. എന്നാൽ പ്രോബിലിറ്റി രണ്ടാമത്തെ
രണ്ടാമത്തത് പ്രോബബിലിറ്റി ഓഫ് E1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റ്. ഇതിനെ പ്രോബബിലിറ്റി ഓഫ് E1 യൂണിയൻ E2 ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റിനെ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ എന്ന് എഴുതാം. അതുകൊണ്ട് തന്നെ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് E1 യൂണിയൻ E2 എന്ന് എഴുതാം. പ്രോബിലിറ്റി ഓഫ് E1 യൂണിയൻ E2 എന്ന് എഴുതാം. പ്രോബിലിറ്റി ഓഫ് E1 ഉണ്ട്, പ്രോബിലിറ്റി ഓഫ് E2 ഉണ്ട്, പ്രോബിലിറ്റി ഓഫ് E1 ഇൻ്റർസെക്ഷൻ E2 ഉണ്ട്. അത് വെച്ച് നമുക്ക് ചെയ്യാം 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് E1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E2 മൈനസ് പ്രോബബിലിറ്റി ഓഫ് E1 E2 എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് E1 എന്താ? പ്രോബിലിറ്റി ഓഫ് E1 എന്താ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. പ്രോബിലിറ്റി ഓഫ് E1 എന്ന് പറയുന്നത് എന്തായിരുന്നു? യെസ്, പ്രോബിലിറ്റി ഓഫ് E1 1/6, പ്രോബിലിറ്റി ഓഫ് E2 1/4, മറ്റേ 1/8. ഓക്കെ, അത് ചെയ്താൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടും, റൈറ്റ് സൈഡ് കിട്ടും. 1 മൈനസ് 1/4 പ്ലസ് 1/6 മൈനസ് 1/8. ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 പ്ലസ് 4 മൈനസ് 3 divided by 24. 1 minus 7/24 equal to 17 divided by 24. 17 divided by 24 ആണ് കിട്ടിയത്. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് പ്രോബബിലിറ്റി ഓഫ് E1 കോംപ്ലിമെൻറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് E2 എന്നാണ് പറഞ്ഞത്. പ്രോബബിലിറ്റി ഓഫ് E1 കോംപ്ലിമെൻറ്റ് എന്താ? പ്രോബബിലിറ്റി ഓഫ് E1 കോംപ്ലിമെൻറ്റ് പ്രോബബിലിറ്റി ഓഫ് E1 കോംപ്ലിമെൻറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് E1 അല്ലേ പ്രോബബിലിറ്റി ഓഫ് E1 കോംപ്ലിമെൻറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് E2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് P ഓഫ് E1 എന്തായിരുന്നു? 1 മൈനസ് 1/6 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാൽ 5/24. ഇത് ഈക്വൽ ആണോ? അല്ല. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനും തെറ്റാണെന്ന് കിട്ടി. അതോ രണ്ടും ഈക്വൽ അല്ല. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഓൾസോ റോങ്. സെക്കൻഡ് ഓപ്ഷനും റോങ് ആണെന്ന് കിട്ടി. ഓക്കെ, സെക്കൻഡ് ഓപ്ഷനും റോങ് ആണെന്ന് കിട്ടി. ഇനി എന്താണ് തേർഡ് ഓപ്ഷൻ നോക്കാം. തേർഡ് ഓപ്ഷൻ്റെ കാര്യം എന്താ? തേർഡ് ഓപ്ഷൻ്റെ കാര്യം നോക്കിക്കോളൂ. ഓപ്ഷൻ 3 P of E1 intersection E2 complement equal to P of E1 into P of E2. P of E1 intersection E2 complement. E1 intersection E2 complement. Probability of E1 intersection E2 complement. എങ്ങനെ കാണും? E1 intersection E2 എന്ന് പറഞ്ഞാൽ എന്താ? E1 മൈനസ് E1 intersection E2 എന്ന് എഴുതിക്കൂടെ? E1 A but not B ഫോമിലാണ് അല്ലേ? E1 and not E2. E1ൽ നിന്നും E2 പാർട്ട് മൈനസ് ചെയ്യുന്നു അല്ലേ? E1ൽ നിന്നും ഇത് E1ഉം ഇത് E2 ആണെങ്കിൽ E1 ഇൻ്റർസെക്ഷൻ E2 കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ പാർട്ട് വരും, ഷെയ്ഡഡ് പാർട്ട് വരും. ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ E1ൽ നിന്നും ഇൻ്റർസെക്റ്റിംഗ് പാർട്ട് മൈനസ് ചെയ്യുന്നതാണ്. സോ E1 മൈനസ് വിച്ച് ക്വസ്റ്റ്യൻ? ശ്രീലത, ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യൻ ആണെന്നൊന്ന് മെൻഷൻ ചെയ്യൂ. എവിടെ ഏത് പോയിന്റിലാണ് ഡൗട്ട് എന്ന് പറയുമോ? സോ E1 മൈനസ് E1 ഇൻ്റർസെക്ഷൻ E2. E1 മൈനസ് E1 ഇൻ്റർസെക്ഷൻ E2. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് E1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് E1 ഇൻ്റർസെക്ഷൻ E2 എന്ന് മാറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് E1 നമ്മൾ കണ്ടുപിടിച്ചു 1/6 മൈനസ് പ്രോബബിലിറ്റി ഓഫ് E1 ഇൻ്റർസെക്ഷൻ E2 എന്ന് പറഞ്ഞാൽ 1/8. So this is 2/24 equal to 1/12. 2/24 അല്ല 2/48. That is 1/12. 2/48 that is 1/24. E1 intersection is 1/24. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു P ഓഫ് E1 ഇൻറ്റു P ഓഫ് E2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. P ഓഫ് E1 ഇൻറ്റു P ഓഫ് E2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. P ഓഫ് E1 എന്ന് പറയുന്നത് 1/6. സോ ദിസ് ഈസ് ഈക്വൽ ടു P ഓഫ് E1 ഇൻറ്റു P ഓഫ് E2 അല്ലേ? P ഓഫ് E1 ഇൻറ്റു P ഓഫ് E2 എന്താ? P ഓഫ് E1ഉം P ഓഫ് E2
1/6 1/4 1/6 × 1/4 എന്ന് പറഞ്ഞാൽ 1/24 ആണ്. സോ ഓപ്ഷൻ 3 ഈസ് റൈറ്റ്. ഓപ്ഷൻ 4 എന്ന് പറഞ്ഞാൽ 3 പോലെ തന്നെയാണ് E1 ആൻഡ് E2 കോംപ്ലിമെൻ്റ് ആണ് ഇവിടെ ചെയ്തത്. ഇവിടെ ഈ E1 കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ E2 ആണ്. സോ ഞാൻ പറഞ്ഞത് മാറിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതായിരുന്നു തെറ്റ്. ഓപ്ഷൻ 1 2 തേർഡ് ശരിയാണ്. 4 എന്ന് പറഞ്ഞാൽ തേർഡ് പോലെ തന്നെയാണ്. E1 ഇൻ്റർസെക്ഷൻ E2 കോംപ്ലിമെൻ്റ് ആണ് ഇവിടെ. E1 കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ E2 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതും തെറ്റാണെന്ന് കിട്ടും. ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ മതി. അത് ഞാൻ ചെയ്യുന്നില്ല. അതേ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ മതി. സോ തേർഡ് ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. ശ്രീലത ഏത് ക്വസ്റ്റ്യൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത്? ഐ എം നോട്ട് ഗെറ്റിംഗ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. വിച്ച് ക്വസ്റ്റ്യൻ? പ്രീവിയസ് ആണോ ഇതാണോ? ഇതിൽ I'm waiting. ആദ്യമായിട്ട് ഒരാളൊരു ഡൗട്ട് ചോദിച്ചാൽ അത് പറയാതെ എങ്ങനെയാണ്? ശ്രീലത ചെയ്ത് നോക്കുവാണോ? ക്വസ്റ്റ്യൻ ഏതാണെന്ന് ക്ലിയറായി പറഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ഇത് ക്വസ്റ്റ്യനാണ് ഏത് ഓപ്ഷനാണെന്ന് പറയണം. Now it is clear. ഓക്കെ, ഇത് തന്നെയാണ്. ഇതിലേതെങ്കിലും പറയണമെങ്കിൽ പറയാം. ക്ലിയർ ആണെങ്കിൽ ഓക്കെ, നമുക്ക് മൂവ് ചെയ്യാം. ക്ലിയർ? യെസ്. പറയുന്നു. അടുത്ത പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. വേഗം ക്വസ്റ്റ്യൻ ചെയ്യാം. A student appears for test 1, 2 and 3. The student is successful if he passes either in test 1 and 2 or test 1 and 3. ഒന്നുകിൽ 1ഉം 2ഉം പാസ്സാകണം, അല്ലെങ്കിൽ 1ഉം 3ഉം പാസ്സാകണം. The probabilities of student passing test 1, 2 and 3 are respectively PQ and 1/52. 1/52 അല്ല 1/2 ആണ്. 1/52 അല്ല 1/2 ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. If the probability that the student is successful is 1/2, then P into 1 plus Q എന്താണെന്ന്. ഓക്കെ, അപ്പോൾ നോക്കാം. 1, 2, 3 3 ടെസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ പാസ്സാവുന്നത് എ എന്ന് പറയുന്നത് ഞാൻ ഇവൻ്റ് എടുത്തു. ഈ പാസസ് 1. ബി എന്ന് പറയുന്ന ഇവൻറ്റിന് ഞാൻ he passes 2. സി എന്ന് പറയുന്നതിന് he passes 3. സി എന്ന് പറയുന്നത് he passes 3. ക്വസ്റ്റ്യൻ എന്താ? സ്റ്റുഡൻറ്റ് പാസ്സാവാൻ ക്വാളിഫൈ ചെയ്യാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. ആ സ്റ്റുഡൻറ്റ് സക്സസ്ഫുൾ ആവാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ട് 1/2. എപ്പോഴാണ് ആ സ്റ്റുഡൻറ്റ് സക്സസ് ആവുന്നത്? ഒന്നെങ്കിൽ 1ഉം 2ഉം ക്വാളിഫൈ ആണ്, അല്ലെങ്കിൽ 1ഉം 3ഉം ക്വാളിഫൈ ആണ്. 1ഉം 2ഉം ക്വാളിഫൈ ആണ്, അതായത് എയും സംഭവിക്കണം, ബിയും സംഭവിക്കണം ഒന്നുകിൽ, അല്ലെങ്കിൽ എയും സംഭവിക്കണം, സിയും സംഭവിക്കണം. ഇത് രണ്ടും നടക്കുന്ന കേസാണ്, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴാണ് ആ സ്റ്റുഡൻറ്റ് സക്സസ് ആവുന്നത്. പ്രോബിലിറ്റി സക്സസ് ആവുന്നത് ഈ എന്ന് പറയുന്നത് probability that student is successful. ഓക്കെ, ഈ സംഭവിക്കണം. അതായത് പ്രോബബിലിറ്റി ഓഫ് ഇ തന്നിട്ടുണ്ട്. എന്താണ്? 1/2. സ്റ്റുഡൻറ്റ് സക്സസ്ഫുൾ ആവാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ട് 1/2. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എയും ബിയും സംഭവിക്കുന്നു, സി സംഭവിക്കാതിരിക്കുന്നു. അതായത് ഫസ്റ്റ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നു, സെക്കൻഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നു, തേർഡ് ടെസ്റ്റിൽ തോക്കുന്നു. എന്നാലും കുഴപ്പമില്ല. ഇനി രണ്ടാമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടെസ്റ്റും മൂന്നാമത്തെ ടെസ്റ്റും ക്വാളിഫൈ ചെയ്യുന്നു, രണ്ടാമത്തതിൽ തോക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമ്മളതിന് യൂണിയനായി എഴുതണമായിരുന്നു. യൂണിയൻ ഓർ
3 ടെസ്റ്റും ക്വാളിഫൈ ചെയ്യും അല്ലേ? 3 ടെസ്റ്റും ക്വാളിഫൈ ചെയ്തു. ആദ്യത്തേതോ മൂന്നാമത്തതോ, ആദ്യത്തോ രണ്ടാമത്തോ ക്വാളിഫൈ ചെയ്താൽ സക്സസ് ആയി. ഇനി അത് 2 ക്വാളിഫൈ ചെയ്താലും 3 ക്വാളിഫൈ ചെയ്താലും സക്സസ് തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ മാറ്റി എഴുതാം. ഇങ്ങനെ മാറ്റിയതിന് ശേഷം എന്താണ്? ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ബി സി കോംപ്ലിമെൻറ്റ് യൂണിയൻ എ ബി കോംപ്ലിമെൻറ്റ് സി. പ്രോബബിലിറ്റി ഓഫ് എനെ നമുക്കിങ്ങനെ എഴുതാം, യൂണിയൻ എ ബി സി എന്നതിനെ മാറ്റി എഴുതാം. ഓക്കെ, റൈറ്റ്. ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ബി സി കോംപ്ലിമെൻറ്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ബി കോംപ്ലിമെൻറ്റ് സി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ബി സി. പ്രോബബിലിറ്റി ഓഫ് എ ബി സി. എന്തുകൊണ്ട് ഞാൻ ഇതിനിങ്ങനെ മാറ്റി എഴുതിയത്? ഇതെല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. എനിക്കിതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. കാരണം ഇത് സംഭവിക്കുന്നില്ല, ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഇതെല്ലാം സംഭവിക്കാതെ ഇതെല്ലാം എക്സ്ക്ലൂസീവാണ്. അപ്പോൾ എനിക്ക് ഡയറക്റ്റായിട്ട് സമ്മായി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഞാൻ യൂണിയൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞിരുന്നു. ഇനി ഇതിനെങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. കാരണം എന്താണ്? ഇൻ്റർസെക്ഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. കാരണം എയും ബിയും സിയും സി കോംപ്ലിമെൻറ്റും എയും ബിയും എല്ലാം എ കോംപ്ലിമെൻറ്റും എല്ലാവരും തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഇത് എക്സാം എഴുതുന്ന പരിപാടിയാണ്. ഇൻഡിപെൻഡൻ്റ് ആണ്. അത് ഇൻഡയറക്റ്റായി ചോദിക്കുമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിനെല്ലാം അങ്ങനെ മാറ്റി എഴുതാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് സി പ്ലസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി. ഓക്കെ, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി. സോ ദിസ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ തന്നിട്ടുണ്ട്. എന്താ? ഫസ്റ്റ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, അത് പി ആണ്. സെക്കൻഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാനുള്ളത് ക്യൂ ആണ്. തേർഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാനുള്ളത് 1/52 അല്ല, അത് 1/2 ആണ്. അത് മാറ്റി വയ്ക്കുക. പി ഓഫ് എ തന്നിട്ടുണ്ട്, അതെന്താണ്? പി ആണ്. പി ഓഫ് ബി എന്ന് പറയുന്നത് ക്യൂ ആണ്. പി ഓഫ് സി കോംപ്ലിമെൻ്റ് എന്താണ്? 1 മൈനസ് 1/2 ആണ് അല്ലേ? പി ഓഫ് സി തന്നിട്ടുണ്ട്, അതെന്താ? തേർഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാനുള്ളത്, അത് 1/2 ആണ്. സോ പ്ലസ് പി ഓഫ് എ വീണ്ടും പി ഓഫ് ബി കോംപ്ലിമെൻ്റ് എന്താ? പി ഓഫ് ബി ക്യൂ ആണ്. അപ്പോൾ പി ഓഫ് ബി കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? 1 മൈനസ് ക്യൂ. പി ഓഫ് സി എന്താണ്? അത് വീണ്ടും 1/2 പ്ലസ് പി ഇൻറ്റു പി ഓഫ് ബി എന്താ? പി ഓഫ് ബി എന്താണ്? ക്യൂ. പി ഓഫ് സി എന്താണ്? 1/2. ഓക്കെ, ഇതിൻ്റെ എല്ലാം സമ്മ്. ആൻഡ് പി ഓഫ് ഇ തന്നിട്ടുണ്ട്, അത്ര 1/2 ആണെന്ന് തന്നിട്ടുണ്ട്. അത് സക്സസ്ഫുൾ ആവാനുള്ള പ്രോബബിലിറ്റി 1/2 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? പി ക്യൂ മൈനസ് പി ക്യൂ ബൈ 2, റൈറ്റ്? പ്ലസ് പി ബൈ 2 മൈനസ് പി ക്യൂ ബൈ 2 plus PQ by 2, right? And this is PQ minus PQ by 2 plus PQ by 2 ഇവിടെ cancel ആയി പോവും. minus PQ by 2 plus PQ by 2 cancel ആയി. PQ minus PQ by 2 എന്നുള്ളത് PQ by 2 ആയി മാറുന്നു. ദിസ് ഇസ് ഈക്വൽ ടു PQ by 2 അല്ലേ? PQ minus PQ by 2 എന്ന് പറയുന്നത് PQ by 2 ആവും പ്ലസ് P by 2. ദിസ് ഇസ് ഈക്വൽ ടു 1/2. ഈ 2 3 സ്ഥലത്ത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് Q എന്ന് കിട്ടും. P ഇൻറ്റു 1 പ്ലസ് Q എന്ന് കിട്ടും. 1 P into 1 plus Q equal to 1 എന്ന് കിട്ടും. ചോദിച്ചിരിക്കുന്നത് P into 1 plus Q ആണ്. ഓപ്ഷൻ 2 1 ആണ് ആൻസർ. ആൻസർ 1, യെസ്, ഗുഡ്. ഓപ്ഷൻ 2 1.
1/2 ആണ്. അവിടെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക്, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. 1/52 അല്ല 1/2 ആണ് ശ്രീലത. അത് 1/2 എടുത്താണ് ചെയ്യേണ്ടത്. ടൈംസ് ഓഫ് പോൾ മാന്നാനം. ഓക്കെ, ടൈംസ് പോൾ മാന്നാനത്താണല്ലേ. മാന്നാനത്ത് വരാൻ അവസരം കിട്ടിയാൽ ഡെഫിനറ്റ്ലി നമ്മൾ മീറ്റ് ചെയ്യും പോൾ. അവിടെ വെച്ച് കാണാം, നമുക്കപ്പം കാണാം. പോൾ വന്ന് പരിചയപ്പെടണം, പോളിനെ കാണാം. അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. മാന്നാനത്ത് ഞാൻ വന്നിട്ടില്ല. ഓക്കെ, ശ്രീലത 1/2 വെച്ച് ചെയ്യുമ്പോൾ ആൻസർ 1 കിട്ടിയല്ലോ. യെസ്, ആൻസർ ഇസ് 1. ഓക്കെ, നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോയാലോ. അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ അവസാനം ചെയ്യും. എല്ലാ സെഷനിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അവസാനത്തേക്ക് വെക്കാം. സമയം കിട്ടിയാൽ ചെയ്യാം. നമുക്ക് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കൂടി കവർ ചെയ്യാനുണ്ട്. അത് വേഗം കവർ ചെയ്യാം. എന്നിട്ട് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. ടോട്ടൽ പ്രോബബിലിറ്റി തിയറം സിമ്പിളായിട്ട് ഞാൻ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം, ഈ തിയറം എന്താണെന്നോ ഇതിൻ്റെ കാര്യമൊന്നും അറിയണ്ട. നിങ്ങൾ ഇനിയും ഈ തിയറവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങളത് അല്ലാണ്ട് തിയറമൊന്നും ഇല്ലാണ്ട് ആലോചിച്ച് ലോജിക്കലി അപ്ലൈ ചെയ്ത് ചെയ്യും. പക്ഷേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എന്നാൽ വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എനിക്കൊരു സാമ്പിൾ സ്പേസ് ഉണ്ട്. ഞാൻ ആ സാമ്പിൾ സ്പേസിനെ എൻ്റെ കയ്യിലൊരു സാമ്പിൾ സ്പേസ് ഉണ്ട്. ആ സാമ്പിൾ സ്പേസിനെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഇവൻറ്റ്സായി ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്യും. E1, E2, E3, E4 അങ്ങനെ എക്സെട്ര n ഇവൻറ്റ്സായി നമ്മളിതിനെ ഈ സാമ്പിൾ സ്പേസിനെ ഡിവൈഡ് ചെയ്യുന്നു. n ഇവൻറ്റ്സായി സാമ്പിൾ സ്പേസിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇത് എന്ന് പറയുന്നത് മറ്റൊരു ഇവൻ്റാണ്. എ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഇവൻറ്റ്. ദിസ് വൺ എ എന്ന് പറഞ്ഞ മറ്റൊരു ഇവൻറ്റ്. n ഇവൻറ്റ്സായി ഞാൻ ഈ ഡിവൈഡ് ചെയ്യുന്നു. ഈ n ഇവൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയോ. E1 ഇൻ്റർസെക്ഷൻ E2 എന്ന് പറയുന്നത് എന്താണ്? എം ടി ആണ്. അതുപോലെ ഞാൻ E2 ഇൻ്റർസെക്ഷൻ E3 എടുത്താൽ അതൊക്കെ എം ടി ആണ്. കാരണം എല്ലാം ഡിസ്ജോയിൻ്റ് ആണ്. പിന്നെ ഇവരുടെ എല്ലാം യൂണിയൻ എടുക്കുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് സാമ്പിൾ സ്പേസ് കിട്ടും. ഇതാ ഈ റെക്റ്റാങ്കിൾ ആണ് എൻ്റെ കംപ്ലീറ്റ് സാമ്പിൾ സ്പേസ്. ഇവരുടെ എല്ലാം യൂണിയൻ എടുക്കുമ്പോൾ കംപ്ലീറ്റ് സാമ്പിൾ സ്പേസ് കിട്ടും. ഇവരെല്ലാം ഡിസ്ജോയിൻ്റ് ആണ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ E1, E2, E3 എക്സെട്ര En എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ്, മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ്, മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ E1, E2 എക്സെട്ര En എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് ആണ്. എ എന്ന് പറയുന്നത് ഒരു ഇവൻറ്റ്. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്. അങ്ങനെയെങ്കിൽ പി ഓഫ് എയുടെ കാര്യം നമുക്ക് എങ്ങനെ പറയാം? പി ഓഫ് എയുടെ കാര്യം നമുക്ക് എങ്ങനെ പറയാം? എ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി നമുക്കിതാ ഈ പാർട്ട് പ്ലസ് ഈ പാർട്ട് പ്ലസ് ഈ പാർട്ട് അങ്ങനെ എല്ലാ പാർട്ടും കൂടി ചേരുമ്പോഴല്ലേ പി എ ആവുന്നത്. കംപ്ലീറ്റ് എ ആവണമെങ്കിൽ എല്ലാ പാർട്ടും കൂടി ചേരണ്ടേ. അപ്പോൾ എയിൽ E1 എയുടെ എത്ര പാർട്ട് ഉണ്ട് നോക്കുന്നു. അതായത് അതിനെ നമ്മൾ എന്ത് വിളിക്കും? E1 എയുടെ എത്ര പാർട്ട് ഉണ്ട് എന്ന് നോക്കുന്നു. അതിന് നമ്മൾ എങ്ങനെ പറയും? എ ഇൻ്റർസെക്ഷൻ E1 എന്ന് പറയും. പ്ലസ് E2 എയുടെ എത്ര പാർട്ട് ഉണ്ട്? ആ പാർട്ടിനെ നമ്മൾ എങ്ങനെ എഴുതാം? എ ഇൻ്റർസെക്ഷൻ E2 എന്ന് എഴുതാം അല്ലേ. അതുപോലെ എക്സെട്ര En ഉള്ള പാർട്ട് എ ഇൻ്റർസെക്ഷൻ En. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ En. ഇതിനാണ് നമ്മളെന്ന് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ പരിപാടി. എ സംഭവിക്കണമെങ്കിൽ E1, E2, E3 എക്സെട്ര En ഇതെല്ലാം സംഭവിക്കണം. ഇതിനാണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളത് E1, E2, E3 എക്സെട്ര En എന്ന് ആക്കി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, എക്സ്ഹോസ്റ്റീവ് ആണ്. അതുകൊണ്ട് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം അപ്ലൈ ചെയ്യാം. ടോട്ടൽ പ്രോബബിലിറ്റി തിയറം എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പറഞ്ഞ് ഇത് കാണാതെ പഠിച്ച് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ പക്കാ ലോജിക്ക് ഉപയോഗിക്കുക. ലോജിക്ക് ഉപയോഗിച്ചാൽ ഡയറക്റ്റായി നിങ്ങൾക്ക് ഈ സംഭവം നിങ്ങൾ വരും. നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത് ഈ റിസൾട്ടാണ്. ഓക്കെ, പിന്നെ ഓർക്കുക ഈ സാധനം ഉണ്ടല്ലോ, ഈ സംഭവത്തിന് നമുക്ക് ഇന്ന് മാറ്റി എഴുതാം. നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ തിയറം വെച്ച് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 എന്ന് എഴുതാം. പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 എന്ന് എഴുതാം. പ്ലസ് എക്സെട്ര പ്ലസ് പി ഓഫ് En ഇൻറ്റു പി ഓഫ് എ ഗിവൺ. ഈ സംഭവം ഉണ്ടല്ലോ,
ഈ സമ്മാണ് നമ്മളുടെ ബേസ് തിയറത്തിൻ്റെ ഡിനോമിനേറ്റർ. ബേസ് തിയറത്തിൻ്റെ ഫോർമുല വരും, അവിടെ ഡിനോമിനേറ്ററിൽ വരുന്നത് ഈ സമ്മാണ്. ഓക്കെ, ഈ സമ്മാണ് ബേസ് തിയറത്തിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്ന സം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാവും. എ ബാഗ് കണ്ടെയ്ൻസ് n+1 കോയിൻസ്. എ ബാഗ് കണ്ടെയ്ൻസ് n+1 coins. It is known that one of these coins shows heads on both sides. രണ്ട് സൈഡും ഹെഡാണ്. എങ്ങനെ കോയിൻ ഇട്ടാലും ഹെഡ് തന്നെ കിട്ടും. രണ്ട് സൈഡും ഹെഡ്സ് ആണ്. Whereas the other coins are fair. ബാക്കിയുള്ളതൊക്കെ ഒരു കോയിൻ, വൺ കോയിൻ ടു ഹെഡഡ് ആണ്. അത് n coins ബാക്കി എത്ര ഉണ്ട്? n+1 ഉണ്ട് മൊത്തം. ഒന്ന് 2 ഹെഡഡ് ആണ്. ബാക്കിയുള്ള n coins എന്ന് പറയുന്നത് ഫെയർ ആണ് അല്ലേ? ഫെയർ ആണ് അല്ലേ? Whereas other n coins are fair. One coin is selected at random, tossed. ഒരു കോയിൻ സെലക്ട് ചെയ്യുന്നു, വൺ കോയിൻ സെലക്ട് ചെയ്യുന്നു, അത് ടോസ് ചെയ്യുന്നു. വൺ കോയിൻ സെലക്ഷൻ അവിടെ നടക്കുന്നുണ്ട്, അതിനുശേഷം ടോസിങ് നടക്കും. If the probability that toss results in heads is 7/12, ഹെഡ് കിട്ടുന്നത് 7/12 ആണ്. Then find the value of n. Find the value of n. E1 എന്നുള്ളത് ഞാനൊരു ഇവൻ്റായി എടുത്തു. എന്താണ്? സെലക്ടിങ് 2-headed coin. E2 എന്നതിനെ ഞാൻ എടുത്തു. എന്താ? സെലക്ടിങ് ഫെയർ കോയിൻ. ഫെയർ കോയിൻ സെലക്ട് ചെയ്യുന്നത് E2 എന്നെടുത്തു. E1 E2 എന്നെടുത്തു. H എന്നത് ഗെറ്റിംഗ് ഹെഡ്. H എന്നത് ഗെറ്റിംഗ് ഹെഡ്. പ്രോബബിലിറ്റി ഓഫ് എച്ച് തന്നിട്ടുണ്ട്. എത്രയാ പ്രോബബിലിറ്റി ഓഫ് എച്ച്? ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. നമ്മൾ ഏതോ ഒരു കോയിൻ സെലക്ട് ചെയ്ത് അതിന് ടോസ് ചെയ്ത് കഴിയുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. 7/12 എന്ന് തന്നിട്ടുണ്ട്. 7/12. ഇനി നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി തീറാണ് വരാൻ പോകുന്നത്. 7/12. ഈ ഹെഡ് എങ്ങനെയാണ് സംഭവിക്കുക? പ്രോബബിലിറ്റി ഓഫ് ഹെഡിന് നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എച്ചിനെ ഹെഡിന് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ആക്ച്വലി, ഒന്നുകിൽ ഞാനിതാ ഈ 2-headed കോയിൻ സെലക്ട് ചെയ്തിട്ട് അല്ലേ, E1 സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഹെഡ് വീഴണം. ഓക്കെ, അതൊരു സാധ്യത. ഓർ ഞാൻ ഫെയർ കോയിൻ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഹെഡ് വീഴും. രണ്ട് പോസിബിലിറ്റി അല്ലേ? ഓക്കെ, അതിൽ നിന്നും ഹെഡ്. ഈ രണ്ട് പോസിബിലിറ്റി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൾട്ടിപ്ലിക്കേഷൻ തിയറം വെച്ച് നമുക്ക് P1 ഇൻ്റർസെക്ഷൻ H എന്ന് പറയുന്നത് എന്താ? E1ൽ P of E1 ഇൻ്റർസെക്ഷൻ H എന്ന് പറഞ്ഞാൽ P of E1. ആദ്യം E1 സെലക്ട് ചെയ്യണം അല്ലേ? ആദ്യം E1 സെലക്ട് ചെയ്ത് അതിൽ നിന്നും H സംഭവിക്കണം. ഇൻറ്റു P of H given E1 പ്ലസ് P of E2 സെലക്ട് ചെയ്യണം, അതിൽ നിന്നും H സംഭവിക്കണം. H given E2. എന്താ P of E1ഉം P of E2ഉം? P of E1 എന്ന് പറഞ്ഞാൽ എന്താ? 2-headed കോയിൻ. n+1 മൊത്തം n+1 കോയിൻസ് ഉണ്ട്. അതിൽ ഒരു 2-headed കോയിനേ ഉള്ളൂ. 1/n+1 അല്ലേ? ടോട്ടൽ n+1 കോയിൻ, അതിൽ ഒരു കോയിൻ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഇനി P of E2 എന്താ? ഫെയർ കോയിൻ. ഫെയർ കോയിൻ സെലക്ട് ചെയ്യണം. ടോട്ടൽ എത്ര പ്രോബബിലിറ്റി ഉണ്ട്? ടോട്ടൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? അത് ടോട്ടൽ n+1 കോയിൻസ് ഉണ്ട്. അതിൽ ഫെയർ കോയിൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് n ഡിവൈഡഡ് ബൈ n+1. So 1/n+1, n divided by n+1. ഇനി P of H given E1 എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഈ P of H given E1 എന്നതിനെ എങ്ങനെ എഴുതാം? E1 എന്ന് പറയുന്നത് തന്നെ 2-headed കോയിനാണ്. 2-headed കോയിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഹെഡ് വീഴുക എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി എന്താ? ഇറ്റ് ഈസ് എ ഷുവർ ഇവൻറ്റ്. ഉറപ്പാണ് ഹെഡ് വീഴുള്ളൂ. ഇനി P of H given E2 എന്താ? അതെന്താണ്? 1/2 ആണ് അല്ലേ? E2 ആണ് എടുത്തതെങ്കിൽ ഫെയർ കോയിനാണ്. ഫെയർ കോയിനിൽ ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. ഫെയർ കോയിനിൽ ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി P of H given E2 എന്ന് പറയുന്നത് 1/2 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു P of E1 എന്ന് പറയുന്നത് 1/n+1 ഇൻറ്റു 1 പ്ലസ് P of E2 നമ്മൾ എഴുതി എത്രയാ? n/n+1 ഇൻറ്റു P
P of H given into 1 by 2 into 1 by 2. So this is equal to എന്ത് വരും? And P of H തന്നിട്ടുണ്ട് എന്താണ്? 7 by 12. 7 by 12. 7 by 12 is equal to 2 plus n എന്ന് ന്യൂമറേറ്ററിൽ വരും. താഴെ 2 n plus 1 എന്ന് വരും. ശരിയാണോ? Okay, 7 into 2n plus 1 is equal to 24 plus 12n, that is 14n minus 12n equal to 14, right? So n equal to 5. Answer n equal to 5. Srilata, good. Ahalya Krishna, hi madam. Hi. N equal to 5. Answer n equal to 5. ശരിയാണോ? Yes. Option number. Sorry, ഇത് ന്യൂമറിക്കൽ ആണ്. Answer n equal to 5. നമുക്ക് കിട്ടിയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സോറി, അടുത്ത ക്വസ്റ്റ്യന് മുന്നേ നമ്മൾ അടുത്ത ബേസ് തിയറം കൂടി പറയാം. ബേസ് തിയറം. ബേസ് തിയറം എത്രയേ ഉള്ളൂ? ഇപ്പോൾ നമ്മളിതാ നമ്മുടെ കയ്യിൽ വളരെ സിമ്പിളായി അതിനെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ കയ്യിൽ 3 ബാഗ് ഉണ്ട്. മൂന്ന് ബാഗ് ഉണ്ട്. 2 റെഡ് 3 വൈറ്റ് ബോൾസ്, 5 റെഡ് 2 ബ്ലാക്ക് ബോൾ, 3 വൈറ്റ് ബോൾസ്, 4 റെഡ് 1 വൈറ്റ് ബോൾ. ഇങ്ങനെയാണ്. ഓക്കെ. ആൻഡ് ഫസ്റ്റ് ബാഗിനെ ഞാൻ B1 എന്ന് വിളിച്ചു, B2 എന്ന് വിളിച്ചു, B3 എന്ന് വിളിച്ചു. ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് R given B1 എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? B1ൽ നിന്നും റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാം? 2/5 എന്ന് പറയാം. 2 റെഡാണ് ഇവിടെ ഉള്ളത്, മൊത്തം 5 ബോളുണ്ട്. 2/5 ആണ് B1ൽ നിന്നും റെഡ് കിട്ടുക. ഇനി ഞാൻ നേരെ തിരിച്ച് ചോദിച്ചാലോ? ഞാൻ നേരെ തിരിച്ച് ചോദിക്കുന്നു, പ്രോബബിലിറ്റി ഓഫ് B1 given R എന്ന് ചോദിച്ചു. അതായത് എനിക്ക് റെഡ് കിട്ടി, അങ്ങനെയെങ്കിൽ അത് B1ൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി. അതെങ്ങനെ പറയും? അപ്പോൾ റെഡ് കിട്ടി, ഒരു കാര്യം സംഭവിച്ചു, അതിൻ്റെ കാരണം ഇന്നതാവാനുള്ള അതിൻ്റെ പ്രോബബിലിറ്റി അതുമായി ബന്ധപ്പെട്ടാണ്. ഇത് കാരണം, റീസണുമായി ബന്ധപ്പെട്ടതാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. ഒരു കാര്യം സംഭവിച്ചു, അത് ഇന്നതുമൂലം സംഭവിച്ചു എന്നതിൻ്റെ പ്രോബബിലിറ്റി, അതാണ് നമ്മൾ ബേസ് തിയറത്തിൽ പഠിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആറ് സംഭവിച്ചു, അത് B1ൽ നിന്ന് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ B1 കാരണം B1ൽ നിന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫോർമുല ഇതാണ്, പ്രോബബിലിറ്റി ഓഫ് A given B1, probability of B1 given R എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യാൻ അറിയോ? ആദ്യം ഇവനെ അങ്ങ് തിരിച്ചിടാം. ആദ്യം ഇയാളെ ഫ്ലിപ്പ് ചെയ്യുക, പ്രോബബിലിറ്റി ഓഫ് R given B1 എന്ന് എഴുതുക ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B1. ഇനി ഈ ഫോമിൽ B1നെ മാറ്റി B2 ആക്കുക, B3 ആക്കുക, B1 അങ്ങനെ തന്നെ എഴുതുക. ആദ്യം B1ൻ്റെ കാര്യം അങ്ങനെ എഴുതുക. ഡിനോമിനേറ്ററിൽ P ഓഫ് B1 ഇൻറ്റു P ഓഫ് R given B1 എന്ന് എഴുതാം. ഈ B1നെ മാറ്റി എന്ത് ചെയ്യുക? B2 ആക്കുക. P ഓഫ് B2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് R given B2 എന്ന് എഴുതാം, പ്ലസ് P ഓഫ്
B3 into probability of R given B3 എന്ന് എഴുതാം. ഓക്കെ, P of B3 into probability of R given B3 എന്ന് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബേസ് തിയറത്തിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുക. നോക്കൂ എങ്ങനെ ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് B1 എന്ന് പറഞ്ഞാൽ എന്താ, 3 ബാഗ് ഉണ്ട്. 3 ബാഗിൽ പ്രോബബിലിറ്റി ഓഫ് B1 എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്, ഈ 3 ബാഗിൽ ആരെങ്കിലും അധികം ഒന്ന് എടുക്കണം, 1/3 ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് B1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1/3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് R given B1. B1ൽ നിന്നും റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്, 2 divided by 5 all divided by probability of B1 into ഇതേ സംഭവം ഇവിടെ എഴുതാം, 1/3 into 2 divided by 5 പ്ലസ് രണ്ടാമത് പ്രോബബിലിറ്റി ഓഫ് B2 ഇൻറ്റു അത് എത്രയാണ്, പ്രോബിലിറ്റി ഓഫ് B2 അതും 1/3 ആണല്ലേ, 3 ബാഗ്, അതിൽ നിന്നൊരു ബാഗ് ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് B2 R given B2ൽ നിന്ന് R കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ, 5 മൊത്തം എത്ര എലിമെൻറ്റ്സ് ഉണ്ട്, മൊത്തം എത്ര ബോൾസ് ഉണ്ട്, 7 പ്ലസ് പ്രോബിലിറ്റി ഓഫ് B3 എന്ന് പറഞ്ഞാൽ എന്താ, അതും 1/3 ഇൻറ്റു 4/5. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രോബിലിറ്റി റെഡ് ഹാപ്പൻ ചെയ്തു, അത് B1ൽ നിന്നും കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്നുള്ളത് ഈ ഫോമിൽ കാര്യം ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ബേസ് തിയറത്തിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, E1 E2 E3 എക്സെട്ര En എന്ന് പറയുന്ന n ഈവൻസ്. അത് നേരത്തെ നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റി തിയറം പറഞ്ഞ പോലെ തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് ആൻഡ് എക്സോസ്റ്റീവ്. ഓക്കെ, എക്സോസ്റ്റീവ്. അങ്ങനെയെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് പ്രോബബിലിറ്റി ഓഫ് E1 ഗിവൺ എ സംഭവിച്ചു, അത് E1ൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫോർമുല ഇങ്ങനെയാണ് എഴുതേണ്ടത്, പ്രോബബിലിറ്റി ഓഫ് നേരെ തിരിച്ചിടുക, ആളെ നേരെ തിരിച്ചിടുക, എ ഗിവൺ E1 ഇൻറ്റു താഴെയുള്ള ആൾ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിലൊക്കെ നമ്മൾ എഴുതിയ പോലെ പ്രോബബിലിറ്റി ഓഫ് E1 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് E1 പ്ലസ് എക്സെട്ര. E1നെ മാറ്റി ആ സ്ഥാനത്തൊക്കെ E2 കൊടുക്കുക, E3 കൊടുക്കുക, എക്സെട്ര En കൊടുക്കുക. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 ഇൻറ്റു En ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് En. This is called Bayes theorem. ഇങ്ങനെയാണ് ബേസ് തിയറത്തിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർത്തൊക്കെ ബേസ് തിയറത്തിന് കഴിഞ്ഞ 2023 ഒരുപാട് ഷിഫ്റ്റിൽ ബേസ് തിയറം പ്രോബ്ലംസ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് മാത്രമായിരിക്കും ചോദിക്കുക. ഇത് വളരെ ബുദ്ധിമുട്ടാണെന്ന് കരുതി ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യരുത്, തിയറി സ്കിപ്പ് ചെയ്യരുത്. ഇത് പഠിച്ചു വെക്കുക. ചിലപ്പോൾ വളരെ ഡയറക്റ്റ് നിങ്ങൾക്കത് ഇതിൻ്റെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചെയ്യാം. അതാണ് ബേസ് തിയറത്തിൻ്റെ നിങ്ങൾക്ക് E1 E2 E3 ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചെയ്യാം. കൂടുതൽ സമയം എടുക്കാതെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങളിതാ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ബേസ് തിയറത്തിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇൻ ആൻ എൻട്രൻസ് ടെസ്റ്റ് there are multiple choice questions. There are 4 possible answers to each question, of which one is correct. The probability that a student knows the answer to a question is 90%. If he gets the correct answer to a question, then find the probability that he was guessing. ഒരു കുട്ടി ഒരു പ്രോബ്ലം ചെയ്യുന്നു. അതിൽ 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരു കറക്റ്റ് ആൻസറേ ഉള്ളൂ. ദ പ്രോബബിലിറ്റി ദാറ്റ് സ്റ്റുഡൻറ്റ് നോസ് ദ ആൻസർ അത് 90% ആണ്. 90% പറഞ്ഞാൽ E1 എന്ന് പറഞ്ഞാൽ ഞാൻ ഇവൻ്റ് ആയിട്ട് എടുക്കുന്നു. ഹി നോസ് ദ ആൻസർ. E2 എന്ന ഇവൻ്റ് ഞാൻ എടുക്കുന്നത് എങ്ങനെ അറിയോ? ഹി ഡസ് നോട്ട് നോ ദി ആൻസർ. പിന്നെ അറിയില്ല എന്നെങ്കിൽ അറിയാം, അല്ലെങ്കിൽ അറിയാതിരിക്കാം. ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്, എക്സോസ്റ്റീവാണ്. അതൊന്നും ചിന്തിക്കേണ്ട. E1 E2 നമ്മളിങ്ങനെ എടുത്താൽ P ഓഫ് E1 എന്താ തന്നിട്ടില്ലേ? സ്റ്റുഡൻറ്റ് നോസ് ദ ആൻസർ, അതായത് 90%, 90/100 എന്നെടുത്താൽ ദിസ് ഇസ് 9/10. അപ്പോൾ P ഓഫ് E2 എന്തായിരിക്കും? അവൻ അറിയാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? 1 - 9/10 ദാറ്റ് ഈസ് 1/10. 1 - 9/10 ദാറ്റ് ഈസ് 1/10.
അവൻ അറിയാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/10 ആയിരിക്കും. അപ്പോൾ P of E1 P of E2 രണ്ടുമായി. ഇനി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് if he gets the correct answer to a question A, he gets correct answer കിട്ടി, അങ്ങനെയെങ്കിൽ find the probability that he was guessing. ഒരാൾ ഗസ് ചെയ്യപ്പോഴാണ് അറിയാതാവുമ്പോഴാണ് അല്ലേ? നമ്മൾ ഗസ് ചെയ്യപ്പോഴാണ് അറിയാതാവുക. അറിയെങ്കിൽ പിന്നെ ഗസ് ചെയ്യേണ്ട കാര്യമില്ല, അതങ്ങ് മാർക്ക് ചെയ്താൽ പോരെ. അറിയാതിരിക്കുമ്പോഴാണ് നമ്മൾ ഗസ് ചെയ്യുന്നത്. അപ്പോൾ അവന് കിട്ടി, കറക്റ്റ് ആൻസർ കിട്ടി, അങ്ങനെയെങ്കിൽ അത് ഗസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, അതായത് E2 ആവാനാണ്, അറിയാതെ ആൻസർ കറക്റ്റ് ആയതിൻ്റെ പ്രോബിലിറ്റി. അതായത് അവൻ ആൻസർ കിട്ടി, അങ്ങനെയെങ്കിൽ അത് അറിയാതെ ഗസ് ചെയ്ത് കിട്ടാനുള്ള പ്രോബിലിറ്റി E2 അല്ലേ? E1 ആണോ E2 ആണോ? E1 ആണെങ്കിൽ അത് അറിയാം, ഗസ് ചെയ്യേണ്ട കാര്യമില്ല. E2 എന്ന് പറയുന്നത് എന്താ? അറിയില്ല, അപ്പോൾ ഗസ് ചെയ്യുന്നു. അപ്പോൾ E2 ഇൻഡയറക്റ്റ്ലി ചോദിച്ചതാണ്. അപ്പോൾ സംഭവം കറക്റ്റ് ആൻസർ കിട്ടി, അത് ഗസ് ചെയ്തിട്ട് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യും? ബേസ് തിയറം ചെയ്യണമെങ്കിൽ നേരെ ഫ്ലിപ്പ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? A given E2 എന്ന് എഴുതുന്നു. താഴെയുള്ള ആളുടെ പ്രോബിലിറ്റി P of E2 all divided by, മേലെ എഴുതിയ ആൾ നേരെ താഴേക്ക് എഴുതുന്നു, പ്രോബിലിറ്റി ഓഫ് A given E2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് E2 പ്ലസ്. അപ്പോൾ ഇത് കണ്ട കാരണം ആയി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ബേസ് തിയറം ആണോ മനസ്സിലാണെന്ന് നോക്കുക. ഒരു കാര്യം സംഭവിച്ചു, അത് ഇങ്ങനെ ആവാനുള്ള കാരണം, ഇന്ന കാരണം കൊണ്ടാവാനുള്ളത് എന്ന് കണ്ടാൽ, ആ മോഡൽ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബേസ് തിയറം എന്ന് ഉറപ്പിക്കണം. ബേസ് തിയറം എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവൻറ്റ് ഡിഫൈൻ ചെയ്യുന്നതാണ്. ഇവൻറ്റ് ഡിഫൈൻ ചെയ്ത് ഇത് കാരണവും, അപ്പോൾ ഇന്ന കാരണം കൊണ്ടാണ് എന്നതിനെ നിങ്ങൾ ഇവൻ്റായി സ്പ്ലിറ്റ് ചെയ്യണം. കണ്ടില്ലേ? ഗസ് ചെയ്യാനാണ് അല്ലെങ്കിൽ അവൻ അറിയാതെയാണ് എന്ന് പറഞ്ഞു, അപ്പോൾ അതൊരു ഇവൻ്റാണ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ളതിനെയൊക്കെ ബാക്കി ഇവൻ്റ് ആക്കുക. സംഭവിച്ചതിനെ നിങ്ങൾ A ആയി എടുക്കുക. ഓക്കെ, അപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ബേസ് തിയറത്തിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് P of A given E2 എന്ന് പറയുന്നത് P of E2. ഓക്കെ, E2 മാറ്റി എന്താക്കുക? E1 ആക്കാം. എത്ര ആളുണ്ടോ അത്രയാക്കാം. ഇവിടെ E1 E2 ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ A given E1 ഇൻറ്റു P of E1 എന്ന് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു P of A given E2 എന്താ? A given E2. P of A given E2. E2 എന്ന് പറഞ്ഞാൽ P of E2 എന്താ? P of E2 വന്നിട്ടുണ്ട്. P of A given E2 എന്താ? അവന് അറിയില്ല, ആൻസർ അറിയില്ല. അങ്ങനെയെങ്കിൽ അത് ശരിയാവാനുള്ള പ്രോബബിലിറ്റി, കറക്റ്റ് ആൻസർ കിട്ടാനുള്ള പ്രോബബിലിറ്റി, അവൻ ആൻസർ അറിയില്ല, അങ്ങനെയെങ്കിൽ കറക്റ്റ് ആൻസർ കിട്ടാനുള്ള പ്രോബബിലിറ്റി 4 ഓപ്ഷൻ ഉണ്ട് അല്ലേ? 4 ഓപ്ഷൻ ഉണ്ട്. അവൻ കറക്റ്റ് തന്നെ കുത്താനുള്ള പ്രോബബിലിറ്റി എന്താ? 1/4 അല്ലേ? അവൻ അറിയില്ല, അങ്ങനെയെങ്കിൽ അത് കറക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി 1/4 അല്ലേ? ഇനി അവൻ അറിയാം, അങ്ങനെയെങ്കിൽ അത് കറക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? എന്തൊരു ചോദ്യം അല്ലേ? അവനറിയാം, അങ്ങനെയെങ്കിൽ കറക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? സോ പ്രോബബിലിറ്റി ഓഫ് A given E1 എന്ന് പറയുന്നത് 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു A given E2 എന്ന് പറയുന്നത് 1/4 ഇൻറ്റു 1/4 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത് 1/10 ഡിവൈഡഡ് ബൈ 1/4 ഇൻറ്റു 1/10 പ്ലസ് A given E1 എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു 9/10. 1 ഇൻറ്റു 9/10 ഇത് ചെയ്താൽ എന്ത് കിട്ടും? 1/40 ഡിവൈഡഡ് ബൈ 1/40 പ്ലസ് 9/10. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 37, റൈറ്റ്? 1/40 divided by 37 divided by 40. 1/37 എന്ന ആൻസർ വരും. സോ ഇത് ന്യൂമറിക്കലാണ്. 1/37 എന്ന ആൻസർ വരും. ഓക്കെ, ഇത് എത്രയാണ് ചെയ്തിട്ട് കിട്ടുന്നത്? അത് 1/37. മോർണിംഗ്. അപ്പോൾ സാർ ഉണർന്നു, നമുക്കൊന്നുകൂടി സ്പീഡാക്കി പോവാം. സാർ ഉണർന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ്, ബേസ് തിയറത്തിൻ്റെ എക്സാമ്പിൾ പ്രോബ്ലമാണ്. ഒരു കാര്യം കൂടി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് കൂടി ഉണ്ട്. ആ ടോപ്പിക് കൂടി ഞാൻ പറഞ്ഞു തീർത്തിട്ട് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ സമയമുണ്ടെങ്കിൽ ചെയ്യാം. ആ ടോപ്പിക്ക് ഞാൻ പറയുന്നു, നമ്മുടെ റാൻഡം വേരിയബിൾ.
റാൻഡം വേരിയബിൾ. ഓക്കെ, ഞാൻ ഒരു ടോസിങ് 2 കോയിൻ. ഞാൻ എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. എവിടെ നിന്നറിയാം? സാമ്പിൾ സ്പേസിൽ നിന്നും റിയൽ നമ്പറിലേക്ക്. എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് അറിയാം? നമ്പർ ഓഫ് ഹെഡ്സ് മൈനസ് നമ്പർ ഓഫ് ടെയിൽസ്. ഓക്കെ, ഞാൻ ഒരു കോയിൻ ടോസ് ചെയ്തു, 2 കോയിൻ ടോസ് ചെയ്തു. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് എച്ച് ടി എച്ച് എച്ച് ടി ടി ടി. ഇതാണ് എൻ്റെ സാമ്പിൾ സ്പേസ്. റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ സാമ്പിൾ സ്പേസിലെ ഓരോ എലമെൻറ്റിനും അല്ലെങ്കിൽ ഓരോ സാമ്പിൾ പോയിൻറ്റിനും ഞാൻ ഓരോ വാല്യൂ അസൈൻ ചെയ്യുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അതിലൊരു കണ്ടീഷൻ ഉണ്ടാവും. ഞാൻ സാമ്പിൾ സ്പേസിലെ ഓരോ പോയിൻറ്റിനും ഒരു വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. അതായത് ഒരു ഫംഗ്ഷൻ, സാമ്പിൾ സ്പേസിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഓരോ എലമെൻറ്റിനും ഓരോ വാല്യൂ കൊടുക്കും. ആ വാല്യൂ ഇതാ ഇവിടെ ഓരോ സമയത്ത് ഓരോ റാൻഡം വേരിയബിളിനനുസരിച്ച് ആ വാല്യൂ മാറും. എക്സിനെ ഞാനിങ്ങനെ ഡിഫൈൻ ചെയ്തത് നമ്പർ ഓഫ് ഹെഡ്സ് മൈനസ് നമ്പർ ഓഫ് ടെയിൽസ്. ഇതാ ഇവന് കൊടുക്കുന്ന വാല്യൂ ഇതാണ്. അവിടുത്തെ കണ്ടീഷൻ നമ്പർ ഓഫ് ഹെഡ്സ് മൈനസ് നമ്പർ ഓഫ് ടെയിൽസ്. എത്രയാണ് നമ്പർ ഓഫ് ഹെഡ്സ്? 2. നമ്പർ ഓഫ് ടെയിൽസ് ഇവിടെ എത്ര ഉണ്ട്? 0. 2 മൈനസ് 0. അപ്പോൾ ഇവന് കൊടുക്കുന്ന വാല്യൂ 2. ഇത്രേ ഉള്ളൂ, കഥ കഴിഞ്ഞു. അപ്പോൾ എക്സ് ഓഫ് എച്ച് എന്ന് പറയുന്നത് 2. ഇനി എക്സ് ഓഫ് എച്ച് ടി എന്തായിരിക്കും? നമ്പർ ഓഫ് ഹെഡ്സ് മൈനസ് നമ്പർ ഓഫ് ടെയിൽസ്. നമ്പർ ഓഫ് ഹെഡ്സ് എത്രയാണ് ഇവിടെ? 1 മൈനസ് നമ്പർ ഓഫ് ടെയിൽസ് 1 ആണ്. അപ്പോൾ ഇവന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇതേപോലെ തന്നെ എക്സ് ഓഫ് ടി എച്ചിന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നതും 0 ആണ്. എക്സ് ഓഫ് ടി ടിക്ക് കൊടുക്കുന്ന എന്തായിരിക്കും? നമ്പർ ഓഫ് ഹെഡ്സ് എത്ര ഇവിടെ? 0 ഹെഡ്സ് ആണ്. നമ്പർ ഓഫ് ടെയിൽസ് എത്രയാണ്? 2 ആണ്. 0 മൈനസ് 2. സോ എക്സ് ഓഫ് ടി ടി എന്ന് പറയുന്നത് -2 ആണ്. -2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് റാൻഡം വേരിയബിൾ. നമ്മൾ സാമ്പിൾ സ്പേസിലെ ഓരോ പോയിൻറ്റിനും ഓരോ വാല്യൂ അസൈൻ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഈ റാൻഡം വേരിയബിളിൻ്റെ കാര്യം. ഇത് നമുക്ക് പല രീതിയിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇത് മാറ്റി ഞാൻ y എന്ന് പറഞ്ഞിട്ട് വേറൊരു റാൻഡം വേരിയബിൾ ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്യുന്നു. y ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് മാത്രം ഡിഫൈൻ ചെയ്തു പറഞ്ഞാൽ y ഓഫ് എച്ച് ടി എന്താവും? 1 ആവും. ഇതാ ഞാൻ y ഓഫ് എച്ച് എന്താവും? 2 ആവും. y ഓഫ് ടി എന്താവും? 0 ആവും. ഓക്കെ, അപ്പോൾ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നതനുസരിച്ച് ഓരോരുത്തർക്കും കിട്ടുന്ന വാല്യൂ മാറും. ഇനി ഞാനിങ്ങനെ ഇതുവരെ ഡിഫൈൻ ചെയ്തു. ഈ ഡിഫൈൻ ചെയ്ത ആളുകളെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ടേബിൾ ആക്കുന്നു. എങ്ങനെയാണ് ടേബിൾ ആക്കുന്നത് നോക്കിയോ? ഇതാ എക്സ്. എൻ്റെ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് കേസിൽ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? ആദ്യം -2 ഉണ്ട്, 0 ഉണ്ട്, 2 ഉണ്ട്. ഓക്കെ, ഇനി ഞാനിതിനെ പി ഓഫ് എക്സ് എഴുതുന്നു. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇതാണ് എക്സ് വാല്യൂസ്, പി ഓഫ് എക്സ്. ഓക്കെ, പ്രോബബിലിറ്റി -2 വരാനുള്ള പ്രോബബിലിറ്റി അതിന് നേരെ താഴെ എഴുതുന്നു. പ്രോബബിലിറ്റി എത്ര കേസിലാണ് -2 വന്നത്? 4 കേസ് ഉണ്ട്. ഈ 4 കേസിൽ ഒരു കേസിലാണ് -2 വന്നത്, അല്ലേ? ഒരു കേസിലാണ് -2 വന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി നാളെ താഴെ എഴുതുന്നു 1/4. ഈ 4 കേസിൽ 2 കേസിൽ 0 വന്നു. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? 2/4, അതായത് 1/2. ഇനി എക്സ് 2 ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഒരു കേസിലാണ് 2 ആയത്, 4 കേസിൽ ഒരു കേസാണ് 1/4. ഇങ്ങനെ നമ്മൾ ഇതിനെ മാറ്റി എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. ഇനി ഇതേപോലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എഴുതി എങ്ങനെ ഉണ്ടാവും? വൈ പി ഓഫ് വൈ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവും? യെസ്, വൈ വാല്യൂസ് ഏതൊക്കെയാണ്? വൈ എടുക്കുന്ന വാല്യൂസ് 0, 1, 2. ഇനി 1 വരാനുള്ള പ്രോബബിലിറ്റി എഴുതിക്കോ. 0 വരാനുള്ള പ്രോബബിലിറ്റി 4 കേസിൽ 2 കേസിൽ ഒരു കേസിൽ 0 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 0 എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. 1 വരുന്ന എത്ര കേസ് ഉണ്ട്? 1/2. 2 കേസ് ഉണ്ട്. സോ 2/4, 1/2, 1/4. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതിനാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റാൻഡം വേരിയബിൾ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇനി ആ റാൻഡം വേരിയബിളിൻ്റെ മീൻ എന്ന് പറയുന്നത് എന്താ നോക്കാം.
മീൻ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ മീൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എക്സ് വാല്യൂ. ഓക്കെ, എക്സ് ഐ വാല്യൂ. ഇതാണ് നമ്മുടെ പി ഐ വാല്യൂ. എക്സ് ഐ വരാനുള്ള പ്രോബബിലിറ്റിയാണ് പി ഐ. ഇത് 0 വരാനുള്ളത് 1/2, 2 വരാനുള്ളത് 1/4. ഓക്കെ, എക്സ് ഐ വാല്യൂസും പി ഐ വാല്യൂസും ഓർക്കണം, എക്സ് ഐ വാല്യൂസും പി ഐ വാല്യൂസും. അപ്പോൾ ഇതാ ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഐ പി ഐ. ഇതാണെന്ത് ഇതിൻ്റെ മീൻ, റാൻഡം വേരിയബിൾ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതുക. സമ്മേഷൻ എക്സ് ഐ പി ഐ ചെയ്താൽ അതിൻ്റെ മീൻ എന്താണെന്ന് കിട്ടും. സമ്മേഷൻ എക്സ് ഐ പി ഐ ചെയ്താൽ അതിൻ്റെ മീൻ എന്താണെന്ന് കിട്ടും. ഇനി വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ഐ പി ഐ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു പി ഐ എന്നായിരിക്കും. ഓക്കെ, മൈനസ് സമ്മേഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഈ രണ്ട് ഫോർമുലയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ സ്റ്റാൻഡേർഡ് ഓഫ് എ റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിളിൻ്റെ മീനും വേരിയൻസ് എങ്ങനെ കാണുന്നുള്ളത്. ഓക്കെ, ഇതാ ഇവിടെ എങ്ങനെ മീൻ കാണാം? -2 ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ പി ഐ ആണ്. -2 ഇൻറ്റു 1/4 പ്ലസ് 0 ഇൻറ്റു 1/2 പ്ലസ് 2 ഇൻറ്റു 1/4 ചെയ്താൽ മീൻ കിട്ടും. ഇവിടെ എങ്ങനെ കിട്ടും? 0 ഇൻറ്റു 1/4 പ്ലസ് 1 ഇൻറ്റു 1/2 പ്ലസ് 2 ഇൻറ്റു 1/4 ചെയ്താൽ മീൻ കിട്ടും. ഇനി വേരിയൻസ് എങ്ങനെ കിട്ടും? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണണം. അതായത് ഇവിടെ -2 സ്ക്വയർ ഇൻറ്റു 1/4, 0 സ്ക്വയർ ഇൻറ്റു 1/2, 2 സ്ക്വയർ ഇൻറ്റു 1/4 ചെയ്താൽ നിങ്ങൾക്ക് വേരിയൻസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടും. പിന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാൻ നിങ്ങൾക്ക് അറിയില്ലേ? അതിൻ്റെ സ്ക്വയർ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അതാണെന്ത്? റാൻഡം വേരിയബിൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് റാൻഡം വേരിയബിൾ. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് റാൻഡം വേരിയബിൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ തിയറി ഉള്ളത്. പിന്നുള്ളത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബെർണോളി ട്രയൽസ് ആണ്. അത് നമ്മൾ പറയുന്നില്ല. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബെർണോളി ട്രയൽസ് ആണ്. അത് നമ്മൾ പറയുന്നില്ല, കാരണം അത് ഈ പ്രാവശ്യം സിലബസിലില്ല. അത് നമ്മൾ പറയുന്നില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യും, റാൻഡം വേരിയബിളുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസ് ചെയ്യാം. ദിസ് വൺ. അതിന് മുന്നേ ഞാൻ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ ടേബിളായി എഴുതും, എക്സ് ഐ വാല്യൂസ് എഴുതും, പ്രീ ഓഫ് എക്സ് ഐ എഴുതും. ഓക്കെ, ഈ താഴെയുള്ള പ്രോബബിലിറ്റി വാല്യൂ ഉണ്ടല്ലോ, അതിൻ്റെ സം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ഓർത്ത് വെച്ചോ, താഴെയുള്ള പ്രോബബിലിറ്റിയുടെ ഈ വാല്യൂസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ താഴെയുള്ള പ്രോബബിലിറ്റി വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 1. സം എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ താഴെയുള്ളതിൻ്റെ പ്രോബബിലിറ്റീസിൻ്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. താഴെയുള്ള പ്രോബബിലിറ്റീസിൻ്റെ സം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 1. അതെപ്പോഴും 1 ആയിരിക്കും. ഇനി ഈ പ്രോബബിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് >0 ആയിരിക്കും. അപ്പോൾ ഈ 1 ആണെന്നുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ താഴത്തെ പ്രോബബിലിറ്റിയുടെ സം 1 ആണെന്നുള്ളത് എപ്പോഴും ഓർത്ത് വെക്കാം. ഓക്കെ, ആ കാര്യം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതാ ഒരു പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലം നോക്കിക്കോളൂ. The probability distribution of a random variable x is given by x എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എക്സ് എടുക്കുന്ന വാല്യൂ ഇതാണ്, 1, 2, 3, 4, 5 ഇങ്ങനെയൊക്കെയാണ് വാല്യൂ. താഴെ ഇതാ k ഉണ്ട്, 2k ഉണ്ട്, 2k ഉണ്ട്, 3k ഉണ്ട്, k ഉണ്ട്. താഴെയുള്ളതിൻ്റെ സം എന്തായിരിക്കും? എപ്പോഴും 1 ആയിരിക്കും. ആദ്യത്തെ പോയിന്റ് അത് വെച്ച് നമുക്ക് k എന്താണെന്ന് പറയാലോ. k പ്ലസ് 2k പ്ലസ് 2k പ്ലസ് 3k പ്ലസ് k ഈക്വൽ ടു 1. അതായത് 3k plus 4k 7k plus 9k equal to 1 implies k equal to 1/9. k കിട്ടി, k 1/9 ആണെന്ന് കിട്ടി. k 1/9 ആണെന്ന് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് x equal to 1 എന്ത് കിട്ടും? x 1 ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് k ആണ്, അതായത് 1/9 ആണ്. പ്രോബബിലിറ്റി ഓഫ്
എക്സ് ഈക്വൽ ടു 2 ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 2k ആണ്, അതായത് 2/9 ആണ്. അങ്ങനെ എല്ലാം കിട്ടും. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ, പി തന്നിട്ടുണ്ട്, സ്മോൾ പി. ഈ സ്മോൾ പി എന്താ, പ്രോബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. പ്രോബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4 given x less than 3. Okay, this is actually conditional probability in the formula. Probability of 1 less than x less than 4 intersection x less than 3, intersection x less than 3 divided by probability of x less than 3. Probability of x less than 3. ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്താൽ, ഇൻ്റർസെക്ഷൻ എടുത്താൽ എന്ത് സംഭവിക്കും? എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പ്രോബിലിറ്റി എന്താ, അല്ല പോസിബിലിറ്റി എന്താ? ഒന്നുകിൽ 1 ആവാം, 2 ആവാം. 1നും 4നും ഇടയിലാണെന്ന് പറയുമ്പോൾ എക്സിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒന്നുകിൽ 2 ആവാം, 3 ആവാം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 ആണ്. റൈറ്റ്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 ആണ്. സോ പ്രോബബിലിറ്റി ഓഫ്, ഇപ്പോൾ ഇൻ്റർസെക്ഷൻ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്താണ്? 2k ആണ്, k 1/9 ആണ്, 2 × 1/9 ആണ്, 2/9 ആണ്. സോ 2/9 നമ്മൾ ആദ്യം കണ്ടുവച്ചു അല്ലേ. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ അത് നമുക്ക് രണ്ട് രീതിയിൽ മാറ്റി എഴുതണം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആവുന്നത് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 ആകുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു 2/9 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 2, എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുന്നത്. ഓക്കെ, 2/9 ഡിവൈഡഡ് ബൈ 2/9 പ്ലസ് 1/9. എക്സ് 1 ആവുന്നതിൻ്റെ പ്രോബബിലിറ്റി 1/9 പ്ലസ് 2 ആവുന്നത് 2/9. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/9 ഓൾ ഡിവൈഡഡ് ബൈ 3/9 ഈസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടി. സോ പി വാല്യൂ ആണ് തന്നിട്ടുള്ളത്, പി സ്മോൾ പി 2/9 2/3 എന്ന് കിട്ടി. സ്മോൾ പി 2/3 എന്ന് കിട്ടി. 5 × 2/3 ലാംഡ കെ. അങ്ങനെയെങ്കിൽ ലാംഡ എന്താണെന്നാണ് ചോദ്യം. നോക്കാം. 5p ഈക്വൽ ടു ലാംഡ കെ. പി കിട്ടിയിട്ടുണ്ട് 5 × 2/3, ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ × 1/9. സോ 10/3 ഈക്വൽ ടു ലാംഡ ബൈ 9 implies 90/3 ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു 30. 30 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ന്യൂമറിക്കലാണ്. ലാംഡ 30 കിട്ടി. ലാംഡ ഈക്വൽ ടു 30. ഇനി ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഇതിൻ്റെ മീൻ ഒന്ന് കണ്ട, ഈ റാൻഡം വേരിയബിളിൻ്റെ മീൻ ഒന്ന് കണ്ടെന്ന് ഞാൻ ചുമ്മാ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? മീൻ കാണും, അല്ലാതെ എന്ത് ചെയ്യും അല്ലേ? മീൻ കാണും. എങ്ങനെ കാണും? 1 × k. മീനിൻ്റെ ഫോർമുല എന്താ? മീനിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ തന്നെ മീൻ കാണുന്നത്. മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ xi/pi ആണ്. അതായത് ഇവിടെ 1 × k, ഈ k എന്ന് പറഞ്ഞാൽ എന്താ? 1 ആവാനുള്ള പ്രോബബിലിറ്റി. 2k എന്ന് പറഞ്ഞാൽ എന്താ? 2 ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ പ്ലസ് 2 × 2k പ്ലസ് 3 × 2k പ്ലസ് 4ൻ്റെ പ്രോബബിലിറ്റി എന്താ? 4 × 3k 5 × k. 4 × 3k പ്ലസ് 5 × k. 5 × k. ഇത് ചെയ്താൽ എന്ത് കിട്ടും? k പ്ലസ് 4k പ്ലസ് k പ്ലസ് 4k പ്ലസ് 6k പ്ലസ് 12k പ്ലസ് 5k. This is equal to 10k, 11k, 23k, 28k എന്ന് കിട്ടും. കെയുടെ വാല്യൂ നമുക്കറിയാം 1/9, 28/9 എന്ന് കിട്ടും മീൻ. ഇനി ഇതേ സമയം നിങ്ങളോട് വേരിയൻസ് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
വേരിയൻസ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ വേരിയൻസ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ വേരിയൻസാണ് ചോദിച്ചതെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുല യൂസ് ചെയ്യണം. അതിന് ആദ്യം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. ഇവനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ചെയ്യണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? എക്സിനെ സ്ക്വയർ ചെയ്തിട്ട് വേണം അതിൻ്റെ പ്രോബിലിറ്റി വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 സ്ക്വയർ ഇൻറ്റു കെ, 2 സ്ക്വയർ ഇൻറ്റു 2k, ഇതേപോലെ ചെയ്താൽ എന്ത് കിട്ടും? എന്നിട്ട് അതിൻ്റെ സം എടുത്താൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടും. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഥം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ്. റാൻഡം വേരിയബിൾ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ പ്രോബിലിറ്റിയുടെ സം എപ്പോഴും 1 ആയിരിക്കും. മീൻ എന്ന് പറയുന്നത് എന്താണെന്ന്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സമ്മേഷൻ എക്സ് ഐ പി ഐ, വേരിയൻസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇത്രയും കാര്യം കിട്ടാൻ റാൻഡം വേരിയബിളുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാം. വളരെ എളുപ്പമുള്ളൊരു ഏരിയയാണ് റാൻഡം വേരിയബിൾ. വിടാണ്ട് പിടിച്ചോളൂ. പിന്നെ ബേസ് തിയറത്തിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഇവൻ്റ് ഡിഫൈൻ ചെയ്യുക, ഫോർമുല അപ്ലൈ ചെയ്യുക. ബേസ് തിയറും പഠിച്ചിട്ട് പോകണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലെ ക്വസ്റ്റ്യൻ അഥവാ എളുപ്പമുള്ളതാണെങ്കിൽ, കുറച്ചുകൂടി ഡയറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് സോൾവ് ചെയ്യാം. സമയം കളയാതെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ബേസ് തിയറം. ഇനി അഥവാ നിങ്ങൾ പഠിക്കാത്ത, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇവൻ്റ് ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ബട്ട് ഈ ഒരു പോസിബിലിറ്റി ഉണ്ട് ബേസ് തിയറം. പിന്നെ ആദ്യം നമ്മൾ പെർമിറ്റേഷൻ കോമ്പിനേഷൻ ഐഡിയ ഉള്ളവർ പെർമിറ്റേഷൻ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട 30 ചെയ്യൂ. ഓക്കെ, പെർമിറ്റേഷൻ കോമ്പിനേഷൻ ഐഡിയ ഉള്ളവർ പെർമിറ്റേഷൻ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട ക്ലാസിക്കൽ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായി പഠിക്കും. ഇപ്പോൾ പ്രോബബിലിറ്റി, പെർമിറ്റേഷൻ കോമ്പിനേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷനായി വരുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഈ 2 ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ 2 ചാപ്റ്ററിൽ പ്രത്യേകത വെച്ചാൽ നമ്മൾ അവിടെ പോയൊരു ക്വസ്റ്റ്യൻ പുതിയതായി അല്ലെങ്കിൽ പുതിയ സ്വഭാവമുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ട് അവിടുന്ന് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് അതിൻ്റെ ഐഡിയ കണ്ടുപിടിച്ച് ചെയ്യുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള പരിപാടിയായിരിക്കില്ല. അപ്പം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, എല്ലാ സ്വഭാവമുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക. നിങ്ങൾ പരിചയമുള്ള ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് അവിടെ വരുന്നത്, അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് അവിടെ വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ കഴിയും. പ്രോബബിലിറ്റിയിലാണെങ്കിൽ വളരെ സ്പീഡിൽ സോൾവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് പെർമിറ്റേഷൻ കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് അഥവാ തൊടാത്ത ഏരിയ എന്ന സംഭവം വരുന്നെങ്കിൽ അത് തൊട്ട് സമയം കളയാൻ നിൽക്കണ്ട. ഇനി അല്ല, നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുക, അങ്ങനെ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പ്രോബബിലിറ്റിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 4 സെഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക, നന്നായി എഴുതുക. എല്ലാവിധ ആശംസകളും നൽകുന്നു. ഫൈനലി ഞാൻ ആ കാര്യം വെളിപ്പെടുത്തുന്നു. ഫൈനലി ആ രഹസ്യം ഞാൻ നിങ്ങളോട് പറയുന്നു. അത് പറയാതെ എനിക്ക് നിങ്ങളെ വഞ്ചിക്കാൻ കഴിയില്ല. ഇത്രയും വലിയൊരു രസതന്ത്രത്തിൽ നമ്മളെ ഇന്നസെൻ്റ് പറയുന്നില്ല, ഇത്രയും രഹസ്യം ഉള്ളിൽ ഒതുക്കാൻ എനിക്ക് പറ്റില്ല. ഞാനത് പറയാൻ പോകണം. ഇത്രയും നേരം നമ്മോട് കൂടെ ഉണ്ടായിരുന്ന, ലൈവിൻ്റെ തുടക്കം മുതൽ റെഡി അല്ല എന്നും പറഞ്ഞ് നമ്മളുടെ കൂടെ ആക്റ്റീവായി ഉണ്ടായിരുന്ന ആ വ്യക്തി, ക്രിക്കറ്റ് മാനിയാക്ക്, കഴിഞ്ഞുള്ള ഒരുപാട് ലൈവുകളിൽ സോക്കർ ബോയായി നമ്മുടെ കൂടെ ഒളിച്ചിരുന്ന ആ വ്യക്തി, ദ റിയൽ ഗെയിമർ ഓഫ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല, ക്രിക്കറ്റ് മാനിയാക്ക്, സോക്കർ ബോയ്, മറ്റാരുമല്ല മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്മളുടെ സ്വന്തം ജസ്റ്റിൻ സാറാണ്. ജസ്റ്റിൻ ജോയ് സാർ, മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. സാറും ലൈവായിട്ട് നിങ്ങൾ ഭാവിയിൽ വരും, അപ്പോൾ ചോദിച്ചാൽ മതി. സാർ ഇനി പുതിയ ഫേക്ക് ഐഡിയുമായി ഇനിയും നിങ്ങൾ അടുത്ത ലൈവിൽ നിങ്ങളുടെ കൂടെ ആൻസർ ചെയ്യാനുണ്ടാവും. സാർ പറഞ്ഞ ഒരുവിധ ആൻസറൊക്കെ തെറ്റാണ്, പക്ഷേ സാർ ഗസ് അടിച്ചാണെന്ന് തോന്നുന്നു. നമ്മുടെ പ്രോബബിലിറ്റി അവിടെ വളരെ കുറവായിരുന്നു. പക്ഷേ സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. സാറിന് നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായി പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക, വളരെ കൂളായി പരീക്ഷ എഴുതുക. ആദ്യത്തെ JEE സെഷനാണ് വരുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. എല്ലാത്തിലും പ്രോബബിലിറ്റിയുമായുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉപകാരം ചെയ്യട്ടെ. എല്ലാവിധ ആശംസകളും. ഇത്രയും നേരം ഇരുന്നതിന് നിർത്താം. ഇത്രയും നേരം ഇരുന്നതിന് നല്ല നന്ദി. എല്ലാ ടോപ്പിക്കുകളും നന്നായി വൃത്തിയായി പഠിച്ച് എക്സാം എഴുതാം. ഓൾ ദ വെരി ബെസ്റ്റ്. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.